നമ്മൾ കഴിഞ്ഞ പകൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പഠനം തുടക്കം കുറിച്ചത്. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവിനും മരണത്തിനും ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള സമയം അടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേൾക്കുവാനിടയായത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പകൽ ചിന്തിച്ചത് ഇതിൻ്റെ മുഖവുരകൾ. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച് 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചു പഠിക്കുന്നത്. 1 മുഖവുരകൾ, 2 ലക്ഷണങ്ങൾ, 3 അനന്തര സംഭവങ്ങൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പകൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ വരവിൽ നമ്മൾ ഈ മുഖവുരകൾ എന്ന ഭാഗം മുഴുവനുമായിട്ട് എടുത്തതിന് ശേഷം ലക്ഷണങ്ങൾ എന്ന ഭാഗത്തേക്ക് പ്രവേശിച്ച് പരമാവധി മുന്നോട്ട് പോയിട്ട് അവിടെ വെച്ച് നമ്മൾ നിർത്തും. എല്ലാം കൂടെ പറയാൻ ഒക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു 112 മണിക്കൂർ ഈ വിഷയം സംബന്ധിച്ച് ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളാണ് ഇവിടെ 10 മണിക്കൂർ കൊണ്ട് ചുരുക്കി പറയാനായിട്ടൊരു ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ പകൽ ചിന്തിച്ചത് 3 കാര്യങ്ങളാണ്. 1, യേശുവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ എന്താണ്, എന്തല്ല. ഉത്തരം നമ്മൾ കണ്ടെത്തി. പ്രതീക്ഷയല്ല, പ്രത്യാശയാണ്. അത് രണ്ടും തമ്മിലുള്ള കാതലായ വ്യത്യാസമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. എന്താണ് പ്രതീക്ഷ, എന്താണ് പ്രത്യാശ? അതുകൊണ്ട് വചനം പഠിച്ച ആളുകൾ കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിക്കുന്നു എന്ന് പറയാതെ എന്ത് ചെയ്യണം? പ്രത്യാശിക്കുന്നു എന്ന് പറയുന്നത് കൂടുതൽ നല്ലതായിരിക്കും എന്ന് പറയുകയുണ്ടായി. രണ്ടാമത്, കഴിഞ്ഞ രണ്ടാമത്തെ പോർഷൻ ചിന്തിച്ചത് 10 വിധമായ പഠിപ്പിക്കലുകൾ എന്നുള്ളതാണ്. കഴിഞ്ഞ 21 നൂറ്റാണ്ടുകൾക്കിടയിൽ യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ 195-ൽ പരം വരുന്ന രാജ്യങ്ങളിലെ ക്രൈസ്തവ സഭകളുടെ ഇടയിൽ 35-ലേറെ പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു. അതിൽ 25 കാലത്തിന് കടന്നുപോക്കിൽ കടപൊഴുകി എറിയപ്പെട്ടു. 10 പഠിപ്പിക്കലുകൾ ഇന്നും ഉണ്ട്. അതിൽ 10 അവിടെ ഇവിടങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പല യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 3 വിധമായ പഠിപ്പിക്കലുണ്ടെന്നും കേരളത്തിൽ പ്രചാരത്തിലെത്തിയത് 2 വിധമായ പഠിപ്പിക്കലാണെന്നും നമ്മൾ പറയുകയുണ്ടായി. അതിൽ ഒരെണ്ണം നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. എന്താണ് 10 വിധമായ പഠിപ്പിക്കൽ? രക്ഷിക്കപ്പെടുമ്പോൾ യേശു വരുന്നു, സ്നാനപ്പെടുമ്പോൾ യേശു വരുന്നു, അഭിഷേകം പ്രാപിക്കുമ്പോൾ യേശു വരുന്നു, പിന്നെ മരിക്കുമ്പോൾ യേശു വരുന്നു, യെരുശലേമിൻ്റെ നാശത്തിൽ യേശു വരുന്നു, സുവിശേഷം പറയുമ്പോൾ യേശു വരുന്നു, അഭിവൃദ്ധിയിലൂടെ യേശുക്രിസ്തുവിൻ്റെ വരവ് പ്രഖ്യാപിക്കപ്പെടുന്നു. അതുപോലെ മഹാപീഠ കാലഘട്ടത്തിന് മുൻപ്, മധ്യത്തിൽ, ശേഷം, ഇങ്ങനെയുള്ള 8-10 പഠിപ്പിക്കലുകൾ ലോകത്തിലുണ്ട്. അതിൽ മഹാപീഡന കാലഘട്ടത്തിന് മുൻപ് യേശു വരും എന്ന പഠിപ്പിക്കലിലാണ് കൂടുതൽ വചനമുള്ളതും ഞാൻ അതാണ് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിച്ചു. തർക്കവും വാദവും ഉള്ളവർക്ക് ഒരു ഒഴികഴിവ് നൽകിയിട്ടുണ്ട്, അല്ലേ? മഹാപീഡന കാലഘട്ടത്തിന് മുമ്പ് പോകുന്നവർക്ക് പോകാം, അത് കഴിഞ്ഞ് പോകുന്നുള്ളൂ വാശി പിടിക്കുന്നവർക്ക് അത് കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. പിന്നെ നമ്മൾ 3-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിച്ചത് 8 വിധ സാക്ഷികൾ എന്നുള്ളതാണ്. 1600 വർഷം കൊണ്ട് എഴുതിയ വേദപുസ്തകത്തിലെ എഴുത്തുകാരെ 8 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ആ 8 ഗ്രൂപ്പുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ആര് വരും? യേശു വരും. 1, പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് അതിൻ്റെ വെളിപ്പാട് ലഭിച്ചിരുന്നു. 2, പ്രവാചകന്മാർ മുൻപ് കൂട്ടി പ്രവചിച്ചു. 3, യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ അത് പ്രസ്താവിച്ചു. 4, മരണശേഷം അത് പ്രഖ്യാപിച്ചു. 5, ദൂതന്മാർ അത് അറിയിച്ചു. 6, അപ്പോസ്തലന്മാർ അത് വിവരിച്ചു. 7, കർത്താവിൻ്റെ സഭ അത് പഠിപ്പിക്കുന്നു. 8, കർത്തൃമേശയിലെ അപ്പവീഞ്ഞകൾ അത് വിളിച്ചു പറയുന്നു. അപ്പോൾ ഈ 8 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്, അല്ലേ? അല്ല, ഒടുവിൽ നിർത്തിയ ഭാഗത്താണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മേശയിലെ അപ്പവീഞ്ഞകൾ എന്താ പറയുന്നു? 3 കാലഘട്ടം. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, ഭൂതകാലം. ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, വർത്തമാനകാലം. ഞാൻ വരുവോളം, ഭാവികാലം. 3 കാലഘട്ടങ്ങളിൽ ഓർക്കാൻ കഴിയുന്ന ഒരേ ഒരു ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ എന്നുള്ളത്. അതിനെ അലക്ഷ്യമായി കാണരുതെന്നും ഒരു ദൂതും കൂടെ പറഞ്ഞാണ് വിട്ടത്, അല്ലേ? എന്താ പറഞ്ഞു? കർത്തൃമേശയുടെ ബാക്കി തിന്നുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വീതം വാഴ്ത്തി നുറുക്കി കിട്ടിയപ്പോൾ തിന്നു. പോകാൻ നേരത്ത് തിന്നുന്നത് ആരുടെ വീതമാണ്? നാട്ടുകാരുടെ ആയതുകൊണ്ട് കർത്തൃമേശയുടെ ബാക്കി തിന്നുന്നവരാണ് ആളുകളെ സഭയിൽ കൊണ്ടുവരേണ്ടത് എന്നൊരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാണ് വിട്ടത്. മിക്കവാറും അടുത്ത ആഴ്ച മുതൽ ഇത് ബാക്കി തിന്നാൻ ആരും കാണുകയില്ല. ഏതായാലും പാസ്റ്ററുടെ തിന്നാനായിട്ടൊക്കെ വന്ന ആൾ ചിന്തിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്, പാസ്റ്റർ തന്നെ മുഴുവൻ തിന്നട്ടെ. ഞാനും പറയുന്ന പാസ്റ്റർ തന്നെ മുഴുവൻ തിന്നട്ടെന്ന്. അങ്ങനെയല്ല ഇതെല്ലാം ഒരുക്കുന്നത്, അങ്ങനെല്ലാം തിന്നട്ടെ. ഏതായിരുന്നാലും ഞാനിത് പറഞ്ഞ ശേഷം പല സഭകളിലും പല പാസ്റ്റർമാർ എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്റർ എന്തിട്ട് പണിയാണ് ചെയ്തേച്ചു പോയത്, ഒരൊറ്റയാൾ ഇപ്പോൾ ബാക്കി തിന്നാൻ വരുന്നില്ല. അത്രയെങ്കിലും മാനസാന്തരം ആൾക്ക് ഉണ്ടായില്ലെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ ഈ 8 വിധ സാക്ഷികൾ ബൈബിൾ പറയുന്നു. 2-3 സാക്ഷികളുടെ വാമൊഴിയിൽ ഏത് കാര്യവും ഉറപ്പാക്കാം. വേദപുസ്തകത്തിൽ തിയോളജിയിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഒരു സംഖ്യാശാസ്ത്രമുണ്ട്. 1 മുതൽ 12 വരെയുള്ള സംഖ്യകളാണ് അതിൻ്റെ ശാസ്ത്രം. എന്ന് പറഞ്ഞാൽ
ഇസ്രായേൽ 12 ഗോത്രമാണ്, 12 അപ്പോസ്തലന്മാർ. പുതിയ യെരൂശലേമിൻ്റെ 12 അവസ്ഥകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സംഖ്യകളുടെ ശാസ്ത്രം ഇതാണ്. 1 എന്ന് പറഞ്ഞാൽ ദൈവം ഏകൻ, അത് കാണിക്കുന്നതാണ്. ദൈവം ഏകൻ. 50 വാക്യമുണ്ട് ദൈവം ഏകനാണെന്ന്. 2 എന്ന് പറഞ്ഞാൽ എന്തിനെ കാണിക്കുന്നു? സാക്ഷികളെ കാണിക്കുന്നു. 2 3 സാക്ഷികളുടെ വാമൊഴിയിൽ ഏത് കാര്യവും ഉറപ്പാക്കാം. 3 എന്ന് പറയുന്നത് തൃത്വം ഉപദേശത്തെ കാണിക്കുന്നതാണ്. 4 എന്ന് പറയുന്നത് സുവിശേഷത്തെ കാണിക്കുന്നതാണ്. എത്ര സുവിശേഷം ഉണ്ട് നമുക്ക്? 4. ഇഷ്ടംപോലെ സുവിശേഷം, 4 അല്ല 40 അല്ല, പക്ഷേ അംഗീകരിക്കപ്പെട്ട കാനൂനികമായ സുവിശേഷങ്ങൾ 4 എണ്ണമാണ്. 5 കൃപയെ കാണിക്കുന്നു, 6 മനുഷ്യനെ കാണിക്കുന്നു. എത്രാം ദിവസം മനുഷ്യൻ ഉണ്ടാക്കിയത്? 6-ാം ദിവസം. 7 പൂർണ്ണതയെ കാണിക്കുന്നു, 8 പുനരുത്ഥാനത്തെ കാണിക്കുന്നു, 9 കൃപാവരത്തെ കാണിക്കുന്നു, 10 ന്യായപ്രമാണത്തെ കാണിക്കുന്നു, 11 വിശുദ്ധിയെ കാണിക്കുന്നു, 12 അപ്പോസ്തലത്വം, ക്രിസ്റ്റോളജിയിൽ ക്രിസ്ത്യാനിറ്റി, അത് കാണിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ഓരോ പഠനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ 6-ലാണ് മനുഷ്യൻ നിൽക്കുന്നത്. 6-ാം ദിവസമാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ വീണുപോയി. മേളിലോട്ടാണോ താഴോട്ടാണോ വീഴുന്നത്? താഴോട്ട്. അപ്പോൾ 5 ഏതാ? കൃപ. മനുഷ്യൻ വീണപ്പോൾ എങ്ങോട്ടേക്കാണ് വീണത്? കൃപയിലേക്ക്. അതൊരു സത്യമല്ലേ? നമ്മളങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുന്നത് നമ്മുടെ വിടുകൊണ്ടാണോ? അല്ല. വീണപ്പോഴും താണപ്പോഴും ദൈവത്തിൻ്റെ കൃപയുടെ വലങ്കരം നമ്മെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആർക്കും കൂടെ നിൽക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഞാൻ എപ്പോഴും ആവേശത്തോടെ പ്രസംഗിക്കുന്നൊരു വേദഭാഗമുണ്ട്. വ്യഭിചാരിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് നിർത്തി. അവിടെ 2 പദങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. 1 യേശു കുനിഞ്ഞു, 2 യേശു നിവർന്നു. വായിച്ചിട്ടുണ്ട്? 1 യേശു കുനിഞ്ഞു, 2 യേശു നിവർന്നു. അതുകൊണ്ട് ഗുണം എന്നാണെന്നറിയാമോ? യേശു കുനിഞ്ഞപ്പോൾ അവരെല്ലാം നിവർന്നു നിന്നു. യേശു കുനിഞ്ഞപ്പോൾ അവരെല്ലാം നിവർന്നു നിന്നു എന്ന് പറഞ്ഞാൽ, ഗുരുവേ, ഇവിടെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ തൊണ്ടി സഹിതം പിടിച്ചു എന്നാണ് അതിനർത്ഥം. എന്നിട്ട് മറ്റേ പുള്ളി എന്ത്? ആ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. തൊണ്ടി സഹിതം 2 പേരെയും കൂടെ പിടിച്ച മറ്റേ പുള്ളി എന്ത്? അവർക്കറിയാം. ആ കൂട്ടത്തിലെങ്ങാനും കാണുമായിരിക്കും. എന്നാലും ഇവിടെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ യേശു കുനിഞ്ഞു, നിലത്ത് എഴുതുമ്പം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്ത ഒന്നാമത് അവളെ കല്ലെറിയട്ടെ. എന്നിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്, അല്ലേ? പണ്ട് ലാസറി മാത്യു പാസ്റ്റർ പ്രസംഗിക്കുമായിരുന്നു, ഈ എന്തുവായുടെ ഇവൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞപ്പം പിന്നെ വലിയ കഷ്ടപ്പെട്ട് നമ്മുടെ തൊണ്ടി മുതലും പിടിച്ചുകൊണ്ട് വന്നപ്പം യേശു എഴുതിക്കൊണ്ടിരിക്കുന്നു, നീ നോക്കിച്ചു വാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പാപമില്ലാത്തൊരു ഇവിടെ ഒന്നാമത്. അപ്പോൾ ഒരു പുള്ളി പറഞ്ഞു, ഞാൻ പോയി നോക്കിച്ചു വരാം. പുള്ളിയെ പിടിച്ചുകൊണ്ട് വന്നത്. പുള്ളി എന്നപ്പോൾ ഉണ്ടോ, ഇവളുമായിട്ട് പാപം ചെയ്ത ഒന്നാമത്തെ ലിസ്റ്റ് ഈ പുള്ളിയുടെ പേര് അറക്കേപ്പറമ്പിൽ കുഞ്ഞച്ചൻ. ആ പേരാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കണ്ട പാടെ പുള്ളി ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. പുള്ളി പറഞ്ഞു, എനിക്ക് 4 മണിക്ക് പിള്ളേർ വരും, കുറച്ച് ചായ കൊടുക്കാനുണ്ട്, ഭാര്യ അവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ തീർത്തോ, ഞാൻ പോവുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പോകാൻ വരട്ടെ, നമ്മൾ പിടിച്ചുകൊണ്ട് വന്നല്ലേ. പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഞാനത് അംഗീകരിച്ചെന്ന്. അങ്ങനെ പുള്ളി പോയി. അപ്പോൾ രണ്ടാമത് ഞാനൊന്ന് പോയി നോക്കട്ടെ. പുള്ളി അപ്പോൾ 2ാമത്തെ പേര് പുള്ളിയുടെ പേരാണ്. അങ്ങനെ എല്ലാം സ്ഥലം വിട്ടെന്നാണ്. അപ്പോൾ യേശു കുനിഞ്ഞത് കൊണ്ടാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്? സത്യം, ഞാനിങ്ങനെ ഉൾപ്പെട്ടിലേക്ക് നിൽക്കുന്നതും. നമ്മളൊക്കെ ചില ആളുകൾ ഇപ്പം മട്ടും കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല, നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് യേശു റേഷൻ മേടിക്കുന്നത് പോകുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ചിലപ്പം. സത്യം അതല്ല. എന്നെ യേശു ജീവിക്കുന്നതാകിയാൽ ഞാനും എന്നേക്കും അതിവിശുദ്ധിയും പദ്ധതിയൊക്കെ ചില ആളുകൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളൊരു കാര്യം ഓർത്തോളം, എന്തിനെയാണോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. എഴുതി വെച്ചോ, 50 മുദ്രപ്പൽ എഴുതരാം. എന്തിനെയാണോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും, ഉറപ്പാണ്. അപ്പോൾ അതിന് നമ്മൾ ജയിക്കാനും കൂടെ നമ്മൾ ശ്രമിച്ചിരിക്കണം. അപ്പോൾ യേശു, ഞാനിപ്പോൾ എന്താ അവിടെ നിൽക്കുന്നത്? യേശു കുനിഞ്ഞിരിക്കുന്നുണ്ടാണ്. കാരണം ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും കർത്താവ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അടുത്ത വണ്ടി എടുത്ത് വൈകുന്നേരം എനിക്ക് തലവേദന എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് വിളിട്ടു. മനസ്സിലായോ? എന്താ കർത്താവ് എല്ലാം വെളിപ്പെടുത്താത്തതെന്നും എല്ലാം മനസ്സിലായോ? കുന്ന് 1 കുന്ന് 2 എന്ന് പറഞ്ഞ് കൂട്ടാനായിട്ട് ദൈവം ശിംശോന് അനുവാദം കൊടുത്തതിൻ്റെ കാര്യം എന്താ? കഴുതയുടെ പച്ചത്താടിയിലും തൊടാൻ പാടില്ല, മൃഗങ്ങളെ തൊടാൻ പാടില്ല, ചത്തനെ തൊടാൻ പാടില്ല. ആ സമയത്തെ അനുവദിച്ചതിൻ്റെ കാര്യം എന്താ? ഈ ജയം ആർക്ക് ആവശ്യമായിരുന്നു? ജനത്തിന് ആവശ്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ദൈവം ജയം നൽകിയെങ്കിലും അത് എടുത്തതിൻ്റെ ശിക്ഷ ദൈവം പിന്നീട് അവന് കൊടുക്കും. ഇതുപോലെ ജോയി പാറയ്ക്കലെ നീ പ്രസംഗിക്ക്, നന്നായിട്ട് ക്ലാസ് എടുക്കുക, തകർത്ത് വാര്. അങ്ങനെ ആളുകൾ രക്ഷിക്കപ്പെടട്ടെ, ആളുകൾ സ്വർഗത്തിൽ പോകാൻ തയ്യാറാകട്ടെ. പിന്നെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിന്നോട് അതൊക്കെ തീർക്കുന്നതിൻ്റെ സമയമുണ്ട് മക്കളെ, എല്ലാം അപ്പോൾ കർത്താവ് ഇപ്പോൾ കുനിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. ഒരു സ്തോത്രമൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. 2ാമത് യേശു നിവരുന്നൊരു സമയം വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഒറ്റ പുള്ളികൾ അവിടെ ഇല്ല. അന്നേരം ആരേ ഉള്ളൂ? ഇവള് മാത്രമേ ഉള്ളൂ. അവളെങ്ങനെ നിൽക്കുന്നു? കുനിഞ്ഞ് നിൽക്കുന്നു. യേശു ചോദിച്ചു, ആരുമില്ല മോളെ, ആരുമില്ല, ഒക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നമ്മോട് കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കരങ്ങൾ അന്നാണ് നിൽക്കാനുള്ള ശ്രമം നടത്തേണ്ടത്. അതുകൊണ്ട് വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട
16 വിഷയങ്ങൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഉപവാസ പ്രാർത്ഥനകളിൽ. അതിലൊന്നാണ് അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന്. കണ്ടോ, വിശ്വാസികൾക്ക് പാസ്റ്റർ മുമ്പിൽ നിൽക്കാനറിയാം, പാസ്റ്റർക്ക് സെൻട്രൽ പാസ്റ്റർ മുമ്പിൽ നിൽക്കാനറിയാം, സെൻട്രൽ പാസ്റ്റർക്ക് പ്രസിഡന്റ് മുമ്പിൽ നിൽക്കാനറിയാം, എല്ലാവർക്കും നിൽക്കാനറിയാം. പക്ഷേ ഇതൊന്നും വലിയ നിപ്പൊന്നും അല്ലെന്നേ. ഈ ഫുൾ കൈയും വെള്ളയും കറുത്ത പാൻറ്റും ഒന്നും വലിയ വിഷയമൊന്നും അല്ലെന്നേ. കർത്താവിൻ്റെ മുമ്പിൽ, അഗ്നിജ്വാലയ്ക്കൊത്ത ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്നൊരു ദിവസം വരും. അന്ന് നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്നാണ് വചനം. അതുകൊണ്ട് ദുഷ്ടന്മാർ, പാപികൾ എവിടെ നിർത്തുകയില്ല. 1-ാം സങ്കീർത്തനം, ന്യായവിസ്താര സമയത്ത് നിവർന്ന് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളണം. അപ്പം നമുക്ക് മടങ്ങി വരാം. അപ്പോൾ സാക്ഷികൾ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ കൃപയിൽ നിന്നും പിന്നെ 6-ൽ നിൽക്കുന്ന മനുഷ്യൻ 5-ലേക്ക് വീണു. അവിടെ നിന്ന് ഇനി എവിടെ എത്തണം? 12-ലെത്തണം. അത് ആ പടിയാണ് ക്രിസ്ത്യ ജീവിതം. 7 പൂർണ്ണത. പൂർണ്ണതയില്ലാതെ അവിടെ ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. 8 പിന്നെ 7 പൂർണ്ണത, 8 പുനരുത്ഥാനം, 6, 7, 8 3-ാം ദിവസം പുനരുത്ഥാനം, 9 കൃപാവരം. കൃപാവരം 9 എന്നല്ലേ ഉള്ളൂ കേട്ടോ. റോമാലേഖനത്തിൽ തന്നെ 22 കൃപാവരമുണ്ട്. ഇപ്പോൾ കൃപാവരങ്ങൾ പ്രാപിക്കണം. 10 വചനം പ്രാപിക്കണം. 11 വിശുദ്ധി പ്രാപിക്കണം. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ ഈ പടിപടിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. അതൊരു പഠനമാണ്. അവിടെ നിർത്തുന്നു. അപ്പോൾ 2-3 സാക്ഷികൾ ആകുമ്പോൾ ഏത് കാര്യവും ഉറപ്പാക്കാം. ലോകത്തിൽ ഒരു കാര്യം കണ്ട നമ്മൾ സാക്ഷി പറയാൻ വരുമോ? വരില്ല. ഇപ്പം നിങ്ങളുടെ വീടിനടുത്തൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകൂടി, ഒരാളെ കുത്തിക്കുന്നു. നേരം ഇവിടുത്തെ പോലീസുകാരും നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ഈ വഴക്ക് കേട്ടായിരുന്നു? ഇല്ല സാറേ, ഒരാഴ്ചയുടെ അമ്മയുടെ അനിയത്തിന് വീട്ടിൽ പോയിക്കായിരുന്നു, ഞാൻ ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടാൽ പോലും നമ്മൾ ആരും എന്ത് ചെയ്യില്ല, സാക്ഷി പറയാൻ വരത്തില്ലെന്നേ. ഇതൊക്കെ നൂലാമാലയാണെന്നേ. അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെ കണ്ടാൽ പോലും നമ്മൾ കേട്ടാൽ തന്നെ കാര്യം നമ്മുടെ പേര് പിന്നെ കേസ് ചാർജ് ചെയ്യും. അതുകൊണ്ടാണെന്നേ. നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞത്, കണ്ട മരണത്തിന് പോലും, കണ്ട കുറ്റത്തിന് പോലും സാക്ഷി പറയുവാൻ തൻ്റെ ഇടത്തോടെ ആരും മുന്നോട്ട് വരാതിരിക്കുമ്പോൾ ദൈവമക്കളുടെ പ്രത്യേകത എന്നാന്ന് പോലും മനസ്സിലായോ? നമ്മൾ കണ്ടിട്ടില്ല യേശു മരിച്ചത്, കേട്ടിട്ടേ ഉള്ളൂ. കാണാത്ത മരണത്തിന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 21 നൂറ്റാണ്ട് കഴിഞ്ഞും ഓരോ ദിവസവും 16,000 പേർ സാക്ഷി പറയാൻ മുന്നോട്ട് വരുന്ന ഒരു മർഡർ കേസ് ലോകത്തിലുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിനാണ്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ടോ? മുറുകെ പറ്റുന്ന പാപങ്ങളും ഭാരങ്ങളും വിട്ട് എന്ത് ചെയ്യണം? ഓടണം. നിങ്ങൾക്കറിയാമല്ലോ, വറചട്ടിയിൽ നിന്ന് വാരി ഉണ്ണുന്ന പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ നിഷേധിച്ച അടിമക്കച്ചവടം നിർത്തലാക്കുവാൻ വിപ്ലവത്തിൻ്റെ വിത്തുപാകിയ വിൽബർ ഫോഴ്സ് വെടിയേറ്റാണ് മരിച്ചത്. ആ മരണത്തിൻ്റെ സാക്ഷി പറയാൻ ആരെയും കിട്ടിയിട്ടില്ല. തൊട്ടുപുറകെ വന്ന എബ്രഹാം ലിങ്കൻ, അമേരിക്കക്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രസിഡന്റാണ്, വെടിയേറ്റാൻ മരിച്ചത്. സാക്ഷി പറയാൻ ആരും വന്നിട്ടില്ല. മിക്കവാറും അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ വെടിയേറ്റാൻ മരിക്കില്ല. ജോൺ എഫ് കെന്നഡി അടക്കം വെടിയേറ്റാൻ മരിച്ചത്. തിക്കൃത്തിൻ്റെ അരമനയിൽ നിന്നും രഹസ്യമായി പിടിച്ചെടുത്ത് പരസ്യമായിട്ട് തൂക്കിക്കൊന്ന സദ്ദാം ഹുസൈൻ്റെ മരണം വിലപ്പെട്ടതാണ്. സാക്ഷി പറയാൻ ആരും വന്നിട്ടില്ല. 538 സാക്ഷികളെ വിസ്തരിച്ച രാജീവ് ഗാന്ധിയുടെ മരണം ശ്രീപെരുമ്പത്തൂരിൽ ഇല്ലേ, സ്ഫോടനാഥ്, ആരും സാക്ഷി പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല. ബോഫോഴ്സ് കേസ്, ബീഹാറിലെ കാലിത്തീറ്റ, കുംഭകോണം എന്ന് വേണ്ട പ്രസിദ്ധമായ കേസുകൾക്കൊക്കെ മനഃപൂർവ്വമായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളും ലോകത്തിൻ്റെ ഏത് കോടതിയിലും നെഞ്ചു വിരിച്ചു പറയും, എന്നെ വിളിക്കുക, ഞാൻ വരാം യേശുവിൻ്റെ മരണത്തിൻ്റെ സാക്ഷിയാകാൻ. അത്ര തൻ്റെ ഇടമുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ സാക്ഷി പറയാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന ഒറ്റ മർഡർ കേസ് ലോകത്തിലുള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ മരണമാണ്. അവനെ കൊല്ലാൻ നേരത്ത് ശിഷ്യന്മാർ പോലും അടുത്തുണ്ടായിരുന്നില്ലെങ്കിലും ഇന്നും കോടിക്കണക്കിന് ആളുകൾ കർത്താവിൻ്റെ മരണത്തിൻ്റെ സാക്ഷിയാകുന്ന ഈ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് 8 വിധ സാക്ഷികൾ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തു വീണ്ടും വരും. ഇതൊക്കെയാണ് കഴിഞ്ഞ പകൽ ഇത് രാത്രി ചിന്തയ്ക്ക് വരാം. എന്തുകൊണ്ട് യേശു വരണം? ഇന്ന് രാത്രി ചിന്തിക്കുന്ന ഒരു പോർഷൻ അതാണ്. എന്തുകൊണ്ട് യേശു വരണം? എന്തുകൊണ്ട് യേശു വരണം? എന്തുകൊണ്ട് യേശു വരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? എന്ത് കൊണ്ടുവരണമെന്ന് എഴുതി വെക്കരുത്. അതെന്തെങ്കിലും കൊണ്ടുവരട്ടെ, കൊണ്ടുവരത്തില്ലയോ? വെളിപ്പാട് പുസ്തകത്തിലുണ്ട്, ഇതാ ഞാൻ വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം അതൊക്കെ തന്നോളും. 2-5-10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കണം. അതിന് തക്കവണ്ണം അങ്ങോട്ട് വരാം. ന്യായവിധിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ട് വരണമെന്ന് വെച്ചാൽ വരാതിരുന്നുകൂടെ. കഴിഞ്ഞ പകൽ ഞാൻ തുടങ്ങി, പെന്തക്കോസ്തിലെ പിള്ളേർക്കൊന്നും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് അറിയത്തില്ല. അവർ പെന്തക്കോസ്തിൽ വന്ന കാലം മുതലേ കേൾക്കുകയാണ്, ആര് വരുന്നു?
ചുമ്മാ അങ്ങനെ വെറുതെ മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് ഈ വരുന്ന ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി പറയുന്നൊരു കാര്യമായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. നമ്മൾ തന്നെ എത്ര കൊല്ലമായി കാത്തിരിക്കുന്നു? ഞാൻ തന്നെ 42 കൊല്ലമായി കാത്തിരിക്കുന്നു. ഇനി എൻ്റെ ജീവിതകാലത്ത് വരുമെന്ന് തന്നെ ആർക്കറിയാം. അപ്പം നമുക്കൊക്കെ മനസ്സ് നിരാശപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോളം, വരാതിരുന്നുകൂടെ ന്യായമായൊരു ചോദ്യമാണ്. ഉത്തരത്തിലേക്ക് നമ്മൾ വരികയാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ എന്താണ്? മാറാത്തവനാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ, വാക്ക് പറഞ്ഞാൽ മാറുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭേദഗതിയൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ ഈ ചെറിയ ഭേദഗതിയൊക്കെ വരുത്തും. നമ്മൾ വചനം പഠിക്കുമ്പോൾ 2 വശം പഠിക്കണമല്ലോ. നമ്മുടെ ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. പോസിറ്റീവ് എനർജി നൽകുന്ന മാത്രമേ പഠിക്കത്തുള്ളൂ. നമ്മൾ പറയും കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവ്, ആ കർത്താവിനെയല്ല എല്ലാവർക്കും ഇഷ്ടം അല്ലേ? അതെ. പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചും കൂടെ നല്ലത് കരയിപ്പിക്കുന്ന ദൈവത്തെ ഇഷ്ടപ്പെടുന്ന. നമ്മളെ കരയിപ്പിക്കുന്ന ദൈവം എന്നെയൊക്കെ എന്തോരം കരയിപ്പിച്ചിരിക്കുന്നു. ആദ്യമൊന്നും മനസ്സിലായില്ല. കരയിപ്പിക്കുന്ന ദൈവത്തെയാണ്, കണ്ണ് തുടയ്ക്കുന്ന ദൈവത്തെക്കാൾ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. നമ്മൾ പറയും ഉത്തരം തരുന്ന ദൈവം, അങ്ങനെയല്ലേ? ഉത്തരം മുട്ടിക്കില്ലേ? എൻ്റെ പൊന്നെ, നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഭക്തനാണെങ്കിൽ ഒരു 10 പ്രാവശ്യം ഉത്തരം മുട്ടിയിരിക്കും. പിന്നെ വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരു കാലത്തും ഉത്തരം മുട്ടുകയില്ല. അവർക്ക് ചോദ്യങ്ങളില്ലല്ലോ. പക്ഷേ നേരം ചൊവ്വായി ജീവിക്കുന്നവർക്കെല്ലാം എന്ത് ചെയ്യും? ഉത്തരം മുട്ടും, ഉറപ്പാണ്. യോബിനൊക്കെ എന്താ ഉത്തരം മുട്ടി? ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ നിഗമനത്തിലെത്തുന്ന ആ മനസ്സിൻ്റെ ഭാവത്തിനാണ് വിലയിടുന്നത്. നേരിടുന്ന പ്രശ്നങ്ങൾക്കും നൽകപ്പെടുന്ന ഉത്തരത്തിനും ഇടയിൽ നീ എങ്ങനെ ജീവിക്കുന്നു, അതാ ദൈവം നോക്കുന്നത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുന്നു, പ്രതിഫലം ഉണ്ടാകും. 2-ാം അധ്യായത്തിലെ കഷ്ടത 42-ലാണ് അനുഗ്രഹം. 40 അധ്യായത്തിൽ യോബ് പിടിച്ചു നിന്നു. 1-2 അധ്യായത്തിലല്ല, പിടിച്ചു നിന്നു. അവിടെയാണ് നമ്മൾ ആരാണെന്ന് മനസ്സിലാകുന്നത് കേട്ടോ. പരീക്ഷയും പരിശോധനയും തമ്മിൽ വ്യത്യാസമുണ്ട്. പരീക്ഷ നമ്മെ അകപ്പെടുത്താനുള്ള പിശാചിൻ്റെ കെണിയുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. പരിശോധന അകപ്പെട്ട കെണിയിൽ നിന്നും പുറത്തു വരാനുള്ള ഉരച്ചു നോക്കുന്ന ഉരകല്ലാണ്. രണ്ടും 2 രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അപ്പം മുന്നോട്ട് പോകാം. അപ്പോൾ എന്തുകൊണ്ട് വരണം? ദൈവം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. തിമോഥെയോസ് ലേഖനത്തിലുണ്ട്, അവൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവനൊരിക്കലും കഴിയില്ല. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഇതൊക്കെ മുഖവരകൾ, ഇതൊക്കെ പഠിക്കണം. വാഗ്ദത്തങ്ങൾ എന്താ? ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, പെരുവെള്ളം നിനക്ക് മീതെ കവിയുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇതൊക്കെ കോമൺ വാഗ്ദത്തങ്ങളാണ്. ആർക്കും വിശ്വസിക്കാം. രക്ഷിക്കപ്പെട്ടവർക്കും വിശ്വസിക്കാം, രക്ഷിക്കപ്പെടാത്തവർക്കും വിശ്വസിക്കാം. രക്ഷിക്കപ്പെടാത്തവരെയും കർത്താവ് സൗഖ്യമാക്കൂന്നേ, ആക്കൂല്ലേ? ആക്കും. ഞാൻ തന്നെ ആർക്ക് വേണ്ടി സൗഖ്യം? അതുകൊണ്ടല്ലേ ആൾ രക്ഷിക്കപ്പെടുന്നേ. അതുകൊണ്ട് മുഖാന്തരം സൗഖ്യം രക്ഷയൊന്നുമല്ല. ആ കാലത്ത് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആൾ അതൊക്കെ അങ്ങനെ അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ തെങ്ങയെ നീ വീണു രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെടാൻ പറ്റുമോ? വിടൂല. തെങ്ങയെ നീ വീണാൽ രക്ഷപ്പെടാൻ പറ്റും, രക്ഷിക്കപ്പെടാൻ പറ്റില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവ് രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ പക്ഷെ ദൈവസഭയ്ക്ക് ദൈവം നൽകിയത് ഭാവികാല പദപ്രയോഗങ്ങൾ 3 മറക്കണ്ട. കോമൺ ആയിട്ട് ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന കുറേ വാഗ്ദത്തങ്ങളുണ്ട്. അതെല്ലാവർക്കും എല്ലാ കാലത്തും സ്വീകരിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ആർക്കും വേണമെങ്കിലും സ്വീകരിക്കാം, ഏത് കാലത്തും സ്വീകരിക്കാം. അതുപോലത്തെ ഒരു എക്കോ ഉള്ള ശബ്ദമുണ്ടോ? എക്കോ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഹലോ 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 ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് എവിടെ വെച്ച് പറഞ്ഞതാ? പാലസ്തീൻ്റെ മണ്ണിൽ വെച്ച് പറഞ്ഞതാ എന്ന് പറഞ്ഞതാ 2000 കൊല്ലം മുമ്പ്. അതിൻ്റെ എക്കോ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലേ. ഇന്നലെയും ആ ശബ്ദം കേട്ടവർ മാത്രം ഒരു സ്വത്രം പറഞ്ഞ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ഇന്ന് കേട്ടൊരു സ്വത്രം പറഞ്ഞ്, നാളെയും കേൾക്കുമെന്നുള്ള ഒരു സ്വത്രം പറഞ്ഞ്, മരണം വരെ അത് കേൾക്കുന്നൊരു സ്വത്രം പറഞ്ഞ്. അപ്പോൾ ഇതുപോലത്തെ ഒരു എക്കോ ലോകത്തിൽ എവിടെ ഉള്ളത്? ഇതൊക്കെ കൂട്ടി വെക്കേണ്ടി വരും. ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് സഭയോട് പറഞ്ഞത് നാളെകളിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ ഭാവികാല പദപ്രയോഗങ്ങൾ 3 വേറെ ഒന്നുമില്ല. അതേതാന്ന് നോക്കാം. 1, ഞാൻ എൻ്റെ സഭയെ പണിയും. 1-ാമത്തെ വാഗ്ദത്തം ഏതാ? ഞാൻ എൻ്റെ സഭയെ പണിയും. 2-ാമത്തെ വാഗ്ദത്തം, ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. 2-ാമത്തെ വാഗ്ദത്തം. 3, ഞാൻ പോയതുപോലെ വീണ്ടും വരും. 3 ഉള്ളൂ. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ സൗഖ്യമാക്കും, വിടുവിക്കും, ശക്തീകരിക്കും, ഇതൊക്കെ കോമണാണ്. രക്ഷിക്കപ്പെട്ട ദൈവസഭയ്ക്ക് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ എത്രണ്ണമേ ഉള്ളൂ? 3 ഭാവികാല വാഗ്ദത്തങ്ങൾ. ഇംഗ്ലീഷിൽ ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്നാണ്. ഐ വിൽ സെൻഡ്, ഐ വിൽ കം എഗെയിൻ.
ഐ വിൽ എന്ന പദം എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അറിയാമോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അതാ ഇല്ലേ? വോളിബോളിൻ്റെ പന്ത് മുന്നോട്ട് വരുമ്പോൾ ഐ വിൽ എന്ന് പറഞ്ഞാൽ ഷാൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്തോളാം, ഞാൻ ഉറപ്പായിട്ട് എടുത്തോളാം എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആ പദം വ്യാഖ്യാനിക്കേണ്ടത് ഞാൻ ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും എൻ്റെ സഭയെ പണിയുന്ന, ഞാൻ ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ തരും. അതുപോലെ തന്നെയാണ് ഞാൻ ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും പോയതുപോലെ വീണ്ടും വരും. എത്ര ഉറപ്പാണ് ദൈവമക്കളെ അത്! അത് നമുക്കൊന്ന് പുറകിലോട്ട് ഇറങ്ങി ഒന്ന് ചിന്തിക്കുക അല്ലേ? കുറച്ച് ബാക്കിലേക്ക് ചിന്തിക്കുക. ഒന്നാമത്തെ വാക്തത്വം എന്തുവാ? ഒന്നാമത്തെ വാക്തത്വം ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സഭ നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന അർത്ഥം എന്താണെന്നറിയാമോ? ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് സഭ. അതല്ലേ പഠിച്ചു വച്ചിരിക്കുന്നത്? തെറ്റൊന്നുമില്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ദൈവശാസ്ത്രത്തിൽ അല്പം വ്യത്യാസമുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭയെങ്കിൽ അതുപോലത്തെ സഭ ഇഷ്ടം പോലെയുണ്ട്. എല്ലാ സഭയുടെ അവസാനം സഭ എന്നല്ലേ? കത്തോലിക്ക സഭ, മർത്തോമ സഭ, ഇവാഞ്ചലിക്കൽ സഭ, CSI സഭ, വിശ്വകർമ്മ സഭ, കേരള പുലയർ മഹാ സഭ, സാംബവ സഭ, ചേരമർ. നിങ്ങളെല്ലാം മിണ്ടാത്ത അതൊക്കെ സഭയല്ലയോ? നിങ്ങൾ വർത്താനം കേട്ടാൽ നിങ്ങൾ മാത്രമേ സഭയുള്ളൂ, അതൊക്കെ സഭയല്ലേ? സഭ ഇനിയുണ്ടെന്നേ. നിയമ പറ മക്കളെ, നിയമ സഭ, ലോക സഭ, രാജ്യ, അതെല്ലാം സഭയല്ലയോ? സഭയല്ല വെച്ചാൽ അതൊക്കെ സഭയാണെന്നേ. ആ സഭ ഈ സമയം വലിയ വ്യത്യാസമുണ്ടോ? എന്ത് വ്യത്യാസം? അവിടെ മുണ്ട് പറിച്ച് അടിക്കുന്നു, ഇവിടെയും അടി. ഇവിടെ എല്ലാവരും പാൻറ്റിട്ട് വന്നുകൊണ്ട് പിന്നെ പറിച്ചടിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അടിയാണെന്ന്, എല്ലായിടത്തും അടിയും ബഹളമാണെന്നേ. ഈ സഭായോഗം എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഉച്ച കമ്മിറ്റി, എൻ്റെ പൊന്നു, ചില സഭയിലൊക്കെ പറഞ്ഞു ചെയ്യുന്നേക്കാം, ഉച്ച കഴിഞ്ഞാൽ കമ്മിറ്റി ഉണ്ട്, പിള്ളേരെല്ലാം വീട്ടിൽ പോകണം. എന്നാ കാര്യം? എന്നാ കാര്യമെന്നാ? രാവിലെ നമ്മൾ പറയത്തില്ലയോ, എടാ എല്ലാവരും കാണാവുന്ന ചാനൽ വെച്ചാൽ സ്പോർട്സ്, കുന്തം, കുടച്ചക്രം എല്ലാവരും കാണാവുന്ന ചാനൽ വെക്കടാ, നമ്മൾ പറയത്തില്ലയോ? ഉച്ചകഴിഞ്ഞ് പിള്ളേർ പറയാം ഞങ്ങൾ പോകുന്നില്ല, എല്ലാവർക്കും പറയാവുന്ന ഈ സഭയെ പറഞ്ഞാൽ മതി എന്ന് പിള്ളേർ പറഞ്ഞാൽ നിൻ്റെയൊക്കെ ഗ്യാസ് തെറിക്കും, മനസ്സിലായോ? പിള്ളേരെ പറയാത്ത നിങ്ങളുടെ ഭാഗ്യമൊന്നും കൂട്ടിച്ചാൽ മതി. അവരെന്നാ മിണ്ടാത്തതെന്നറിയാമോ? നിങ്ങളുടെ കമ്മിറ്റിയിലൊന്നും ഇഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും അല്ല അവർ മിണ്ടാത്തത്. അവർക്കിപ്പോൾ എഞ്ചിനീയർ ആകണം, ഡോക്ടറാകണം, UK പോകണം, അതിന് നിങ്ങളുടെ സഹായം വേണം, അതാണ് മിണ്ടാത്തത്. അവരെ എന്നാകുന്നോ അന്ന് നിങ്ങളെയൊക്കെ കായ്ക്ക ചാ പഠിപ്പിക്കും അവർ. എന്താ ഈ പിള്ളേർ സഭയിൽ നിന്നും വരാത്തതിൻ്റെ കാര്യം എന്താ? നമ്മുടെ ഈ ഇടപാടും വർത്തമാനവും ആക്രോശങ്ങളും എന്നെ ഇടപാടെന്നറിയാമോ? 1000 പേരുള്ള സഭയെ ഒരു അച്ഛനെ കൊണ്ടു നടക്കാം, ഒരു കുഴപ്പമില്ല. 10 കുടുംബമുള്ള സഭയെ പാസ് കൊണ്ടു നടക്കാൻ പറ്റില്ല. ഞാഞ്ഞൂലിനും സീസ്കാരാ, ഞാഞ്ഞൂല്ലേ പെണ്ണുമ്പിള്ളയോട് വർത്താനം പറയാത്തവനും പോലും സഭയിട്ട് പാസ്റ്റോട് പെണ്ണുമ്പിള്ളയുടെ അടുത്ത് മിണ്ടത്തില്ല. നമ്മൾ ഈ രീതികളൊക്കെ മാറ്റി. ഞാൻ സഭാലക്ഷണത്തിലേക്ക് വരിക. അത് ഞാൻ നിങ്ങളുടെ കുറ്റം പറയാൻ വന്നൊന്നുമല്ല, എൻ്റെയും കുറ്റം പറയും. ഇതൊക്കെ നമ്മുടെ സ്വഭാവങ്ങളെ. ഞാൻ പറഞ്ഞ ഓരോ ക്ലാസ്സും കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാ അന്യഭാഷയാണോ വേണ്ടത്? അതൊക്കെ പണ്ട് തന്നെ പറഞ്ഞു, നമ്മൾ പണ്ടേ പ്രാപിച്ചു. അതൊക്കെ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ലയോ? സ്വഭാവ രൂപീകരണമാണെന്നേ വേണ്ടത്. ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ, ഒരു ഉപവാസം കഴിയുമ്പം ഏതെങ്കിലും ഒരു വാല് മുറിച്ച് കളയാൻ പറ്റിയില്ലെങ്കിൽ, മുറിച്ചല്ല കളയേണ്ടത്. ഞാൻ കോട്ടയത്തെ കഴിഞ്ഞ ദിവസം ന്യൂവിൻ്റെ ചർച്ച ക്ലാസ് എടുക്കുകയായിരുന്നു. കോട്ടയം ഭാഷയിൽ മുറിച്ച് കളയുക, പറിച്ച് കളയുക. പ്രസംഗവിഷയത്തിൻ്റെ പേരാ എന്തോ? മുറിച്ച് കളയുക. നിങ്ങൾ പറ, മുറിച്ച് കളയണോ പറിച്ച് കളയണോ? പറിച്ച് കളയണം. മുറ്റത്തെ പുല്ല് എന്ത് ചെയ്യണം? മുറിച്ച് കളഞ്ഞാലോ പിന്നെയും വരും. തലമുടി എന്ത് ചെയ്യും? മുറിച്ച് കളയും. മുറിച്ച് കളഞ്ഞാലോ പിന്നെയും വരും. അതുകൊണ്ടല്ലേ ബാബർ ഷാപ്പ് വരെ ജീവിക്കുന്നത് ഇല്ലേ? പറിച്ച് കളഞ്ഞാലോ പിന്നെ വരികയില്ല. നമ്മളെ ബന്ധുക്കൂസാർ 90% മുറിച്ച് കളഞ്ഞോ പറിച്ച് കളഞ്ഞോ? മുറിച്ച് കളഞ്ഞോ. എന്താ തർക്കം? നിങ്ങൾ മിണ്ടായിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ വലിയ അതൊന്നുമല്ല. പറിച്ച് കളഞ്ഞിട്ടില്ലെന്നേ. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ കിടക്കുന്നില്ല. ഉപവാസാലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി ഏത് ജാതി? 2.5 ഏക്കറിനകത്ത് വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന ജാതിയുടെ കാര്യമല്ല ഈ പറഞ്ഞത്. വേറൊരു ജാതിയുണ്ട് അതിനകത്ത്. നമ്മൾ തന്നെ പാടുമല്ലോ, ഇതുപോലൊരു ശരിയാ, വേറെ ജാതികളൊക്കെ അതിനകത്തുണ്ടെന്ന്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാസ്റ്റ് വ്യത്യാസമൊന്നുമല്ല. ഏതാ ജാതി എന്നറിയാമോ? ജാതികളെ നീക്കി കളഞ്ഞിട്ടല്ലേ അബ്രഹാമിന് സ്ഥലം കൊടുത്തേ. അവിടെ എത്ര ജാതിയുണ്ട്? 10. ആ സ്വഭാവം പഠിക്കുക ആദ്യം. ആ 10 ജാതികളുടെ സ്വഭാവം ഇന്ന് സഭയിലുണ്ടോയെന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ ശരിയായ വേർപെട്ടവരാണോ എന്ന് മനസ്സിലാകുന്നത്. അല്ലാണ്ട് അന്യഭാഷ പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു, വിയർത്തു, കുളിച്ചു, ബന്ധനം വഴിച്ചു, ഇന്ധനവും തീർന്നു, അതൊന്നും അല്ല കാര്യം.
അപ്പോൾ നിങ്ങൾ നോക്കി, അപ്പോൾ ഏതാ സഭ? സഭയ്ക്ക് ഒരു വ്യത്യാസം വരുത്താം. ദൈവം തൻ്റെ പദ്ധതികൾ സാക്ഷാത്കരിക്കേണ്ടതിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാ സഭ. അപ്പോൾ ആദ്യത്തെ വ്യാഖ്യാനം എന്താ? ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടൊരു കൂട്ടം. അതിനകത്ത് ഇതെല്ലാം വിടും. പക്ഷേ ഞാൻ പറഞ്ഞ തിയോളജിക്കൽ വാക്ക് കേട്ടോ, ദൈവം തൻ്റെ പദ്ധതികൾ നടപ്പിൽ വരുത്തേണ്ടതിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ഈ ബോധം ഉണ്ടായാൽ അടി കൂടുമോ സഭയെ? ഉണ്ടാവുമോ? കാരണം ദൈവം എന്നെ സഭയെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ പദ്ധതികൾ നടപ്പിൽ വരുത്താനല്ല, എൻ്റെ ബഡ്ജറ്റിൽ നടപ്പിൽ വരുത്താനല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ ഓതറയിൽ നടപ്പിൽ വരുത്താനാണ് ദൈവം എന്നെ ഓതറയിൽ ദൈവസഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ പ്രശ്നമില്ല. അത് ബോധ്യപ്പെടാത്തതാണ് പ്രശ്നം. അങ്ങനെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ എത്ര സഭയുണ്ട്? 2 സഭ. ഒന്ന് ഇസ്രായേൽ സഭ, 2 ദൈവസഭ, ഇല്ലേ? 2 ദൈവസഭ. പഴയ നിയമത്തിലെ സഭയുടെ പ്രത്യേകത എന്താ? ഇസ്രായേൽ സഭ. സഭയും ദൈവവും തമ്മിൽ ആരാ? ഭാര്യയും ഭർത്താവും. അങ്ങനല്ലേ? അങ്ങനെ വ്യാഖ്യാനം, അങ്ങനെ സിംബോളിക്കായിട്ട് ഭാവന അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ദൈവം പറഞ്ഞത്, ഞാനല്ലോ നിൻ്റെ ഭർത്താവ്. കേട്ടിട്ടില്ലേ? അങ്ങനെ. അതുകൊണ്ട് ഇസ്രായേൽ മറ്റു ദൈവങ്ങളെ അടുത്ത് പോകുമ്പം നീ വ്യഭിചാരം ചെയ്തു, പരസംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ കാര്യം അതാ. മറ്റു ദേവന്മാരെ ആരാധിക്കുമ്പം ദൈവം അങ്ങനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഒരു സഭയാണ്, മനസ്സിലായോ? ഒരു സഭയുടെ പണി എന്ന് പറഞ്ഞാൽ എന്തുവാ? സഭയുടെ പണി എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഈ സഭ പണിയുമ്പോൾ ആദ്യം എന്തോ ചെയ്യുന്നത്? വാനം താഴ്ത്തൂല്ലേ? മൂലക്കല്ലിടും, പിന്നെ കെട്ടി ഇതിപ്പോൾ രണ്ടാമത് പണിതാന്ന് തോന്നുന്നു. മതിലൊക്കെ വെച്ച് ഇങ്ങനെ പണിത് ഇങ്ങനെ മേലോട്ട് പൊക്കുമല്ലേ. അവസാനം പണ്ടാണെങ്കിൽ ഇങ്ങനെ കഴുക്കോലൊക്കെ വെച്ച് കോടി അടിച്ച് കവത്തോട് വെച്ച് ഓട് താങ്ങി വെച്ച് അങ്ങനെ ഫിനിഷ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സഭയുടെ പണി ആരംഭിക്കുമ്പോൾ ആദ്യം എന്തോ വേണം? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കൊരു വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ തീർപ്പാനും വകയുണ്ടോ അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ. അതിൻ്റെ അർത്ഥം നല്ല വിശാലമായ അർത്ഥമാണ്. കാരണം അന്ന് 80,000 താലന്തം കണ്ട് കടം ചോദിച്ചു പീലാത്തോസ് കണ്ട് റോമൻ സർക്കാരിനോട്. കടം ചോദിക്കാൻ വേണ്ടി ആളെ വിട്ടേച്ചാണ് ഇവിടെ പണി തുടങ്ങിയത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ലോൺ തരാനായിട്ട് കാശില്ലെന്ന്. അപ്പോൾ വലിയ ഭീമൊക്കെ പണിത് വെച്ചേക്കുക പീലാത്തോസ്. പറഞ്ഞു അത് പണിയാൻ കാശില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഓരോ പണിയാൻ ആഗ്രഹിക്കുന്നതിനും എന്തോ ചെയ്യണം? തീർപ്പാനം ഭാഗ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം. ആ പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നമ്മുടെ വീട് പണിയുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. അതൊക്കെ പോകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇസ്രായേൽ സഭയുടെ വാനം താഴ്ത്തിയത് അറിയാമല്ലോ. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം ക്രിസ്തു വരെ 14. 14 × 3 = കാൽക്കുലേറ്റർ വേണമായിരിക്കും ഇല്ലേ? 40. അതിൻ്റെ എല്ലാം ഈ കൂട്ടുന്നതാരനെ പണ്ടെന്ന് പറഞ്ഞാൽ പൈറ്റിമുക്കാൽ അല്ലേ? പൈറ്റിക്കാൽ 2.5 പൈറ്റിമുക്കാൽ അങ്ങനെയാണ് പണ്ടത്തൊക്കെ ഞങ്ങൾ കണക്കൂട്ടുന്നത്. ഇപ്പം പിന്നെ പിള്ളേർക്ക് എന്താ വേണം? എന്നാ പറഞ്ഞാലും ഇത് വേണം. തൊട്ട് കൂട്ടാൻ അച്ചാറില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഈ സാധനം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടാൻ പറ്റുള്ളൂ. അപ്പം 14 × 3 = 42. അബ്രഹാം മുതൽ പിറകിലേക്ക് ആദാം വരെ 20 തലമുറയുണ്ട്. അപ്പോൾ ആദാം മുതൽ ക്രിസ്തു വരെ എത്ര തലമുറയുണ്ട്? 62 തലമുറയുണ്ട്. 20 തലമുറ കൊണ്ടാണ് വാനം താഴ്ത്തിയത്. ദൈവസഭയ്ക്ക് മൂലക്കല്ലിടാൻ, ഇസ്രായേൽ സഭയ്ക്ക് മൂലക്കല്ലിടാൻ 20 തലമുറകൾ കൊണ്ട് എന്ത് ചെയ്തു? വാനം താഴ്ത്തി. ആദാമാണ് ആദ്യ മനുഷ്യൻ. പക്ഷേ നരവംശത്തിൻ്റെ ആദ്യ മനുഷ്യനാണ്. വിശ്വാസിലെ പിതാവ് ഉള്ളിയല്ല. വിശ്വാസിലെ പിതാവ് ആരാ? അബ്രഹാമാണ്. എന്തുകൊണ്ട് ആദാമിനാക്കിയില്ല? കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് അബ്രഹാമിനും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്നാലും 1100 മൈൽ യാത്ര ചെയ്തതും വിശ്വാസത്താൽ യാത്ര ചെയ്തതും അബ്രഹാമാണ്. ആദാമല്ല യാത്ര ചെയ്ത്. ആദാമിന് ഇട്ടാവട്ടം കൊടുത്തിട്ട് തന്നെ 8 നില പൊട്ടി ഇല്ലേ? പക്ഷേ ഇവൻ 1100 മൈൽ യാത്ര ചെയ്തിട്ടും പള്ളിയില്ല, പട്ടക്കാരുമില്ല, ന്യായപ്രമാണമില്ല, ശാസ്ത്രിയില്ല, ഒന്നുമില്ല, തമ്പേറില്ല, കീബോർഡും ഇല്ല, സാറാ പോലും ആമ്യം പറഞ്ഞിട്ടില്ല പല കാര്യത്തിലും. എന്നിട്ടും മമ്മറയുടെ തോപ്പിലാണെങ്കിലും മുട്ടുകുത്തിയപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ആ വ്യത്യാസം കണ്ടോ? അതുകൊണ്ട് വിശ്വാസിലെ പിതാവ് അബ്രഹാം, നരവംശത്തിൻ്റെ പിതാവ് ആരാ? ആദാം. അപ്പോൾ അബ്രഹാം മുതലാണ് ഇസ്രായേൽ സഭയുടെ പണി തുടങ്ങുന്നത്. മൂലക്കല്ലപ്പം അബ്രഹാമാണെന്ന് പറയേണ്ടി വരും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കല്ലുകൾ വെച്ച് പണിയുകയാണ്. ആ കല്ലുകളുടെ പേരാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. എടുത്തു വെച്ച് മത്തായി 1 വായിക്കാറുണ്ടോ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം, ദിനവൃത്താന്ത പുസ്തകം ഒന്നും വായിക്കാറില്ല. കാരണം മൊത്തം കണക്കാണ്. അവൻ ഇവനെ ജനിപ്പിച്ചു, ഇവൻ അവനെ ജനിപ്പിച്ചു. ആർക്കറിയാം? അവൻ നമുക്ക് എന്നാ കാര്യം? നമുക്ക് ഈ സംഗീതനം വായിച്ചാൽ കഞ്ഞി കുടിക്കാറില്ല. കാരണം അതാകുമ്പോൾ 1-2 വരികളുള്ളൂ. പെട്ടെന്ന് കഞ്ഞി കുടിച്ച് ചൂടാറുമ്പോൾ എന്ത് ചെയ്യാം? കിടക്കാം. മത്തായിയുടെ 1-ാം അധ്യായത്തിലാണ് ഈ സംഭവം. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. ഇനി അവിടെ ഇങ്ങോട്ട് അവനെ നമ്മുടെ യേശുക്രിസ്തു നിർമ്മിക്കുന്ന 42 കല്ലുകളുണ്ട്. ഈ കല്ലെന്ന് പറഞ്ഞാൽ അപ്പന്മാരുടെ പേരായി പറയുന്നത്. അബ്രഹാം ആരെ ജനിപ്പിച്ചു? ഇസ്ഹാക്ക്. അങ്ങനെ ഇതെല്ലാം കല്ലുകളാണ്. അവിടെ എല്ലാം നോക്കിക്കൊള്ളാം. അപ്പന്മാരുടെ പേരായി പറയുന്നത്. ആരുടെ പേര്? അപ്പന്മാരുടെ പേര്. അവരുടെ പ്രത്യേകത എന്താ? പവിഴ നിറമുള്ളവർ,
സുനേത്രന്മാർ, കണ്ടാൽ കോമള രൂപികൾ. ഇതാണ് കല്ല്. അങ്ങനല്ലേ? നല്ല ശ്രേഷ്ഠമായ കല്ല് വെച്ചല്ലേ അടിത്തറ പണിയുന്നേ? അല്ലേ? ഇഷ്ടിക വെച്ച് വീട് പണിയാം, പക്ഷേ ഇഷ്ടിക വെച്ച് തറ കെട്ടാൻ പറ്റുമോ? ഇതിൻ്റെ അടിയിൽ എന്തോ കിടക്കുന്നേ? എന്നാ കല്ല്? മൺകട്ടയാണോ? പാറക്കല്ല്. സ്ട്രോങ് ആണ് ആ സംഗതി, ഇല്ലേ? മൂലക്കല്ല്. മൂലക്കല്ലൊക്കെ ഇടുന്ന കാര്യം പറയുമ്പോൾ ഓർത്ത് പോവുക. നമ്മുടെ ആളുകൾക്കൊക്കെ ഭയങ്കര ദുരുപദേശമുണ്ട് കേട്ടോ. എന്നാളൊരു ആളെന്നോട് പറയാം, ഞാൻ മൂലക്കല്ലിട്ടിരിക്കുന്ന പാസ്റ്റർക്ക് അറിയാമോ? ഞാൻ പറയും അറിയാമല്ല. ഞാൻ ഈ ഇഷ്ടയും കൊണ്ടൊരു കോളം ഇങ്ങനെ വാർത്ത് ഉണ്ടാക്കും, ഒരു ചെറിയ കോളം, അതിന് അടപ്പും വാർത്തുണ്ടാക്കും. എന്നിട്ട് പ്രാർത്ഥന ചെയ്യുമ്പം ഒരു ബൈബിൾ അതിനകത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഈ അടപ്പ് വെച്ച് അതാ മൂലക്കല്ലിടുന്നതെന്ന്. ഞാൻ ലോകപ്രശസ്തനും കൂടെ പുള്ളി. ഞാൻ എത്രാമത്തെ വീട്? 4ാമത്തെ വീട്. ആരും പറഞ്ഞു തന്നില്ലയോ? പറയാൻ ധൈര്യമുള്ളവരാരുമില്ല. ഞാൻ പറയും. ചിലപ്പോൾ ഇത് അങ്ങേരും കേൾക്കുന്നുണ്ടാവും. ഞാൻ പറയും. ഇതിനൊന്നും വചനമില്ല മക്കളെ. നിങ്ങൾ എത്ര പ്രശസ്തനാണേലും ഇതിനകത്തില്ലാത്തത് ആര് പറഞ്ഞാലും വേസ്റ്റ് ബോക്സിലിടാനുള്ള തൻ്റെ ഇടം കാണിക്കണം ആദ്യം, മനസ്സിലായി? അല്ലാണ്ട് കയറി വെച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും പ്രശസ്തനാണ്, അങ്ങനെയാണ്, തിയോളജിയിലാണ്, വേദപണ്ഡിതനാണ്. വീട്ടിൽ പോകാൻ പറ. വചനത്തിലില്ലാത്ത കാര്യം ആര് പറഞ്ഞാലും എടുക്കാൻ പാടില്ല ദൈവമക്കൾ. അതിനെ തള്ളാൻ കഴിയണമെങ്കിൽ നമ്മൾ വചനം പഠിക്കണ്ടേ? സ്തോത്രം. ഞാൻ പറഞ്ഞു, നിങ്ങളാരും തിരുത്തിയില്ല ഇതുവരെ. അങ്ങനെയൊന്നും ഒരു വ്യവസ്ഥയില്ല. അത് ചെയ്യുകയും ചെയ്യരുത്. അത് പറഞ്ഞ് ഞാനങ്ങ് ആ ഭാഗം വിടുകയാണ്. അപ്പോൾ 42 കല്ലുകൾ വെച്ച് പണിയാണ്. ഈ കല്ലുകളൊക്കെ നല്ല സുന്ദരം കല്ലുകളല്ലേ? യഹൂദനാണല്ലോ സൗന്ദര്യമുള്ളവർ. അപ്പോൾ ഈ സുന്ദരം കല്ലെന്ന് പറയുമ്പം ആ കല്ലിനകത്ത് ഈ ഇസ്രായേൽ സഭയെ ദൈവം മാറ്റും എന്നുള്ളതിൻ്റെ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പഠിക്കണം. അത് 1-ാം അധ്യായത്തിലാണ്. അതായത് ഇവർ അഹങ്കാരികളായി മാറിയതുകൊണ്ട് കർത്താവിൻ്റെ യഹോവയുടെ ഭാര്യാപദത്തിൽ ഇവർ പവിത്രതയ്ക്ക് ദോഷം സംഭവിക്കുന്ന പരസംഗം ചെയ്തതുകൊണ്ട്, അന്യദേവന്മാരെ സേവിച്ചതുകൊണ്ട് ഞാൻ ഇവരെ എന്തു ചെയ്യും? മാറ്റും. പകരം വേറെ സഭയെ കൊണ്ടുവരും. അതാ പുതിയ നിയമസഭ. നമ്മൾ വരാൻ കാരണം അവർ ദോഷം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവരെ മാറ്റുന്ന സൂചന കാണണോ? നിങ്ങൾക്ക് സൂചന കാണണോ? ശ്രദ്ധിച്ചോ. ഇസ്രായേലിനൊരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന? കർത്താവേ, നീ ഞങ്ങളെ പുറജാതിക്കാരനായിട്ടും പിന്നെ ഒരു സ്ത്രീ ആയിട്ടും പിന്നെ ഒരു നായ പട്ടിയായിട്ടും സൃഷ്ടിക്കാത്തതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പെണ്ണാണ് പാപം ചെയ്ത്, നായയാണ് ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്നത്, പുറജാതിക്കാരൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുള്ള ആഹാരം. അപ്പോൾ ഈ 3ഉമായി സൃഷ്ടിക്കാത്തതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അഹങ്കാരത്തിൻ്റെ കയ്യും കാലം വെച്ചവനാണ് ആര്? യഹൂദനും പരീശനും. അവർക്ക് പ്രത്യേകം 35 പ്രത്യേകം എൻ്റെ പുസ്തകത്തിനകത്തുണ്ട്. പുസ്തകം ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇവരിങ്ങനെ പോരുമ്പം ഇവരെപ്പോൾ ഒരാളില്ലെന്നും പറഞ്ഞ് നടക്കുമ്പോൾ ഇവർക്ക് അഹങ്കാരം കൂടി. അഹങ്കാരത്തിന് ഞാൻ നിനക്ക് കണക്കിന് തരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൈവം ചില സിഗ്നലുകൾ കൊടുത്തു. ആ സിഗ്നലാണ് 1-ാം അധ്യായത്തിലെ 3-4 പെണ്ണുങ്ങൾ. അറിയാമോ? 1-ാമത്തിലെ പെണ്ണുങ്ങളുടെ പേര് പറയാമോ? പുസ്തകം നോക്കാതെ പറയാമോ? ഈ നോക്കിയേച്ച് കാണാതെ പറയാനുള്ള അപാരമായ കഴിവ് പെന്തിക്കോസുകാർക്കുണ്ട്. പുസ്തകം നോക്കണം. 1-ാം അധ്യായം നോക്കി ഇങ്ങോട്ട് നോക്കി പറ. 1-ാമത്തിലെ പെണ്ണുങ്ങളുടെ കാര്യം പറ. 1 രാഹാബ്, അടുത്തത് താമാർ, പിന്നെ രൂത്ത്. ഒരാളും കൂടെ ഉണ്ടല്ലോ, ഊരിയാവിൻ്റെ. നോക്കിക്കേ എന്താ എഴുതിയേക്കണം, നോക്കിക്കേ. മത്തായി 1 ബേശേബ. അതൊന്നും അവിടെ ഇല്ല. നോക്ക്, ആ വാക്യം വായിക്കേ. ആരും ഒരാൾ ഉറക്കെ വായിക്കേ. കണ്ടോ? ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ സൽമോനെ ജനിപ്പിച്ചു. അതൊന്ന് പറഞ്ഞു. ഇനി ആ നോക്കണ്ട. ചില നോക്കുക, ഇതൊക്കെ ഇവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയിരിക്കുക. പുസ്തകം ഇല്ല, കേവലമാത്സവത്തിൽ അവനവൻ്റെ പുസ്തകം അവരൊക്കെ തന്നു വിടുന്നതായിരിക്കും. വീട്ടിൽ പോയി വായിക്കാം. ഇങ്ങോട്ട് നോക്കിയില്ലേ? അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ 4 പെണ്ണ് ഇവരെന്തോ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, നീ ഞങ്ങളൊരു സ്ത്രീയായി സൃഷ്ടിക്കാത്തതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ യേശുവിൻ്റെ അമ്മൂമ്മമാരിൽ 4 പെണ്ണുങ്ങളെ കയറ്റിയിട്ടേക്ക്. അത് ഒരെണ്ണം ഗുണമുള്ളതാണ്. ഏതേലും എണ്ണം കുടുംബത്തിൽ പിറന്നാണോ? അല്ലെന്ന്. രാഹാബ് അറിയാമല്ലോ. ഇനി വിശദീകരിക്കണോ? മുഴുവൻ പറഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകും. ചരടും കെട്ടി മതിലൊക്കെ കയറിയിരുന്നു അല്ലേ? നമ്പർ 1 സംഭവമാണ് രാഹാബ്. അങ്ങനെ തന്നെ പദ്ധതി എഴുതിയിട്ടുണ്ട്. അവളുടെ പേരെന്താണെന്ന് തൊഴിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ആ പുള്ളിക്കാരത്തി ആരാണപ്പോൾ? അല്ലോ, ഞാനിതൊക്കെ ഈ പാരമ്പര്യത്തിൻ്റെ കടയ്ക്കൊക്കെ കത്തി വയ്ക്കുന്ന സൂചന ദൈവം കൊടുത്തേക്കണ കണ്ടോ? അടുത്ത ആരാ? താമാർ. പറയാൻ കൊള്ളാവുന്ന കേസാണോ? വഴിയരികെ തലയും മൂടിയിരുന്നു. എന്നോ പറയാൻ ഇതിനെക്കുറിച്ചൊക്കെ. അടുത്ത പാർട്ടി ഏതാ? രൂത്ത്. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ 10-ാം തലമുറ വരെ കയറാൻ പാടില്ലാത്തവരാ അമ്മൂനിരും പിന്നെ ഇവരൊക്കെ. അപ്പം മോവാബിരും. അപ്പോൾ അതിൽ ഗുണമുണ്ടോ? ഇല്ല. 4-ാമത്തെ പേരോ? അത് പേര് പോലും ഇല്ല. ഊരിയാവിൻ്റെ ആ ഭാര്യയ്ക്ക് പേരില്ലേ? ഉണ്ട്. എന്തുവാ പേര്?
ബത്ശേബ എന്താ എഴുതാത്തത്? എഴുതൂല. എന്താ കാര്യം? ബൈബിൾ എഴുതുന്ന 4 പ്രചോദനമാണ്. ഞാൻ ബൈബിൾ ശാസ്ത്രം പഠിപ്പിച്ച് പറയും. ഭാഗിക പ്രചോദനം, ആശയ പ്രചോദനം, സമ്പൂർണ്ണ പ്രചോദനം, അങ്ങനെ 2-3 പ്രചോദനമുണ്ട്. അതിൽ ഇൻസ്പിറേഷൻ, ബൈബിൾ എഴുതാനുള്ള പ്രചോദനം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണ്. മത്തായി എഴുതുന്നത്, ഈ പുള്ളി യഹൂദനാ, പക്ക യഹൂദനാ, യേശുവിൻ്റെ രാജ്യത്വമാണ്, അടിപൊളിയായിട്ട് യേശുവിൻ്റെ രാജ്യത്വം വിശു വരിക എന്നൊക്കെ പറഞ്ഞ് എഴുതുള്ളൂ. മത്തായി പല പ്രാവശ്യം തുടങ്ങിയതാ. ദാവീദ് ബേത്ശേബയിൽ ശൽമോൻ എഴുതാൻ തുടങ്ങിയതാ. പരിശുദ്ധാത്മാവ് പറഞ്ഞു തൊട്ടുപോരുന്ന് പറഞ്ഞു. ദാവീദിൻ്റെ ഭാര്യയാണ് നിനക്ക് തോന്നുമായിരിക്കും, പക്ഷേ ദാവീദിൻ്റെ ഭാര്യ അല്ല. പിന്നെ ആരുടെ ഭാര്യ? അപ്പം ഇവൻ കൊണ്ടു നടന്നോ? അത് പിന്നെ ആർക്കാ കൊണ്ടു നടക്കാൻ മേലാത്ത? അവൻ ആരാ? ഇവിടുത്തെ രാജാവാണ്. 40 കൊല്ലം സിയോൻ കോട്ട പിടിച്ചെടുത്ത് ഭരിച്ച രാജാവാണ് ഈ പുള്ളി. അപ്പോൾ രാജാക്കന്മാർ വിചാരിച്ച് അത് നടക്കത്തില്ലയോ? ആളുടെ മാളി നടക്കുന്ന പെണ്ണ് കുളിക്കുന്നത് കണ്ടു, വിളിച്ചു വരുത്തി, ശയിച്ചു, വിട്ടു, കെട്ടിയവരെ വിളിച്ചു, അതിനെയും കൊല്ലിച്ചു. ഒരു പാപത്തിൻ്റെ പുറകെ എന്തെല്ലാം ഇല്ലേ? എന്നിട്ട് അവനെ കൊന്നു കഴിഞ്ഞപ്പം വിളിച്ചു വരുത്തി, വില്ലേജ് ഓഫീസറെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി. ദർഖാസ് പരസ്യം കൊടുത്തില്ല. ഈ വിവാഹത്തിനെതിരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പരസ്യം കൊടുത്തില്ല. ഇവിടെ രാജാവായതുകൊണ്ട് രജിസ്ട്രാർ വീട്ടിൽ വന്ന് കാര്യം നടത്തേച്ചു പോയി. ഇപ്പോൾ പഞ്ചായത്ത് ഇവിടെ മനസ്സിലായി ദാവീദിൻ്റെ ഭാര്യ ഇപ്പോൾ ആരാണ്? ബത്ശേബ. നാട്ടുകാർ അംഗീകരിച്ചു, കാരണം അവളുടെ കഴിവനുണ്ടെന്നേ, ഇവൻ രാജാവാണെന്നേ. പക്ഷെ നിൻ്റെ കഴിവൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ വിലപ്പോകില്ല കേട്ടോ. സ്വർഗത്തിൽ ഇവൾ ഇന്നും എന്ന് കണ്ടമാനം കൊല്ലം മുമ്പ് ചെയ്ത കാര്യമാണ്. ഇന്നും 21 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ഞാനും നിങ്ങളും വായിക്കുന്നതും ദാവീദിനെ കേൾക്കുമ്പോൾ നാണായിട്ട് പാടില്ല. എന്നാ വല്ലവൻ്റെയും ഭാര്യ കൊണ്ട് നടക്കുക. ദാവീദേ, നീ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആരെ ഭാര്യയാ? സ്വർഗം അത് എഴുതി വെച്ചു. വല്ലതും പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ അധികാരം ഉപയോഗിച്ച്, നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച്, നമ്മുടെ പൊസിഷൻ ഉപയോഗിച്ച്, നമ്മുടെ പണം ഉപയോഗിച്ച് ചെയ്തു പോയ സകല പാപങ്ങളും മറയ്ക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ മുൻപാകെ അത് മറയ്ക്കാൻ ഒക്കില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ അധികാരത്തിനും പണത്തിനൊന്നും ദൈവത്തിന് മുമ്പാകെ യാതൊരു സ്ഥാനവും ഇല്ലെന്ന്. അതാണ് ആ ഭാഗം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ വന്ന് നിങ്ങളതിൻ്റെ അവസാനം എലീഹൂദ് എലയാസിനെ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. ആ വാക്ക് നോക്കിയിരിക്കുക. മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. അടുത്ത വാക്ക് യാക്കോബ് മറിയയുടെ ഭർത്താവായ. എന്നാ പദമാതൊക്കെ വെച്ചാ അല്ലേ പഠിക്കണം, അല്ലേ ബൈബിൾ ക്ലാസ് പഠിക്കുന്നേ. ഇതുവരെ ഏതെങ്കിലും ആണുങ്ങളുടെ പേര് പറഞ്ഞപ്പം കെട്ടിയോളുമാരുടെ പേര് പറഞ്ഞോ? ഇല്ല. ഈ യോസേഫിൻ്റെ പേര് പറഞ്ഞപ്പോൾ ആരുടെ പേര് പറഞ്ഞു? മറിയയുടെ ഭർത്താവായ. ഇയാളെന്താ പെൺകോന്തനാണോ? നിങ്ങളൊക്കെ അങ്ങനെയാണോ അറിയപ്പെടുന്നത്? അങ്ങനെയൊന്നുമല്ല അറിയപ്പെടുന്നത്. മറിയയുടെ ഭർത്താവായ, അതൊന്നുമല്ല. അടുത്ത വാക്യത്തിൽ യോസേഫില്ല. അതാ എൻ്റെ കാര്യം. മറിയയെ ഈ ലൈനിൽ 5ാമത്തെ പെണ്ണായിട്ട് കയറ്റിക്കൊണ്ട് വരാനാ പരിശുദ്ധ ശ്രമിച്ചത്. അടുത്ത വാചകം വായിച്ചേ. അവളിൽ ഉണ്ടോ? ആരിൽ? ആ വാക്യം ഒന്ന് വായിച്ചേ. തൊട്ട് മുകളിലത്തെ വാക്യം ഒരു അക്രമമായിട്ട് പോരട്ടെ. കണ്ടോ? അപ്പോൾ യോസേഫിനെ ജനിപ്പിച്ചു. അവനിൽ നിന്നെന്ന് പറയാതെ, അവരിൽ നിന്നെന്ന് പറയാതെ, അവളിൽ. ഏതവൾ? ഉൽപ്പത്തി 3:17 സ്ത്രീയുടെ സന്തതി. അതാ അവൾ. സ്ത്രീയായി സൃഷ്ടിക്കാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു പറഞ്ഞ കൈകൾ മലർത്തി അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് യഹൂദൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൈക്കുമ്പിളിലേക്ക് ദൈവം വെച്ചു കൊടുത്ത സന്തതിയാണ് സ്ത്രീയുടെ സന്തതി. അഹങ്കാരത്തിൻ്റെ ഒടിഞ്ഞു. നമുക്കാർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? ട്രഡീഷൻ, പാരമ്പര്യമുണ്ടോ? ഞങ്ങൾ മതിലേ കുരുത്താണെന്നൊരു ചിന്തയുണ്ടോ? വല്ലതും ഉണ്ടോ പ്രിയപ്പെട്ടവർ? ഉണ്ടെങ്കിൽ അതെല്ലാം ഉടച്ചോടണം. കാരണം നമ്മുടെ എല്ലാം യേശുക്രിസ്തുവിൻ്റെ പോലും അമ്മമാർ ഇവരാണ്. ഇവരെ നമുക്ക് എന്നാ പാരമ്പര്യം പറയാനാ? ഒന്നുമില്ലെന്ന്. നമ്മുടെ പാരമ്പര്യം യേശുവാണ്. യേശുവിനേക്കാൾ അപ്പുറത്തെ പാരമ്പര്യമുള്ള ആര് ലോകത്തിലില്ല. സ്തോത്രം. അപ്പോൾ അവൻ യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് യേശുവിനെ വേണ്ടെന്ന് പറഞ്ഞു. എവിടെ യേശു ജനിച്ചത്? നമ്മൾ പറയും യെരുശലേമിൽ, യഹൂദയിൽ, ദാവീദിന്റെ പട്ടണത്തിൽ, ബേത്ലഹേമിൽ, കല്ലടാവിൽ, വഴിയമ്പലത്തിൽ. ദൂരം പേരാ. എവിടെ യേശു ജനിച്ചത്? കൃത്യമായിട്ടൊരു ആശയം പറയാം. ആശയമായിട്ടാണ് പോകുന്നത്. വഴിയമ്പലം കിടക്കുക, ഒരു വെയിറ്റിംഗ് ഷെഡ്, വേറെ വഴി ചേർത്താൻ വേണ്ടി പോവുക. അപ്പോൾ അവിടെ തൊട്ടടുത്ത് ഒരു വലിയ ഒരാളുടെ ഒരു പറമ്പുണ്ട്. അവിടെ ഗുഹയുണ്ട്. യോസേഫിൻ്റെ ഗുഹയിലൊക്കെ വെച്ചെന്ന് കഴിച്ചില്ലേ? എല്ലാ വീട്ടിലതുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ വെയിറ്റിംഗ് ഷെഡിൽ താമസിക്കുന്ന ആളുകൾ ഈ ഗുഹയിൽ പോയാണ് സ്ത്രീകൾ വസ്ത്രം മാറുന്നത്, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നത് ഒക്കെ അവിടെ പോയാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്, മറിയ പ്രസവിച്ചത് എവിടാണെന്നറിയാമോ? ഈ കല്ലടാവിലാണ്.
എന്ന് പറഞ്ഞാൽ ഈ ഗുഹയിലാണ് പ്രസവിച്ചത്. അവിടെ പ്രസവിച്ചും ആ കുഞ്ഞിനെ ശീലകൾ ചുറ്റി എവിടേക്ക് കൊണ്ടുവന്നു? അങ്ങനെ ലൂക്കോസിലുണ്ട്. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടി കിടത്തിയതാണ്. അപ്പോൾ എവിടെ പ്രസവിച്ച് കാണും? കല്ലടാവിൽ. കാരണം വഴിയമ്പലത്തിൽ ഹൗസ്ഫുള്ളാണ്. വഴിയമ്പലത്തിൽ മൊത്തം ആളുകൾ കിടക്കുക, വെറുതെ ഉയർത്താൻ പോകും മൊത്തം. ഇപ്പോൾ ശബരിമല സീസൺ വരുമ്പോൾ എവിടെയെങ്കിലും വെച്ച് KSRTCയിൽ പോലും ആൾക്കാരെ കിടക്കുകയല്ലേ, ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അവിടെ പ്രസവിക്കാൻ പറ്റത്തില്ല, ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ പറ്റും. അപ്പോൾ ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അത് കഴിച്ചിട്ട് ആ കൊച്ചിനെ ശീലകൾ ചുറ്റി ഇവിടെ ഇവിടെ സ്ഥലമില്ല. ഞാനത് വായിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്നറിയാമോ? 3 ലോകവും സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ 33.5 കൊല്ലം ഒന്ന് ഉറ്റുനോക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ് ഈ ഭൂലോകം. വന്നപ്പോൾ കിടക്കാൻ സ്ഥലമില്ല. നമുക്കൊക്കെ ഇവിടെ കിടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ആശുപത്രി ജനിക്കാൻ സ്ഥലമുണ്ട്, ജനിച്ചാൽ എന്തോ സൗകര്യമുണ്ട് ഇല്ലേ? ഒരു കുഞ്ഞ് ജനിച്ചാൽ 2 കൊല്ലം അതിനെ നോക്കി പോറ്റി നടത്ത എത്ര അമ്മമാരുണ്ട്, അപ്പച്ചന്മാരുണ്ട്. പക്ഷേ ഉലകം സൃഷ്ടിച്ച കർത്താവ് ഭൂമിയിൽ വരുമ്പോൾ അവന് ജനിക്കാൻ സ്ഥലമില്ല. വഴിയമ്പലത്തിൽ ആർക്കൊക്കെ സ്ഥലമുണ്ട്? പാണ്ടി ലോറികൾ രാത്രി വിശ്രമിക്കുന്ന സ്ഥലത്തെല്ലാം മോശപ്പെട്ട പ്രവൃത്തി നടക്കുന്ന സ്ഥലമാണ്, അറിയാമോ? രാത്രി ലോറി കിടക്കുന്നിടത്തെല്ലാം മോശപ്പെട്ട പ്രവൃത്തികൾ, തട്ടുകടയുണ്ട്, മോശപ്പെട്ട കാര്യങ്ങൾ, പല കാര്യങ്ങളുണ്ട് അവിടെ. കഞ്ചാവ് വിൽപ്പനയുണ്ട്, സ്ത്രീകളവിടെ വരാറുണ്ട്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വഴിയമ്പലത്തിൽ ആർക്കൊക്കെ സ്ഥലമുണ്ട്? അവർക്കൊക്കെ സ്ഥലമുണ്ട്, ഹൗസ്ഫുള്ളാണ്. ചീട്ടുകളിക്കാർക്കും ആളുകൾ നോക്കിയിരിക്കുന്നവർക്ക്, മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നവർക്കെല്ലാം വഴിയമ്പലത്തിൽ സ്ഥലമുണ്ട്. പക്ഷേ ആർക്ക് മാത്രം സ്ഥലമില്ല? ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേര് പറയും, യേശുവേ, ഈ ലോകത്തിൽ എന്നെ രക്ഷിക്കുവാൻ അവിടെ വന്നപ്പോൾ വഴിയമ്പലം പോലും നിനക്ക് സ്ഥലമായി തന്നില്ലെങ്കിലും ഈ നെഞ്ചിനകത്തോട്ട് കയറിക്കോ, മരിക്കുന്നത് വരെ ഞാൻ ഇതിനകത്ത് സ്ഥലം തരാമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ആ കരം ഒന്ന് ചേർത്തടിച്ച് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. പ്രിയപ്പെട്ടവര്, ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ? ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ? ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ? ഭുവനമൊന്നാകവേ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ? ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ? ദൈവകരുണയിൻ ധനമാഹാത്മ്യം. ഹല്ലേലൂയ. പാട്ടൊക്കെ പാടുമ്പോൾ ഒരു തമ്പേറൊക്കെ ഒന്ന് മൂളിക്കണം. ഇതിങ്ങനെ കാണാൻ വെച്ചിരിക്കുന്നല്ല, കൊട്ടാൻ വെച്ചിരിക്കുന്ന. അപ്പോൾ അത് മൂളിക്കുമ്പോൾ എനിക്കൊന്ന് ശ്വാസമൊക്കെ വിടാം, ഇച്ചിരി വെള്ളവും കുടിക്കാം. നിങ്ങൾ എന്നെ വെള്ളം പോലും കുടിപ്പിക്കാതെ എന്നെ മുഖത്തോട്ട് നോക്കിയിരിക്കരുത്. തമ്പേരെടുത്ത് വെക്കടേ, ആ തമ്പേരെ കൊട്ടാറ് ഇതിനടുത്ത് വെക്കടേ, ഇടയ്ക്കൊന്ന് എന്നെയൊക്കെ ഒന്ന് സഹായിക്കുക. ആ സ്വത്രം എടുത്ത് ചാടി വെക്കടേ. എന്തുവാണ് അങ്ങനെ എഴുതേക്കടേ? ഈ യൂത്ത് പിള്ളേരൊക്കെ മൂത്തവരെ പോലെ ഇരിക്കുന്നത്, മൂത്തതൊക്കെ യൂത്ത് പോലെ ഇരിക്കുന്നത്. ഇനിയും വരുമ്പോൾ അറിഞ്ഞ് കൊട്ടിക്കൊള്ളാം കേട്ടോ. നമുക്ക് തമ്പേർക്ക് അടിച്ച്. ഇപ്പം നിങ്ങൾ കീബോർഡാണെന്ന് വായിക്കുന്നത് എനിക്കറിയാം, എന്നാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കൈ സഹായം എനിക്ക് കിട്ടുന്നത് നല്ലതല്ലേ? ആരിക്കെ കൈ കൊടുക്കാൻ നേരിക്കണേ. ശരി, അപ്പം നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം എന്താ നമ്മൾ പറഞ്ഞു വന്ന്? യേശു ജനിച്ചു, സ്ഥലം കൊടുത്തില്ല. ഇനി യേശുവിൻ്റെ ജനനത്തിൽ സ്ഥലം കൊടുത്തില്ല, ജീവിതത്തിൽ സ്ഥലം കൊടുത്തു. അവൻ ആരെങ്കിലും അംഗീകരിച്ചു? മറിയയുടെ മകൻ, തച്ചൻ്റെ മകൻ യാക്കോബ്, യോസ, യൂദ അംഗീകരിച്ചോ അവനാരെങ്കിലും? ഇല്ല. ശുശ്രൂഷ അംഗീകരിച്ചോ? ഇല്ല. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവരെങ്ങനെ ശാസ്ത്രം പ്രസംഗിക്കുന്നതെന്ന്? വിദ്യാഭ്യാസം നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? വേണോ? 4, 3, 7 എന്ന് എഴുതിയാൽ ഇയാളുടെ വൈദോറ സദസ്സിൽ തന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ലെന്നു. ഞാനിപ്പോൾ ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടാണോ അതൊക്കെ പ്രസംഗിക്കുന്നത്? ഒന്നുമില്ല. അതുകൊണ്ട് റാന്നിയിൽ റിട്ടയർഡ് മാസ്റ്റർമാരുടെ യോഗം ഞാൻ ചെന്ന് 1-ാം ലോക മഹായുദ്ധം പ്രസംഗിക്കുക കേട്ടോ. 1-ാം ലോക മഹായുദ്ധം എന്നടേ 1-ാം ലോക മഹായുദ്ധം ഉണ്ടായത് 1914. അങ്ങനെ ബൈബിളിലുണ്ടോ? 1-ാം ലോക മഹായുദ്ധം 1914 ഉണ്ടാകുന്ന ബൈബിളിലുണ്ടോ? ഉണ്ടാ, അതല്ലേ വചനം പഠിക്കുന്നത്. അപ്പോൾ ഞാൻ 1-ാം ദിവസം 1-ാം ലോക മഹായുദ്ധം പ്രസംഗിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളിയായിട്ട് പ്രസംഗിച്ചു. അപ്പോൾ 2-ാം ലോക മഹായുദ്ധം ഞാൻ നാളെ പ്രസംഗിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ 1-ാം ദിവസം ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുക. എല്ലാവരും റിട്ടയർഡ് ഹെഡ് മാസ്റ്റർമാരാ, മിസ്സസ്മാരാ, ഒക്കെ അഡ്വക്കേറ്റുമാരാ. നമുക്കാണെങ്കിൽ വിദ്യാഭ്യാസമല്ല, ഒന്നുമില്ല. ഞാൻ വിദ്യാഭ്യാസമായിട്ട് പറയാറുണ്ട്.
വട്ടം കൊഴുന്നപ്പം നടുക്ക് ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം, അതിനകത്ത് ആ കറിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കറങ്ങി ഒരു ചിക്കൻ്റെ പീസ് എടുത്ത്, ഞാനെനിക്ക് ചിക്കൻ്റെ ഒന്നും കഴിക്കാറില്ല, ഇറച്ചി മീനൊന്നും അങ്ങനെ കഴിക്കാറില്ല, എന്നാലും അത്യാവശ്യം ചിക്കൻ്റെ ഒരു കാല് കിട്ടിയാൽ കഴിക്കും. കഴുത്ത് ഇഷ്ടമല്ല. കഷ്ടകാലത്തിന് എവിടെ ചെന്നാലും 2 കഴുത്ത് ഉറപ്പാണ്. കല്യാണത്തിൽ ചെന്നാലും 3 കഴുത്ത് വീഴും. അങ്ങനത്തെ ഒരു കുഴപ്പമാണ്. ഞാൻ ഈ കാലും പിടിച്ച് തിന്നാൻ നേരത്ത് അവിടുത്തെ ഹെഡ്മിസ്ട്രസ് പറയും, എന്നോട് ചോദിക്കാം, പാസ്റ്റർ MA ഹിസ്റ്ററിയാണോ? എൻ്റെ പൊന്നെ, കടിച്ചതുപോലും ഓർമ്മയില്ല, അറിയാതെ ഇറങ്ങിപ്പോയി. ഞാനങ്ങനെ ചിന്തിച്ചു, ഇനി എന്നാ പറയേണ്ടത്? കാരണം നാളെ 2ാം ലോക മഹായുദ്ധം പ്രസംഗിക്കണോടെ, അതാ എൻ്റെ വിഷമം. അപ്പം എൻ്റെ വിദ്യാഭ്യാസം പറഞ്ഞാൽ പിന്നെ നാളെ പ്രസംഗം കേൾക്കാൻ ഇരിക്കുമോ അവർ? ദൈവമേ രക്ഷിക്കണേന്നും പറഞ്ഞിരിക്കുമ്പം പുള്ളിക്കാരത്തി അകത്തോട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു, അല്ല പണ്ട് കെ എബ്രഹാം മാസ്റ്റർ പറഞ്ഞ പോലെ ആരോട് ചോദിച്ചു, നിങ്ങളുടെ ടീമിലുള്ളവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണോ? പുള്ളി പറഞ്ഞു ആന്നു. പുള്ളിയോട് പിന്നെ ചോദിച്ചാൽ തർക്കോത്തരല്ലേ, നല്ല ഒന്നാമത്തെ തർക്കോത്തരം പറയാൻ കഴിവുണ്ടല്ലോ. പറഞ്ഞു എന്നാ പഠിച്ചു? പുള്ളി പറഞ്ഞു എല്ലാം BA കഴിഞ്ഞതാണ്, MA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനന്ന് ആ ടീമിൽ പ്രസംഗിക്കാൻ പോകുന്നു, ഒരു കൊല്ലം പ്രസംഗിക്കാൻ പോയി. ഞാൻ ചോദിച്ചു, പാസ്റ്റേ നേരാന്നോ? എല്ലാം BA കഴിഞ്ഞ് MA ആന്ന് പാസ്റ്റേ. ബോൺ എഗെയിൻ എന്ന BA കഴിഞ്ഞതല്ല. മാസ്റ്റേഴ്സ് ആസ്, യജമാൻ്റെ കഴുതയാകാനുള്ള പരിശീലനമാണെല്ലാം. അതാ ഈ BA കഴിഞ്ഞു MA ചെയ്തോണ്ടിരിക്കുക. എന്നാൽ അങ്ങനെ വല്ലതും പറഞ്ഞ് രക്ഷപ്പെടാമെന്നും പറഞ്ഞിരിക്കുന്നപ്പോൾ അതങ്ങ് മറന്നുപോയി. 5 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ചിക്കനെ പിടിക്കാൻ അഞ്ച് പറയാം, ആദ്യം ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ ചിക്കനിൽ നിന്ന് പിടി വിട്ടു. കാരണം എപ്പോഴും ദൈവം കൂടെ ഇരിക്കുമോ? പറയാൻ തുടങ്ങുന്നത് ഈ സാറ് പറയാം, ഡേ നീ ഈ ആവശ്യമില്ലാത്ത കാര്യമൊന്നും മിണ്ടാതെ പോയിക്കോടുന്നു. ഈടി ബുദ്ധി വേണം, ബുദ്ധി. ഈ ഇരിക്കുന്ന ആൾ ഡബിൾ MA, ഡബിൾ MA. ഇടി ഞാൻ MA ഹിസ്റ്ററിയല്ലേ? ആന്നു. നീ MA ഹിസ്റ്ററിയല്ലേ? ആന്നു. നമ്മൾ 2 പേർക്കും മനസ്സിലാകാത്ത ഏതോ ഒരു കാര്യമാണ് കഴിഞ്ഞ ആദ്യ പാസല്ല മണിയായിട്ട് 1ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്. എടി ഡബിൾ MA ഇല്ലാത്തൊരാക്കത് നീ ഇത് ചോദിക്കേണ്ട. നീ അടുക്കള പോയി വേറെ വല്ല പാലി. പൗലോസ് രക്ഷിക്കുവാൻ ഗമാലിയയിൽ വന്ന പോലെ എന്നെ രക്ഷിക്കാൻ ആര് വന്നു? തമ്പുരാൻ ഇറങ്ങി വന്നു. ഞാൻ വിട്ടിക്കൊടുത്തില്ല. വിദ്യാഭ്യാസം കൊണ്ടാണോ ഇതൊക്കെ പ്രസംഗിക്കുന്നത്? ആന്നോ? അല്ലെന്ന്. നമ്മളെ പണ്ടത്തെ 10ാം ക്ലാസ് SLC പാസ്ഡ് തോറ്റവർ, പണ്ടൊക്കെ 12 വിഷയം 210 കിട്ടി, എന്നിട്ട് തോറ്റവരുണ്ട്. പ്രീ ഡിഗ്രി BA അത്രയൊക്കെയല്ലേ ഉള്ളൂ. നിങ്ങളോ? ഒരു BG ഇല്ലാത്ത പിള്ളേരുണ്ടോ? ഇപ്പം ഡിഗ്രി ഇല്ലാത്ത പിള്ളേരുണ്ടോ? മാസ്റ്റർ ബിരുദം ഇല്ലാത്ത പിള്ളേരുണ്ടോ? അപ്പം നിങ്ങൾ, ഞാൻ ചോദിട്ടെ, BA പഠിക്കുന്ന ആൾക്ക് MA പഠിച്ച സാറ് വേണ്ടേ പഠിപ്പിക്കാൻ? വേണ്ടേ? പ്രീ ഡിഗ്രി പഠിക്കുന്ന പിള്ളേർക്ക് മാസ്റ്റർ പഠിക്കാനേ. അപ്പം ഞങ്ങൾക്കോ ഇവിടെ ഈ പഴയ +2കാരും BComകാരും 10ാം ക്ലാസ്സിൽ പാസ്സായവരും ഈ PGക്ക് പഠിക്കുന്ന, MBBSന് പഠിക്കുന്ന, ഡോക്ടർക്ക് പഠിക്കുന്ന, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരുടെ മീതെ 3, 4, 5 കൊല്ലം പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളുടെ മേൽ പകരാത്ത വിദ്യാഭ്യാസത്തിന് മീതെ പറക്കുന്ന ഒരു ദൈവകൃപ ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റുമോ തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ദൈവകൃപയ്ക്കാണ് പ്രാധാന്യമുള്ളതെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, അപ്പോൾ ഇവരെങ്ങനെ ശാസ്ത്രം പ്രസംഗിക്കുന്നു? ശുശ്രൂഷ അംഗീകരിച്ചില്ല, മരണം അംഗീകരിച്ചില്ല. നിങ്ങൾക്ക് ബറബാസിനെ വേണോ? യേശുവിനെ വേണോ? ഞങ്ങൾക്ക് കള്ളനെ മതി, കല്ല് വേണ്ട. പിലാത്തോസ് പറഞ്ഞു നല്ല കല്ലാണ്, ഞങ്ങൾക്ക് വേണ്ട. ഇത് തടങ്ങൽ പാറ, ഇടർച്ചക്കല്ല, ഞങ്ങൾക്ക് വേണ്ട ഈ കല്ലിൽ. ഞാനെന്തോ ചെയ്യണം? എഴിഞ്ഞു കളഞ്ഞേക്കാൻ പറഞ്ഞു. ഞാനിതൊക്കെ ഭാവനാപരമായിട്ട് പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2000 കൊല്ലം മുൻപ് പീലാത്തോസിൻ്റെ തളത്തിൽ നിന്നും ഒരൊറ്റ ഏറ് കൊടുത്തു ഈ കല്ല്. ആ കല്ലിങ്ങനെ കറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടോ? ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, തമസോമ ജ്യോതിർഗമയ, അസദ്ഗോമ സദ്ഗമയ, മൃത്യോമാർ അമൃതംഗമയ. അന്ധകാരത്തിൽ നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് ആനയിച്ചാലും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് ജീവങ്ങളിലേക്ക് ആനയിക്കണമേ. ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു ദൈവത്തെ കണ്ടെത്തണ്ടേ? ദൈവസഭയ്ക്കൊരു വാനം താഴ്ത്തിയിട്ടുണ്ട്. ഒറ്റക്കാലത്ത് തപസ്സനുഷ്ഠിച്ച ആർഷഭാരത്തിൻ്റെ സംസ്കാരമെന്ന് അവകാശപ്പെടുന്ന ഭാരത്തിൽ പോലും ഋഷീവരന്മാർ തപസ്സനുഷ്ഠിച്ചു. പക്ഷേ വാനം താഴ്ത്തിയെങ്കിലും ദൈവസഭയ്ക്ക് മൂലക്കല്ലുടെ ഒരു കല്ല് കിട്ടണ്ടേ? വന്നതൊക്കെ ചീളുകല്ല, ഗുണമില്ലാത്ത കല്ല. അങ്ങനെ ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാടൊരു കല്ല് കറങ്ങി വരുന്നു. പാലസ്തീനിൽ നിന്നും അവർ വലിച്ചെറിഞ്ഞ കല്ല്, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ കല്ല് വരുന്ന വരവാണ്. 118-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് ബാക്കിയൊന്ന് പറഞ്ഞ് ദൈവസഭയുടെ മൂലക്കല്ലായി വന്ന് വീണിരിക്കുന്നു. ഹല്ലേലൂയ! അപ്പൊ നമ്മുടെ മൂലക്കല്ല് ആരാന്ന് മനസ്സിലായോ? എവിടാ നമ്മുടെ മൂലക്കല്ല്? ക്രിസ്തു. എഫേസ്യർ 2:20 ക്രിസ്തു ചെയ്തതിന് മൂലക്കല്ലായിരിക്കുക നിങ്ങൾ, അവൻ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് മേൽ പണിതിരിക്കുന്നു. പത്രോസ് ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു. സ്തോത്രം, സ്തോത്രം.
ലോകത്തിലെ ഏത് സഭയുടെ പണിയും കല്ലാണ്, അത് അനങ്ങത്തില്ല. ദൈവസഭയുടെ കല്ലിന്റെ പ്രത്യേകത അത് അനങ്ങുന്ന കല്ലാണ്, അത് വളരുന്ന കല്ലാണ്. ഇന്ന് ഈ നാട്ടിൽ എത്ര വലിയ ബിൽഡിംഗ് ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും അതിന് മീതെ വളരാൻ കഴിയുന്ന ഒറ്റ സഭയെ ലോകത്തിലുള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ സഭ മാത്രമാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചു ഇന്ന് പകൽ ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. സ്തോത്രം. സഭ വളരുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളരുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ സഭയെ അങ്ങനെ ദൈവസഭയുടെ മൂലക്കല്ലിട്ടു. അതാണ് മത്തായി 16 യേശു ഫിലിപ്പിന്റെ കൈസിൽ കൂടെ കടന്നു എന്ന് പറഞ്ഞു. ഈ ആളുകൾ എന്നെ എന്തോ പറയുന്നു, അവരോട് യെശയ്യാവ് ഇരമ്യാ പറഞ്ഞില്ലേ? എന്നെ അങ്ങനെ പറയാൻ കാര്യം, നാട്ടുകാർ എന്നെക്കുറിച്ച് എന്തോ പറയൂ എന്ന് ചോദിക്കാൻ കാര്യം എന്താ? നാട്ടുകാർക്ക് അറിയാം നമ്മുടെ കാര്യം, അതന്നെ കാര്യം. നമ്മളങ്ങനെയാണോ വിചാരിച്ചേക്കണേ? അല്ല, നമ്മൾ വിചാരിച്ചാണ് നമ്മുടെ കാര്യം നാട്ടുകാർക്ക് ആർക്കും അറിയാൻ മേലെന്നാ. നേരെ തിരിച്ചാ, നമ്മുടെ കാര്യമേ അവർക്കറിയൂ. അറിയാമോ? സഭയിലുള്ള ആളുകൾ വിശേഷം അറിയാൻ നാൽക്കാവിൽ ചെന്ന് ചോദിച്ചു നോക്കാം, അവർ കൃത്യമായിട്ട് പറഞ്ഞു ചായ കുടിക്കുമ്പോൾ. പിന്നെ നാട്ടുകാരുടെ വിഷയം അറിയാനോ? സഭയിലെ സാക്ഷ്യം കേട്ടാൽ ചെയ്ത് എല്ലാം ഇവിടെയും പറയും. ഒരു ധാരണയിലാണ് പോകുന്നത്. നാട്ടുവിശേഷം സഭയിലും പറയും, നമ്മുടെ വിശേഷം ചായക്കടയിലും പറയും. സ്വത്രം സ്വത്രം. നമ്മുടെ കൺവെൻഷന് ഇന്ന് വരെ പങ്കെടുക്കാത്ത, രക്ഷിക്കപ്പെടാത്ത ഒരാൾ വന്നാൽ നമ്മൾ പോലും കാണുകയില്ല, നാട്ടുകാരെ കണ്ടുപിടിക്കുകയല്ലേ. നീ ബെന്തിക്കൂസുകാരുടെ യോഗത്തിന് പോയി എന്ന് കേട്ടല്ലോ. എങ്ങനെ കണ്ടുപിടിച്ചേ? അവരെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ അടുത്താ. എൻ്റെ സഭയിലെ പണ്ടൊരു അമണിസൂരി ആരാധിക്ക് വന്നില്ല, ഭയങ്കര ഒച്ചയാണ്. 1/2 കിലോ ദൂരമുണ്ടോ ഞങ്ങളുടെ ഇല്ലത്തോട് ചെക്ക് പോസ്റ്റ്, ചായക്കടയുണ്ട് അവിടെ. ഞാൻ ശ്രദ്ധിച്ചില്ല. ആ സൂര്യ ഹിന്ദു എന്ന് വന്നിട്ട് ഭയങ്കര ഒച്ചയിൽ ആരാധിക്കും. അങ്ങനെയാണല്ലോ ഭാവത്തെങ്ങൊക്കെ ഭയങ്കര നമ്മൾ പിന്നെ വലിയ ഒരു നാണക്കേട് പോലെ. അപ്പം അന്ന് ഉച്ചയ്ക്ക് ഞാനവിടെ ചോറിനാൻ ചെന്നപ്പം ആ ചായക്കടയിൽ നിന്ന് ആൾക്കാർ ചോദിക്കുക, പാസ്റ്ററേ എന്തോ ഇന്ന് അമ്മണി ഇല്ലായിരുന്നോ എന്ന്. ദൈവമേ, ഞാൻ ചോദിച്ചു അമ്മണി ഇല്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വന്നില്ല. അപ്പം ഞാൻ നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഇവിടെ രാവിലെ ആൾക്കാർ പറഞ്ഞിട്ട് അവിടെ അമ്മണിയുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന്. കണ്ട അപ്പം നമ്മുടെ ശബ്ദം ആർക്ക് മനസ്സിലാവുന്നുണ്ട്? ഒരു സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലേ അല്പം നേരപ്പെടുത്ത് ചോദിക്കും. ഇന്നലെ വൈകുന്നേരം പ്രാർത്ഥന ചോദിക്കുമെന്ന്. നമ്മളോട് പിന്നെ ചോദിക്കാത്തത് നമുക്ക് സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ്. ഉറക്ക പാടിയല്ലേ കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കും. ഞങ്ങളുടെ വീട്ടിൽ സമയം തെറ്റി ഞങ്ങൾ 7 മണിയാണ് പ്രാർത്ഥന. 7:15 തൊട്ടടുത്ത കൊച്ചു ചോദിച്ചു, എന്നാ ഇന്ന് 5 വൈകിപ്പോയേ? അങ്ങനെ ചോദിക്കുമെന്ന്. സ്വത്രം. അപ്പം നമ്മുടെ വിഷയം പറയാം, ആട് ചോദിച്ചാൽ മതി. അപ്പം യേശു പറഞ്ഞു, ഇവരൊക്കെ എന്നാ പറഞ്ഞു? അപ്പോൾ പറഞ്ഞു യെശയ്യാവ് ഇരമ്യാ കണ്ട് എന്നോ പറച്ചില്ല. യേശുവിൻ്റെ ചില നേരത്തെ പ്രസംഗം കണ്ടല്ലോ യെശയ്യാവ് തോന്നിപ്പോ. ആരെങ്കിലും വേണോ യേശുവിൻ്റെ പ്രസംഗം? ആകാശമേ ഭൂമിയെ ഒറ്റയാളില്ലാത്തത് യേശു പ്രസംഗിക്കില്ലേ? ദൈവവചനം പള്ളി പ്രസംഗിച്ചു, തിങ്ങി നിറഞ്ഞ ആൾക്കാർ. അത് കഴിഞ്ഞ് നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. അവിടെ വല്ലവരുണ്ടോ? ആരുമില്ല. ഉണ്ട്. പടകിൽ കയറുന്ന പ്രസംഗിക്കുന്നു. ഇന്നത്തെ പ്രസംഗനെ കുറിച്ചാണോ ഈ പറയുന്നത്? അല്ല. അല്ലെ നാളെ TV പ്രസംഗിക്കുന്നൊരു വിളി ട്രിവാൻഡ്രത്ത് എന്നപ്പോൾ അവിടെ 20 പേരെ ഉള്ളതെന്നും പറഞ്ഞ വിളി കാറിൽ നിന്ന് ഇറങ്ങില്ല, തിരിച്ചു പോന്നു. ഇവരെയൊക്കെ സുവിശേഷ വേലയ്ക്ക് ആരെ വിളിച്ചെന്ന് ആർക്കറിയാം? സ്വത്രം. നമ്മളിവരെല്ലാം ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുക. ഒരാളെ അന്വേഷിച്ച് യേശുവിനെ നടക്കാമെങ്കിൽ, പുഴവക്കത്ത് കൂടി വന്ന ഒരു പെണ്ണിനോട് സൂചന പറയാൻ പൗലോസിന് പറ്റുമെങ്കിൽ, കാരാഗ്രഹത്തിൽ ഒരു പ്രമാണിക്ക് വേണ്ടി ആരാധിക്കാൻ പറ്റുമെങ്കിൽ, നമ്മളൊക്കെ ആരാ പ്രിയപ്പെട്ടവരെ? എന്ത് പൊങ്ങച്ചമാണ് നമ്മളൊക്കെ കൊണ്ടു നടക്കുന്നേ? സ്വത്രം. കൺഫം പ്രസംഗരേക്കാൾ നല്ല പ്രസംഗരാരാന്നറിയാമോ? കവലയിൽ പ്രസംഗിക്കുന്ന ഉപദേശിമാരാ. അതറിയാമോ? അവർക്ക് പകരം വെക്കാൻ ഒരു കൺഫം പ്രസംഗമില്ല അവിടെ ഇല്ല. സ്വത്രം. ഒരു പ്രതിഫലമില്ല. കേൾക്കുന്നവരെ പുച്ഛിച്ചുകൊണ്ട് പോകും. നട്ടപ്രവയില്ല, സ്റ്റേജില്ല, കീബോർഡില്ല, അണിയറ ശില്പികളില്ല. വല്ലതും ഉണ്ടോ? അവരാണ് ശരിയായി സുവിശേഷം പ്രസംഗിക്കുന്നവർ. സ്വത്രം. അപ്പം ചില സമയത്ത് യേശുവിനെ പോലെ പ്രസംഗം കഴിയുമ്പോൾ കരയുന്ന കരച്ചിൽ ഇരമ്യാവിനെ പോലെയാണ്. പെട്ടെന്ന് ബസ് ചെയ്താൽ പെട്ടെന്ന് കവർന്നു പോകും, പെട്ടെന്ന് എതിർദേശം. അത് ഏലിയാവിൻ്റെ സ്റ്റൈലാണ്. പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പോകുന്നു, നടന്നു പോകുന്നു. ഏലിയാവിനെ പോലെ. അതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലായോ? ഇവരിലെല്ലാം ആരുണ്ട്? യേശു ഉണ്ട്. ഈ ഇരിക്കുന്ന നമ്മളിലെല്ലാം, നമ്മുടെ എല്ലാം നല്ല സ്വഭാവം ആരുടെ സ്വഭാവമാണ്? എന്നാ പറയാൻ ഇത്ര മടി? തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെ ഇരിക്കുന്നല്ലോ. നമ്മളിലുള്ള നല്ല സ്വഭാവം ആരുടെ സ്വഭാവമാണ്? ഒരു സ്വോത്രം ഉറക്കെ പറ. ഇത് രണ്ടാമത് പറയുമ്പോൾ ഉറക്ക സ്വോത്രം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവരിലും ആരുടെ സ്വഭാവം ഉണ്ടെന്ന് യേശുവിൻ്റെ അടുത്ത 2 സ്വോത്രം പറയണം. ഈ ഇരിക്കുന്ന ഒറ്റ ഇടത്തിൻ്റെ ഒറ്റ സ്വഭാവം യേശുവിനില്ല. ഒരാളെ സ്വോത്രം പറഞ്ഞുള്ളൂ. നിങ്ങളെന്തിനാ ചിരിക്കുന്നേ? ഈ ഇരിക്കുന്ന ഒറ്റ സ്വഭാവം ആരിലില്ല?
അർത്ഥം മനസ്സിലായോ? യേശു ഒരുത്തൻ്റെ സിറോസ്കോപ്പി അല്ലെന്ന്, ഒരുത്തൻ്റെ ഫോട്ടോ കോപ്പി അല്ലെന്ന്. അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെപ്പോലെ ആരാധനായിട്ട് മറ്റൊരുവൻ ഇല്ലെന്ന്. ആദരിക്കുവാൻ കൊള്ളാകുന്ന, ആരാധിപ്പാൻ കൊള്ളാകുന്ന, അനുധാവനം ചെയ്യുവാൻ കൊള്ളാകുന്ന, അവഗണിക്കുവാൻ പാടില്ലാത്ത ആരാധന ഒരൊറ്റ ദൈവമേ ലോകത്തുള്ളത് യേശു ക്രിസ്തുവാണെന്ന്. നിങ്ങൾ തന്നെ എന്തോ പറയുന്നു? ജീവനുള്ള ക്രിസ്തു. ബർയോന ശിമോനെ ഭാഗ്യവാൻ. അടുത്ത വാക്യം, ജഡരക്തങ്ങളെ നിനക്കത്. പിന്നെ ആരാ വെളിപ്പെടുത്തിയത്? വല്ലതും പിടികിട്ടിയോ? സഭ വെളിപ്പാടാണ് മക്കളെ. സഭ വെളിപ്പാടാണ്, ക്രിസ്തു വെളിപ്പാടാണ്, പരിശുദ്ധാത്മാവ് വെളിപ്പാടാണ്, നിത്യത വെളിപ്പാടാണ്, അന്യഭാഷ വെളിപ്പാടാണ്, കൃപാവരം വെളിപ്പാടാ. 1350 വീട്ടുകാരുടെ അത്തിക്കാട്ട് പള്ളിയിൽ നിന്ന് 2.25 സെന്റിനകത്ത് തറ ചാണകം കൊണ്ട് മെഴുകി കൈകൊണ്ട് മെടഞ്ഞ ഓലപ്പായും ഒരു വശം പൊട്ടിയ തമ്പേറും ഭിത്തി പോലും ഇല്ലാത്ത സഭാകാലത്തെ ഞാൻ രക്ഷിക്കപ്പെട്ടു പോയത്. എൻ്റെ അപ്പം കണ്ടേച്ച് പറയാ, ഈ ചെക്കന് ഭ്രാന്ത, ഒറ്റ മോനേ ഉള്ളൂ. 1350 വീട്ടുകളുടെ മൊസൈക്ക് ഇട്ട പള്ളിയിൽ നിന്ന് ചാണകം മെഴുകിയ തറയിലേക്ക് നമ്മളൊക്കെ പോന്നപ്പോൾ നാട്ടുകാർ നമ്മളെ വിളിച്ചെന്താണെന്ന് അറിയുമോ? വട്ടന്മാരെന്നാണ് വിളിച്ചത്. എന്തുകൊണ്ട് നമ്മളത് വിട്ടു? എന്തുകൊണ്ട് നീളക്കുപ്പായങ്ങൾ വിട്ടു? എന്തുകൊണ്ട് ഇവിടുത്തെ സ്വർണ്ണക്കുരിശും പകിട്ടും പത്രാസും പ്രദക്ഷിണവും വെടിക്കെട്ടും വിട്ടു? എങ്ങാണ്ടെന്ന് വന്ന് ഉപദേശി പറഞ്ഞു വിട്ടു. ഇവിടെ വന്നിരുന്ന് ദൈവത്തെ ആരാധിച്ചു. 2 രൂപ അവിടെ ഇട്ടുന്നതിന് പകരം 200, 2000 കൊടുത്തുകൊണ്ട് ദൈവത്തെ എന്താ കാര്യം അറിയാമോ? ഇതൊരു വെളിപ്പാടാണ് പ്രിയപ്പെട്ടവരെ. അവിടെ ഇല്ലാത്തൊരു വെളിപ്പാട് ഇവിടെ കയറുന്ന എന്താണ്? ക്രിസ്തുവാണ് ഞങ്ങളുടെ വെളിപ്പാട്, വചനമാണ് ഞങ്ങളുടെ വെളിപ്പാട്, ആരാധന ഞങ്ങളുടെ വെളിപ്പാട്, നിത്യതയാ. ആ വെളിപ്പാട് പ്രാപിക്കാത്തവരുടെ വന്നാൽ ശരിയാകത്തില്ല. വെളിപ്പാട് ലഭിച്ചവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. സ്വത്രം. നീ കർത്താവിന്റെ ദൂത് കേൾക്കണോ? ഫിലിപ്പിന്റെ കൈസരിയ വന്നപ്പം എന്തോ പറഞ്ഞു? ഞാനിവിടെ എൻ്റെ സഭയെ കണ്ടോ. നടന്നു പോകുന്ന വഴി ഓതറ എത്തിയപ്പം പെട്ടിക്കടയിൽ കയറി ഒരു സോഡാ സർബത്തും കുടിച്ച് പാളയംകുടം പഴവും തിന്ന് ഏമ്പക്കം വിടുമ്പോൾ പറഞ്ഞൊന്നുമല്ല ഞാൻ സഭയെ പണിയുമെന്ന്. അങ്ങനെ പറഞ്ഞാണോ? ഫിലിപ്പേ, നീ ഇവിടെ ഭരിക്ക്. എത്ര ഉരുക്കുമുഷ്ടിയുള്ള രാജാക്കന്മാരും ഭരിക്കട്ടെ. അവിടെ തന്നെ വന്നപ്പോൾ യേശു പറഞ്ഞു, നീ ഇവിടെ ഉരുക്കുമുഷ്ടിയുടെ ഭരിക്ക്. പക്ഷേ നീ ഇവിടെ ഉരുക്കുമുഷ്ടിയുടെ ഭരിക്കുന്ന ഈ നാട്ടിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇന്ത്യയിലുള്ള സഭയെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടുകയൊന്നും വേണ്ടെന്ന്. ആരും ഭരിക്കട്ടെന്ന്, ഏത് രാജാവും ഭരിക്കണമെന്ന്. പക്ഷേ അതൊക്കെ മീതേ ഒരു രാജാവ് നമുക്കുണ്ടെന്ന്. മനസ്സിലായോ? ഓതറയിൽ സഭാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇവിടെ വേറെ മതങ്ങളുണ്ട്, അമ്പര ചുംബയെ നിൽക്കുന്ന ആരാധനാലയങ്ങളുണ്ട്. അതിൻ്റെ പൊക്കം നമ്മുടെ പള്ളിക്കുണ്ടോ? ഇല്ല. അതൊക്കെ പൊങ്ങി നിൽക്കുമ്പോഴാണ് നമ്മളെ മൂലക്കല്ലിട്ടത്. പക്ഷേ ഈ മൂലക്കല്ലിടാൻ പോകുന്ന ദൈവസഭയെ ആ പാതാള ഗോപുരത്തെ ജയിക്കാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യുദ്ധം ആര് തമ്മിലാന്ന് പോലും അറിയാമോ? എല്ലാവരും പറയും ദാവീദും പിന്നെ ആരാ? അല്ല, അങ്ങനെ എവിടാ ബൈബിൾ പറഞ്ഞേക്കണേ? നമ്മളങ്ങ് പറഞ്ഞ് ഒഴിപ്പിച്ച് ചോദിക്കുക ദാവീദും ഗോലിയാത്ത യുദ്ധം. അങ്ങനെയൊന്നും ബൈബിളിന് ഉണ്ടോ? ഉണ്ടായിരിക്കും. ഗോലിയാത്ത് നോക്കിച്ച് പറഞ്ഞു, എടെ ചെക്ക ചെല്ലു പോലേക്ക് നീ, നായ പോലേക്ക് നീ എന്നതാണേ കാണിച്ചോണ്ട് വരുന്നത്? ഒരു കവണയും ഇതെന്നെ കുട്ടിക്കളിയാണോ? ഞാനിങ്ങനെ കുറെ വേറെ വേറിൽ നീളോ നെഞ്ചു പോലെ പടപ്പതടി, നീ എന്നെ കാണിച്ചു, നീ എന്നെ അവൻ നോക്കിയതടി കൊച്ചി ചെക്കനെ നോക്കി. അവൻ നോക്കിയപ്പോണ്ടല്ലോ ഈ പടപ്പതടിക്കാരൻ്റെ നെഞ്ചിനകത്ത് ദേവന്റെ നാമം ഇരിക്കുന്നു. ഗോലിയാത്തിന്റെ അകത്ത് ദേവനായി. അവൻ പറഞ്ഞു, നീ വരും നിന്റെ ദേവന്മാരുടെ നാമത്തിലാ. ഞാൻ വരുന്നത് നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിലാ വരുന്നത്. യുദ്ധം ദാവീദും ഗോലിയാത്തും തമ്മിലല്ല പ്രിയപ്പെട്ടവരെ, യഹോവയും ദേവന്മാരും തമ്മിലാ. യുദ്ധമാർ ജയിക്കുന്നു മനസ്സിലായല്ലോ. ഈ ദേശത്തുള്ള പാതാള ഗോപുരങ്ങൾ ഇന്ന് രാത്രി ദൈവസഭ വെല്ലുവിളിക്കും. കാരണം അതിനെ മറികടക്കുവാൻ കഴിയുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ദൈവസഭയ്ക്ക് നായകനായിട്ടുണ്ട് എന്ന് ദൈവസഭ മനസ്സിലാക്കണമെന്ന്. അപ്പൊ ഞാൻ സഭയെ പണിയും. പണിതില്ലേ? ഇല്ലേ? പണിതുകൊണ്ടിരിക്കുകയല്ലേ? ഇനിയും പണിയില്ലേ? 2-3 മീറ്റർ മാത്രം നീളമുള്ള മരമുട്ടിയുടെ മുമ്പിൽ കയറിയെന്ന് 12 സെന്റിമീറ്റർ മാത്രം നീളം വരുന്ന ഒരു ചിന്തിച്ച് പിടിച്ചു വലിച്ച മരത്തിൻ്റെ വളവ് മാത്രം നിവർത്തുന്ന ഒരു മരാശാരി മാത്രമല്ല യേശു ക്രിസ്തു. കൂട്ടിക്കുഴച്ച മണ്ണുകൊണ്ട് പണിത മനുഷ്യൻ്റെ മനസ്സിൻ്റെ തകർച്ചകൾ പണിയുവാൻ കഴിയുന്ന, ഈ പഞ്ചായത്തിനെ പണിയാൻ കഴിയുന്ന, തലതെറിച്ച തലമുറകളെ പണിയാൻ കഴിയുന്ന, നിന്റെ കുടുംബത്തെ മുച്ചൂട് മുടിച്ചു കളയുമെന്ന് വെല്ലുവിളിച്ച് നിന്റെ കുടുംബത്തിനകത്ത് പതിറ്റാണ്ടായി അടയിരിക്കുന്ന ദുഷ്ടശക്തികളെ പൊളിച്ചു പണിയാൻ കഴിയുന്ന പ്രപഞ്ചത്തിന്റെ പെരുന്തച്ഛനായ ശില്പിയാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് പറയട്ടെ, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞവൻ അത് പണിതുകൊണ്ടേയിരിക്കുന്നു. 2, ഞാൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനെ അയക്കും. അതയച്ചോ? കിട്ടിയോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയോന്ന്? കിട്ടിയത് ഓട്ടക്കാലത്തിൽ ഇട്ടവരെ പോലെ ഇരിക്കുന്നത്.
പരിശുദ്ധാത്മാവിനെ കിട്ടിയോന്ന് ഒരു സ്തോത്രമൊക്കെ പറയുന്നത്. എന്തിനാ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ സമയം പിടിക്കുമെന്ന്. എന്തിനാ പരിശുദ്ധാത്മാവ്? നമ്മുടെ നോട്ടത്തിൽ ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഈ കീബോർഡ് മുറുകി വരുമ്പം, പാട്ടങ്ങട് മുറുകി വരുമ്പം ഒന്ന് ഡാൻസ് കളിക്കാനും അന്യഭാഷ പറയാനുമാണ് ആര് വരുന്നത്? പരിശുദ്ധാത്മാവ് വരുന്ന വരവ് തന്നെ രസമാണ്. മര്യാദയ്ക്കൊന്നും പരിശുദ്ധാത്മാവ് വരില്ല കേട്ടോ. നമ്മൾ ശാന്തമായി നല്ല അർത്ഥ ഗാംഭീര്യമുള്ള പാട്ട് ശാന്തമായി ധ്യാനിച്ച് പാടിയാൽ പരിശുദ്ധാത്മാവ് അനങ്ങാതിരിക്കത്തേ ഉള്ളൂ. പുള്ളി വരികയില്ല. പുള്ളി വരണമെങ്കിൽ ഒരു വഴി ഒരുക്കണം. എന്താ പറയുമ്പോൾ ആദ്യം തന്നെ താളം തെറ്റിക്കണം. അത് തന്നെ ഈ ചപ്പളാങ്കൊട്ടി അടിക്കുന്ന പോലെ ചപ്പളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കണം, താളം തെറ്റണം. പിന്നെ ഒരു വല്ലാത്ത ബഹളം ഉണ്ടാക്കണം. പിന്നെ പാട്ടാണോ ആരാധനയാണോ അന്യഭാഷ ഒരു പിടുത്തമില്ലാതെ എങ്ങനെ അങ്ങനെ ഇങ്ങനെയും ഒക്കെ നശിപ്പിക്കരുതെന്നൊരു രാഗമുണ്ടല്ലോ. ആ രാഗം ഇങ്ങോട്ട് കയറി വരണം. ആ ബഹളത്തിൻ്റെ ഇടയ്ക്കാണ് ഈ തിരക്കിനിടയിൽ കണ്ടക്ടർ കയറി വരുന്ന പോലെ ആര് കയറി വരുന്നത്? പരിശുദ്ധാത്മാവ് വരുന്നത്. പുള്ളിക്ക് അങ്ങനെ വരാനേ അറിയത്തുള്ളതാ ബന്ധിക്കോസ് തിരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഒച്ചപ്പാടിൻ്റെ ഇടയ്ക്കാണ് ആര് വരുന്നത്? കുറച്ച് പേർ ഇതൊക്കെ മൂപ്പിക്കാൻ പറയും, സ്പീഡ് കൂട്ടാൻ പറയും. ആ കൂട്ടുമ്പോഴാണ് നമ്മൾ ഈ പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആവിധനെ മാത്രമേ പ്രസംഗിക്കൂ. അത് സത്യമാണ്. പക്ഷേ 39-ാമത്തെ സംഗീതത്തിൻ്റെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ വായ കടിഞ്ഞാൽ അവിടെ ധ്യാനത്തിൽ തീ കത്തി. ഉണ്ടോ എന്ന് പറഞ്ഞാൽ പെട്ടകത്തിന് മുമ്പിലാണ് സഭായോഗം, അവിടെ തീ കത്തിക്കാൻ നല്ല ശീലമാണ്. ധ്യാനമാ വീട്ടിൽ, അവിടെ വല്ല തീയും കത്തുന്നുണ്ടോ? ഞായറാഴ്ച എവിടെ പറയുന്ന അന്യഭാഷ വീട്ടിൽ പറയാറുണ്ടോന്ന് ആര് പറയാനാ? ആര് സ്വോത്രം പറയാനാ? എൻ്റെ ഭാഷ ഇവിടെ പറയാൻ വലിയ പാടുണ്ടോ? കാരണം ഇവിടെ നാട്ടുകാരല്ലേ ഇരിക്കുന്നത്, വീട്ടിൽ പെണ്ണുമ്പിള്ളല്ലേ ഇരിക്കുന്നത്. ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഇരിക്കുമ്പോൾ അന്യഭാഷ പറയാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒറിജിനലല്ലേ അവിടെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് പറയാമല്ലോ. സ്വോത്രം ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദാനം, സ്നാനം, അഭിഷേകം, അച്ചാരം, അധിവാസം, മുദ്ര, നിറവ്, പകൽ ഞാൻ പറഞ്ഞു 7 കുറിച്ചും പഠിക്കണം നമ്മൾ. ഇനി ഞാനെന്നെ ചുരുക്കി അങ്ങോട്ട് പറയാം. എന്തിനാ പരിശുദ്ധാത്മ വന്നതെന്ന് പോലും അറിയാമോ? എന്തിനാണ് പരിശുദ്ധാത്മ നമുക്ക് തന്നത്? പറ. 100 കാര്യം പറയാം, പക്ഷേ 5 കാര്യം ചുരുക്കി പറയാം. 1, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദയിൽ, ശമരിയിൽ, ഭൂമിയുടെ അറ്റത്തോളം. അതാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം. ആദ്യത്തെ ഒരു ഭാഗം യെരൂശലേമിൽ, രണ്ടാമത്തെ ഭാഗം ശമരിയിൽ, മൂന്നാമത്തെ ഭാഗം ഭൂമിയുടെ അറ്റത്തോളം. അങ്ങനെ നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ രക്ഷിക്കപ്പെട്ടത് എറണാകുളം ജില്ലയിലാണ്. ഹെർക്കുലി സൈക്കിളിൻ്റെ പുറകിൽ പിന്നെ ലഘുലയം കൊണ്ട് നടന്ന എറണാകുളം ജില്ല മുഴുവൻ മുക്കിനും മൂലയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിച്ച് ഞാൻ. എൻ്റെ അപ്പൻ്റെ കഥാവിധിയിൽ കഥാപ്രസംഗമായിരുന്നു എൻ്റെ പണി. കഥാപ്രസംഗനായിരുന്നു ഞാൻ കൊച്ചു ചെറുപ്പത്തിൽ. ഒറ്റയ്ക്ക് പ്രസംഗിച്ചു, മൈക്കുമില്ല, ഒന്നുമില്ല. ബസ് വരുമ്പം ആ സൈഡിലിരിക്കുന്നതോടെ മാത്രം പറയാൻ കുറേ വാചകമുണ്ട്. ബസ് പോയി കഴിയുമ്പോൾ ബാക്കി പറയും. അങ്ങനെ പ്രസംഗിച്ച് കിടന്ന ആളാണ് ഞാൻ. മിക്കവാറും ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ, ലഘുലയം തലേണ വെച്ച്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഈ എറണാകുളം ജില്ല മാത്രം കൊടുത്താൽ പോരല്ലോ. ഞാൻ അങ്ങനെ കേരളത്തിലുള്ള 14 ജില്ലയ്ക്ക് വേണ്ടി 1,40,000 ട്രാക്റ്റ് അടിച്ചു. പൈസ വേറെ ആളാണ് മുടക്കിയത്. ഞാൻ നടന്നു കൊടുത്തു. ഒരു ജില്ലയിൽ 10,000 കടയിൽ കയറി. അപ്പോൾ 14 ജില്ലയിൽ എത്ര കടയായി? 1,40,000 കടയിൽ കയറി. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ കയറി ട്രാക്റ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി കേരളം മൊത്തം കൊടുക്കണം. കാസർഗോഡ്, തിരുവനന്തപുരം 465 സിറ്റികളിൽ മുനിസിപ്പാലിറ്റി അടക്കം ഞാൻ ട്രാക്റ്റ് കൊടുത്തു. സ്വോത്രം. അപ്പം എനിക്ക് തോന്നി എന്നാൽ പിന്നെ ദക്ഷിണേന്ത്യ കൊടുത്തേക്കാവുന്നു. അങ്ങനെ ഞാൻ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര പിടിച്ചു. അപ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യ പോയേക്കാവുന്നു. ഇവിടെ പ്രസംഗിച്ച് കിട്ടുന്ന പൈസ നല്ലൊരു ശതമാനം നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ് എഴുതി കവർണത്താക്കി വെക്കും. അല്ലാണ്ട് കാശുണ്ടായിട്ടല്ല. ഞാനും എൻ്റെ ഭാര്യയും ഇന്ത്യൻ പ്രയർ ആർമി ടീമും കൂടെ കഴിഞ്ഞ വർഷം പോയത്, ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോയത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്കാണ്. അത് 2ാം പ്രാവശ്യം പോകുന്നത്. കഴിഞ്ഞ വർഷം പോയത് സിക്കിമിലേക്കാണ്. ഇന്ത്യയിലുള്ള 29 സ്റ്റേറ്റിൽ ഞങ്ങൾ പോയി യേശുവിനെ പ്രസംഗിച്ചു. പൈസ അങ്ങോട്ട് കിട്ടിയിട്ടില്ല, അങ്ങോട്ട് കൊടുത്താൽ പോയത്. സ്വോത്രം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പോയി. ആൻഡമാൻ 2 പ്രാവശ്യം പോയി, ഡാമൻ DU പോയി, ചണ്ഡീഗഡ് പോയി, ഡൽഹി പോയി, ഗോവ ഒക്കെ പോയി. ഇനി പോകാനുള്ള 3 സ്ഥലമുള്ളൂ: ഭദ്രനഗർ, ഹാവേലി, ലക്ഷദ്വീപ്, ഡാമൻ. അത് കഴിഞ്ഞിട്ടേ എന്നെ അങ്ങോട്ട് വിളിക്കാവൂന്നും കൂടെ ഒരു ആഗ്രഹമുണ്ട്. സ്വോത്രം. എന്താ കാര്യം? പഠിച്ചപ്പോൾ പറഞ്ഞു ഭാരതത്തിലുള്ള എല്ലാവരും എൻ്റെ സഹോദരി. നിങ്ങൾ കാണാൻ പോയിട്ടുണ്ട് ഇതുവരെ? കൂടപ്പുറപ്പുകൾ ഈ ഓതറയിൽ കിടന്ന വട്ടം കറങ്ങുന്നല്ലാതെ. ഇപ്പം ശക്തി ലഭിച്ചാൽ എന്തോ വേണം? തമ്പേരടിച്ച് പൊട്ടിക്കണമെന്നാണോ? കീബോർഡ് 8ാമത്തെ കട്ട പിടിക്കണമെന്നാണോ?
തുള്ളി വയർത്ത് ഇവിടെ കുളിച്ച് നിൽക്കണമെന്നാണോ? ടാബിൻ്റെ കിലിക്കട്ടം തെറിപ്പിച്ചുകൊണ്ട് കളയണമെന്നാണോ? ശക്തി ലഭിച്ചാൽ എന്തോ ചെയ്യണം? എന്തോ സാക്ഷി സാക്ഷി പറയണമെന്നല്ല. അങ്ങനെ കറക്റ്റ് വാ. സാക്ഷി പറയുന്ന അവിടെ സഭയിൽ അത് കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ദൈവരിക്കും നല്ലവരായിരുന്നു, വല്ലവരായിരുന്നു, എനിക്ക് വരാമായിരുന്നു, ആപത്താണെന്ന് ബാക്കി പറയാൻ വേണ്ടി ശ്വാസം വലിക്കുന്ന. നമുക്ക് ഈ മലയാളം പഠിച്ചത് അങ്ങനെ ഒരു ചീണില്ലേ, കായ്ക്ക ചാശ ഞാനല്ല സാഖാഷ അങ്ങനെ. അതുകൊണ്ട് നമ്മളങ്ങനെ ദൈവത്തിന് മൊത്തം ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യം ദൈവരിക്കും വല്ലവനായിരുന്നു ഇങ്ങനെ ഒരു ചീണുണ്ട്. അത് മലയാളം പഠിച്ചതിൻ്റെ കുഴപ്പമാണ്. എന്നതാ സാക്ഷ്യം? ലേവ്യ 5:1. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ കേൾക്കുകയോ ചെയ്ത് അറിയിക്കാതിരുന്നാൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം. കണ്ടതും കേട്ടതെന്ന് പറഞ്ഞാൽ അവനവന് ബന്ധമുള്ളതേ പറയാവൂ. അല്ല നാട്ടുകാരെ വിജയം പറയുന്ന സ്ഥലമല്ല സാക്ഷ്യം. എന്തിനാണ് ഈ സാക്ഷ്യം പറയുന്നത്? എന്നാ സാക്ഷിയായി പറയുന്നത്? എലി കണി വീണതും മുളകരച്ചപ്പം കണ്ണി തെറിച്ചതും ഇതൊക്കെയാണ് സാക്ഷ്യം. ചിലക്ക് അങ്ങ് എഴുന്നേറ്റിട്ട് പിന്നെ പാസ്റ്റർക്ക് 1 മണിക്കൂർ പ്രസംഗിക്കേണ്ട സഭയിലും ഒരാഴ്ചത്തേക്കുള്ള ദൂത് കിട്ടുന്ന സ്ഥലമല്ലേ, അതിന് സമയം കൊടുക്കുന്നത്. ചിലക്ക് പാസ്റ്റർക്ക് 40 അന്നേരം ചിലക്ക് ഇവൻ ശാഖയായി അവിടെ ചെന്ന് വെട്ടിയെടുത്തോണ്ട് വന്ന് ഒട്ടിച്ച് വെച്ച് അതിനകത്തോട്ട് പാസ് ചെയ്യുമ്പോഴേക്കും മണി 12:45 എന്നെ അടിക്കാൻ പറയും. ഒരു ആഴ്ചയിൽ 1 മണിക്കൂർ വചനം പ്രസംഗിക്കാത്ത സഭ എന്നാ സഭയാ? നമ്മൾ ആദ്യം പറയാൻ പറ്റും, വചനം കേൾക്കാൻ വരുന്നല്ലയോ? ഏട്ടാ ഒരാഴ്ചക്ക് ജീവിക്കണ്ടായോ? നമ്മുടെ വിജയം പറഞ്ഞാൽ കേൾക്കാൻ വരുന്നതെന്ന്. ഞങ്ങളുടെ സഭയിലൊന്നും സാക്ഷിയൊന്നുമില്ല, അതൊന്നുമില്ല. എന്നാ സാക്ഷ്യം? സാക്ഷി പറയേണ്ടത് ഇവിടെ 22-22 ഞാൻ നിന്റെ നാമത്തിൻ്റെ സഹോദരനെ കീർത്തിക്കും, സഭാമധ്യം ഞാൻ നിന്നെ സ്തുതിക്കും ഉണ്ടെങ്കിൽ പറയും. സാക്ഷി ആകേണ്ടത് എവിടാ? വെളിയിൽ. അപ്പം ആരാ പറയേണ്ടതെന്നല്ലോ മനസ്സിലായോ? ആയവരാ പറയേണ്ടത്. വല്ലതും പിടികിട്ടിയോ? ആരോട് പറയാൻ? പുറത്ത് പോയി കർത്താവിൻ്റെ സാക്ഷി ആയവരാണ്, ട്രാക്ട് കൊടുത്തവരാണ്, സുവിശേഷം പറഞ്ഞവരാണ് ഇവിടെ വന്ന് പറയേണ്ടതെന്ന്. അടുത്ത ആഴ്ചയിലെങ്കിലും കുറച്ച് സമയം ലാഭം കിട്ടുമല്ലോ. വല്ലോ കേൾക്കുന്നുണ്ടോ? ഫാസ്റ്റ് ആക്കോട്ട് നോക്കുന്നേ ഇല്ല. നിങ്ങളുടെ മുഖം കാണാനുള്ള ത്രാടി അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് സ്വോത്രക്കാഴ്ച ഒരു 7 ലേഖലയും കൊണ്ട് പോകും. ഒരു ദിവസം ഒരാൾക്ക് കൊടുക്ക്. പറയാൻ പറ്റിയില്ലെങ്കിൽ 365 ദിവസം കൊണ്ട് 365 പേർക്ക് ലേഖല കൊടുത്തതെങ്കിലും പറയാമല്ലോ. എന്നിട്ട് ഡിസംബർ മാസം 31 പാദയാത്രയ്ക്ക് കേക്കും ചോറും ഒക്കെ കൂടെ കൂട്ടി കുഴച്ചിരുന്ന് ഒരു കാലം മുന്നോട്ടെടുത്ത് വെക്കുമ്പോൾ പറയാം 365 പേർക്ക് ലേഖല കൊടുത്തത് പറയാമല്ലോ. ഇപ്പം 1 സാക്ഷിയാകാനാണ് പ്രിയപ്പെട്ടവരെ ശക്തി. 2 സുവിശേഷം പറയാനാണ് പരിശുദ്ധാത്മാവ്. പറഞ്ഞിട്ടുണ്ടോ? എന്നാ ഈ സുവിശേഷം പറയാനെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ അറിയത്തില്ലല്ലോ. നമ്മുടെ വീട്ടിൽ ചെന്നു, ഈ ലോകത്തിൽ 2 ദൈവമുണ്ട്. ഒന്ന് സത്യദൈവം, മറ്റൊന്ന് ഈ ലോകത്തിൻ്റെ. ഇപ്പം രക്ഷിക്കപ്പെടാത്തവരെ അകത്ത് ആര് കിടക്കുന്നുണ്ട്? ഈ ലോകത്തിൻ്റെ ദൈവം. നമ്മുടെ അകത്ത് ആര് കിടക്കുന്നുണ്ട്? സത്യദൈവം. പിടികിട്ടിയോ എന്തിനാ ശക്തി എന്ന്? നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പം ചിലപ്പോൾ അവൻ്റെ അകത്ത് ആര് കിടക്കുന്നുണ്ട്? ചിലപ്പം ഭൂതഗ്രസ്തനായിരിക്കും, ചിലപ്പോൾ മാറാരോഗിയായിരിക്കും, ചിലപ്പോൾ തലയെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടി വരും, ചിലപ്പോൾ 6000ത്തിൻ്റെ കേസ് കെട്ടായിരിക്കും. അവൻ്റെ തലയിൽ നീ കൈവെക്കണമെങ്കിൽ അവൻ്റെ അകത്ത് കിടക്കുന്നവനേക്കാൾ വലിയവൻ നിൻ്റെ അകത്ത് കിടക്കണം. ഇല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്തോത്രം. പണ്ടത്തെ ഉദ്ദേശിമാർക്ക് ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് പോലെ വല്ല വായും വയറൊന്നുമില്ല. പക്ഷേ ഉദ്ദേശിമാർ വീടിൻ്റെ നടക്കല്ലിൽ ചവിട്ടിയാൽ അടുപ്പിലെ കഞ്ഞിക്കലം മറിഞ്ഞിട്ടുണ്ട്. കാരണം ഭൂതങ്ങൾ കുടിയിരിക്കുന്ന കുടുംബത്തിൽ ഉപദേശിമാർ കാല് ചവിട്ടിയാൽ അപ്പോഴേ വിവരം അറിയും. റാന്നിയിൽ ഉദ്ദേശിവും ഒരു അച്ഛൻ പറഞ്ഞു, ഉദ്ദേശിയേ എവിടെ പോയതാ? അതിന് കയറി വാ, കഞ്ഞി കുടിച്ചേച്ചു പോകും. പുള്ളി രക്ഷിക്കപ്പെട്ട ആളൊന്നുമല്ല. എന്നിട്ട് പുള്ളി ഇനി ഉദ്ദേശി കഞ്ഞി ഒരു 50 രൂപയും കൊടുത്തേ, രാവിലെ തെണ്ടി തിരിഞ്ഞു നടക്കുക, കഞ്ഞി കൊടുത്തിട്ട് പോകാം. അത് ഉദ്ദേശി കേട്ടു. രാവിലെ തെണ്ടാൻ പോയതാ, തിരിഞ്ഞ് വരും, അച്ഛൻ കഞ്ഞി 50 രൂപയും കൊടുത്തേക്ക് പ്രാർത്ഥിച്ചോളൂ എന്ന്. ഉദ്ദേശിക്ക് സങ്കടമായി പോയി. ഉദ്ദേശി പറയും, തോമാച്ച ഞാൻ കഞ്ഞി കുടിക്കാൻ നിൽക്കുന്നില്ലടാ, പ്രാർത്ഥിച്ചിട്ട് പോവുക. ഉദ്ദേശി കഞ്ഞി കുടിച്ചിട്ട് പോകും. പ്രാർത്ഥനയെ കണ്ണടച്ചവിടെ പറഞ്ഞു, തോമാച്ച എന്തോ നിനക്കിവിടെ 2 ചാണകക്കുഴി ഉണ്ടോ? 2 ചാണകക്കുഴി ഉണ്ടോന്ന്? ഉണ്ട്. ഒന്ന് എല്ലാവരും കാണുകയും മുൻവശ സൈഡിൽ. ഓക്കെ. ഒന്ന് ഒരു 100-500 മീറ്റർ മാത്രം പുറകിൽ 2 മരത്തിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ടോ? ഉണ്ട്. അവിടെ ആനക്കൊമ്പ് ഇരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ടല്ലോ. കാലേ വീണു. മനസ്സിലായോ? കഞ്ഞി ചോറായി 500 രൂപയാക്കി. ഉദ്ദേശി മേടിച്ചില്ല. ഉദ്ദേശി ചോറായി 500 തന്നെ കയ്യിൽ നോട്ടെന്ന് പറഞ്ഞു. അതാ വെളിപ്പാടും ദർശനവും. അങ്ങനത്തെ ഉപദേശിമാരുള്ള കാലഘട്ടത്തിലൂടെ പെന്തിക്കോസ് വളർന്നു വന്നത്.
ആരാ നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാൻ സാത്താൻ ഹൃദയം കൈവശമാക്കിയത്? സഭായോഗ ശവസംസ്കാര ശുശ്രൂഷയെ മാറിയില്ലേ? മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് പറയാനുള്ള ശക്തിക്കാണ് എന്തിനു ദൈവം തരുന്നത്. ഇത് കിട്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്തു പറ. ഈ 4 ചുവരിനകത്ത് വിപ്ലവകരമായ വികാരഭരിതമായ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് തീർക്കാനാണെങ്കിൽ എന്തിനാണ് ഈ ശക്തി? ഉറക്കപ്പാടുന്ന മൈക്കിൾ ജാക്സന് പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടായിരുന്നു. നിരന്തരം പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ടോ? അപ്പോൾ എനിക്കും നിങ്ങൾക്കും എങ്ങും ഒതുങ്ങുകയില്ലാത്ത, സ്വർഗത്തിലും അടങ്ങുകയില്ലാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ 350 ഗ്രാം തൂക്കുമെന്ന് ഹൃദയത്തിനകത്തേക്ക് നൽകിയത് ഒതുക്കാനല്ല, നീ വിശാലമാകാനാണ്, പോകാനാണ്, പറയാനാണ്. എൻ്റെ അപ്പൻ കള്ളു കുടിച്ചു വേങ്ങൂർ പഞ്ചായത്തിൽ പള്ളിയുടെ മുമ്പിൽ ഒന്ന് നിൽക്കും. ആരുണ്ടോ അമ്മയുടെ മുലപ്പാൽ ഇറങ്ങി വാടാ. എപ്പോഴാണ് ഈ ആരോഗ്യം ഉണ്ടാകുന്നത്? എപ്പോഴും ധൈര്യം ഉണ്ടാകുന്നത്? കള്ളു കുടിച്ച് കഴിയുമ്പം. അല്ലാതെ പറയൂ. കള്ളു കുടിക്കുമ്പം അപ്പം എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ട കാര്യം പറയാന്നറിയാമോ? മണ്ണിൽ നിന്നും കുരുത്തു പോകുന്ന പനയോലയുടെ അടിവശം ചെത്തിയെടുക്കുന്ന ഒരു കുപ്പി കള്ളിന് ചാക്കപ്പൻ്റെ അകത്ത് കിടക്കുന്ന വീരത്തെ ഉണർത്തി ഒരു പഞ്ചായത്തിനെ വെല്ലുവിളിക്കാനുള്ള ശക്തി ഉണ്ടാകും. ശരിയാണോ? എടാ, ഒരു കുപ്പി കള്ളിന് പഞ്ചായത്തിന് നേരെ നിൽക്കാനുള്ള കഴിവുണ്ടാകുമെങ്കിൽ വിണ്ണിൽ നിന്നും ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്നു കഴിയുമ്പോൾ ഈ ലോകത്തെ വെല്ലുവിളിക്കാനുള്ള കഴിവ് നമുക്ക് തരില്ലേ? ആരോടും സുവിശേഷം പറയാനുള്ള ആംബിയർ നമുക്കുണ്ടാകത്തില്ലേ? ഏതൊരാളോടും പറയാതൊരു വലിയവനായ ദൈവമല്ലേ നമ്മുടെ ദൈവം. അതിനാണ് മക്കളെ പരിശുദ്ധാത്മാവിനെ തരുന്നത്. 2 ബ്ലോക്ക് മരം വെട്ടി ജീവിക്കേണ്ട ഒരു സാധാരണക്കാരനാണ് ഞാൻ. എന്നാൽ ഇന്ത്യയിൽ ഈ ഇത്രയും സ്ഥലത്ത് പോകാൻ 10-14 രാജ്യത്ത് പോയി യേശുവിനെ പ്രസംഗിക്കുക എല്ലാം അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന്. 3-ാമത്തെ കാര്യം, പാപബോധത്തിനാ പരിശുദ്ധാത്മാവ്. അവൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? പാപത്തെക്കുറിച്ചും യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, പാപം. നീതിയെക്കുറിച്ചും ആ യേശുവിനെ ഇന്ന് വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടാം, വർത്തമാനകാലം. ഭാവിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തുണ്ടാകും? പാപബോധം ഉണ്ടാകും. കരഞ്ഞിട്ടെത്ര കാലമായി പള്ളിക്കകത്ത് പ്രസംഗത്തിൻ്റെ കോമിക്കും കേട്ട് ജോക്കും മാത്രം കേട്ട് ചിരിക്കും നല്ല കാര്യമാണെങ്കിലും, ഈ ചിരി രണ്ടിങ്ങനെ വലിച്ചു പിടിച്ച് ചിരിക്കും നല്ല കാര്യമാണെങ്കിലും, ചുണ്ടൊന്ന് വിതുമ്പിട്ട് കാലം എത്രയായി? പള്ളിയിൽ കരഞ്ഞിട്ട് കാലം എത്രയായി? ചങ്കൊന്ന് പിടഞ്ഞിട്ട് കാലം എത്രയായി? കർത്തൃമേശ വരുമ്പോൾ മാത്രം കർത്താവേ എന്ന് വായ്പിട്ട് പറയാതെ ആത്മാർത്ഥമായി മനസ്സൊന്ന് പിടഞ്ഞിട്ട് കാലം എത്രയായി? സഹോദരന്മാരെ എന്ന് വിളിക്കുന്ന ആരോടാ? നമ്മളോട് തന്നെ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ പറ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഓരോ മീറ്റിങ്ങും ഓരോ സ്വഭാവ രൂപീകരണത്തിന് വേദിയാകണമെന്നേ. 1-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് വരുന്നത് എന്തിനാണ്? സാക്ഷിയാകാനാണ്. 2 പറയാനാണ്. 3 പാപബോധത്തിനാണ്. 4-ാമത്തെ കാര്യം, ജയകരമായ ജീവിതത്തിന് വേണ്ടിയാണ്. പരാജയപ്പെട്ടവനല്ല നമ്മൾ, ജയിക്കാൻ വേണ്ടിയാണ്. നമ്മൾ തോറ്റുപോകുന്നവരല്ലെന്ന്. ആണോ? രാവിലെ മണ്ണ് ചവിട്ടുന്ന തമിഴരെയും ഭാര്യയും പിള്ളേരെയും കണ്ടിട്ടില്ലേ? ആർക്കും ചവിട്ടാൻ മണ്ണ്. അത് ചൂളയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൽ തീ കയറിയാൽ പിന്നെ ചവിട്ടാൻ പറ്റൂ? ഈ ലോകത്തിൽ ഓതറയിൽ ആർക്കും ചവിട്ടാവുന്ന എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത പരിശുദ്ധാത്മാവിന്റെ തീ അകത്ത് തന്നത്. ഇനി ആർക്കും നിന്നെ ചവിട്ടാനൊക്കില്ല. നീ അവനെ ചവിട്ടണം. നീ ജയിച്ചവനായി മാറണം. തോറ്റു തുന്നമ്പാട് ജീവിതത്തിന് വേണ്ടിയിട്ടല്ലെന്ന് ജയകരമായൊരു ജീവിതം ചെയ്യാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. ആത്മാവിനെ പ്രാപിച്ചവർക്കൊരു ജയകരമായ ജീവിതം സാധ്യമാണെന്നായി പറഞ്ഞതിനർത്ഥം. 5-ാമത്തെ കാര്യം, നമ്മെ ഒരുക്കിയെടുക്കാനാണ് പരിശുദ്ധാത്മാവ്. എന്തിനാ ഒരുക്കുന്നേ? എന്തിനാ മോളെ നമ്മൾ ഒരുക്കുന്നേ? നമ്മൾ ആരാ? മണവാട്ടി. പറഞ്ഞില്ലായിരുന്നു? ഏത് സ്ത്രീയുടെയും ശിരസാരാ? എന്നതാ പറയാൻ എത്ര മടി? അങ്ങനെ പറ, സമ്മതിക്ക്. വേണേ വീട്ടിൽ ചെല്ലുമ്പോൾ മാറ്റിക്കോ, എന്നാലും പറ. അങ്ങോട്ട് പറ. ഏത് സ്ത്രീയും ശിരസാരാ? പുരുഷന്റെ ശിരസാരാ? ക്രിസ്തു. ക്രിസ്തുവിന്റെ ശിരസാരാ? ദൈവം. അപ്പം മണവാട്ടി ആരാ? സഭ. മണവാളനാരാ? ക്രിസ്തു. ആർക്കാ സൗന്ദര്യം കൂടുതൽ? ആണിനാണോ പെണ്ണിനാണോ ഭംഗി കൂടുതൽ? മണവാട്ടിക്ക. ആണിനാണോ പെണ്ണിനാണോ സൗന്ദര്യം കൂടുതൽ? പറഞ്ഞു നന്നായി, ഉള്ളത് പറഞ്ഞല്ലോ, മിണ്ടാതിരുന്നില്ലല്ലോ. ഈ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ എത്ര നേരം എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ കണ്ടമാന സമയം എടുത്തില്ലേ? ആദാമിന് അനസ്തേഷ്യ കൊടുത്ത് കിടത്തേക്കുക. ഇടയ്ക്ക് എഴുന്നേക്കരുത്. എന്നിട്ട് തൊക്കും ഞെരുമ്പം മാംസവും വെച്ച് പിടിപ്പിച്ചു എന്നല്ലേ?
അന്നും ഇന്നും വെച്ച് പിടിപ്പിക്കലും തേച്ച് പിടിപ്പിക്കലും ആർക്കാ? പറ, ആർക്കാ? സ്ത്രീകൾക്കല്ലേ? അവർക്കൊരു ബോധമാണ് ഞങ്ങൾക്ക് ഭംഗിയില്ല. നമുക്കങ്ങനെയൊന്നുമില്ല. അവർക്ക് ഒരുക്കെന്ന് പറഞ്ഞാൽ ആർക്കാ ഒരുക്കം വേണ്ടത്? മണവാട്ടിക്ക്. ഒരു പെണ്ണിൻ്റെ കല്യാണം ഉറച്ചു, ഓതറ ഇവിടെ കല്യാണം. പിന്നെ ആ പെണ്ണ് ലാബിൽ പണിക്ക് പോവില്ല. എല്ലാ കാര്യം അയ്യോ സൂര്യപ്രകാശം ഏറ്റെടുത്ത് അങ്ങനെയല്ല, കറുത്ത് പോയെങ്കിലും കരിവെട്ടിക്ക് കരിവയിലടിച്ച പോലെ ഇരിക്കുന്നത്. എന്നാലും കറുത്ത് പോയെങ്കിലും എന്ന് കരുതി ഒരു പണിക്കും പോകാതെ ലാബിനകത്ത് 2000 രൂപ അത് കിട്ടാതെ 40 സോപ്പ് 40 പ്രാവശ്യം തേച്ച് കുളിച്ചിങ്ങനെ ഇരിക്കുക. എന്നാലും വെളുക്കുകയില്ല. ഇപ്പം കല്യാണം ഉറപ്പിച്ച പെണ്ണ് ശരീരം സൂക്ഷിക്കണം. പന്തലിൽ വൃത്തിയായിട്ട് വരേണ്ടത് മണവാളാണോ മണവാട്ടിയാണോ? മണവാട്ടിയാണ്. പെണ്ണാണ് ഒരുങ്ങേണ്ടത്. അവരല്ലേ ഒരുങ്ങുന്നത്. നാളെ രാവിലെ 10 മണിക്കൊരു കല്യാണമുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭാര്യ ചോദിക്കും, നിങ്ങൾ നാളെ കല്യാണത്തിന് പോകണില്ലേ? പോകണം. ഒന്ന് തേച്ച് വെക്കുന്നല്ലേ? ഞാൻ തേച്ച് വെച്ചോളാം, നീ ഇതിൻ്റെ പണി വെക്കും. രാത്രി കൊണ്ട് തേക്കൽ, ബ്ലൗസ് അടിച്ച് തുന്നൽ, പെണ്ണുങ്ങളുടെ പണിയാണ്. ഓരോ പ്രാവശ്യം ചിലപ്പോൾ വണ്ണം വെക്കും, ചിലപ്പോൾ കൂട്ടും, ചിലപ്പോൾ കുറയ്ക്കും ഒക്കെ ചെയ്ത് നേരം പെടുത്ത് 8 മണിക്ക് 10 നിങ്ങൾ റെഡി ആവണില്ലേ? നീ പണിയാവും. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിരിക്കും 8:45. നിങ്ങൾ റെഡി ആവണില്ലേ? 9 മണി. നിങ്ങൾ പോരുന്നില്ലേ? 9 ആയപ്പം നമ്മളെന്ത് ചെയ്തു? അങ്ങോട്ട് കയറി ഒരു പാൻറ്റും ഒരു ഷർട്ടും എടുത്തിട്ട് മുറ്റത്തോട് ഇറങ്ങി വിളിച്ചു, നീ പോരുന്നില്ലേ? ഇന്നലെ മുതലേ പുള്ളിക്കാരത്തി നമ്മൾ ചോദിക്കുക, നിങ്ങൾ പോകുന്നില്ലേ? പോകുന്നില്ലേ? നമ്മൾ 9:00 പോയി, നീ പോരുന്നില്ലേ? അപ്പോൾ പറയുക 5 മിനിറ്റും കൂടെ. ഇവരൊക്കെ സമയത്ത് പോകണമെങ്കിൽ ഇന്നലെ സാരി കൊടുത്ത് കിടക്കുകയാണെങ്കിൽ നേരം വെളുത്ത് എഴുതേച്ച് പോവുകയാണെങ്കിൽ അത്രയും വൃത്തിയായിട്ട് പോകാൻ പറ്റും. നേരം വെളുത്ത് ഒരാണ് കല്യാണം ഇപ്പോൾ ഒരു 25 കൊല്ലം നമ്മുടെ കല്യാണം കഴിഞ്ഞ 10-20 കൊല്ലം മുമ്പേ എന്താ മിനി സജി കല്യാണം നടക്കുക, ബെന്നി സജി മിനി കല്യാണം നടക്കുക. ബെന്നി രാവിലെ 6 മണിക്ക് എന്തോ ചെയ്യും? ഇവിടെ ഉണ്ടോ അവരൊക്കെ? ഉണ്ട്. എന്തോ എന്തേലും ആട്ടെ, സജി മിനി കല്യാണം നടക്കുക ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കയറി പിടിക്കാമല്ലോ. 2 പേരും ഉണ്ട്. അപ്പാണ്ട് സജി രാവിലെ എന്ത് ചെയ്യുന്നു? രാവിലെ 6 മണിക്ക് വാഴയില വെട്ടാൻ പോകുന്നു. പണ്ട് നമ്മുടെ കല്യാണം അങ്ങനെയല്ല വെച്ചാ, കൂട്ടുകാരുടെ കൂടെ പോയി അവർ തോട്ടി വെക്കും, നമ്മൾ ദോശയില വെട്ടുന്നു, അതുകൊണ്ട് തുടച്ച് വെക്കുന്നു. അപ്പോഴുണ്ട് പിന്നെ പെണ്ണുങ്ങൾ തേങ്ങ ഇടുന്നു. ആ തേങ്ങ ഇവിടെ മിക്സി ഇല്ലാത്തതുകൊണ്ട് ഹെർക്കുലി സൈക്കിളിൻ്റെ പുറകെ വെച്ച് അടുത്ത വീട്ടിൽ അരയ്ക്കാൻ പോകുന്നു. അപ്പോഴൊരു 2 മുടി കയറ് തീർന്നു പോയി. പിന്നെ ഓതറ ചെല്ലുന്നു, നാരായണനെ വിളിച്ചു വരുത്തി പലകട തുറന്ന് 2 മുടി കയറ് കൊണ്ട് വരുന്നു. എന്നാ പണിയാണ് നമുക്ക്. നെയ്യും കൂടെ കയറടാ, കഴുക്കൂല് കെട്ടിത്തീരും. നമ്മൾ കയറുന്നു, കെട്ടുന്നു. ഇവൻ കല്യാണം കെട്ടാൻ വേണ്ടിയിട്ട് ഇവൻ കഴുക്കൂല് വരെ കെട്ടണം. 9 മണിക്ക് നീ പെണ്ണ് കെട്ടാൻ പോണില്ലേ? പോണം, ഇറങ്ങി വാ, ബാക്കി ഞങ്ങൾ കെട്ടിക്കോളാം. അപ്പോൾ നമ്മൾ 9 ആകുമ്പോൾ ഒരു വട്ടക്കെട്ടും കെട്ടി ഒരു വലിയ കെട്ടിട്ട് ചൂട പിടിച്ചിട്ട് പാടത്ത് സൈഡിൽ കുളിക്കാൻ വന്നു. അപ്പോൾ അമ്മണി ചോദിച്ചു, നീ ഇപ്പം ഒരുക്കുന്നില്ല. ഇതൊക്കെ മതി ചേച്ചി, പോരെ. ആരാ സജി? ആർക്കറിയാം? ചേച്ചി അതൊക്കെ പോരെ, അതൊക്കെ പോരെ. ആണുങ്ങൾ അത്രയും ഒരുക്കം മതിയെന്ന്. കാരണം ആണുങ്ങളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആകെ 2 ഫോട്ടോയേ ഉള്ളൂ. ഒന്ന്, ഒരളിയൻ ഈ ബട്ടൺ സെറ്റ് കൊടുക്കുന്നു, അന്ന പുള്ളി ആദ്യമായിട്ട് ഫുൾ കൈ ഷർട്ട് ഇടുന്നത്. രണ്ടാമത്തെ അളിയൻ ഈ കക്ഷത്തിൽ സ്പ്രേ അടിക്കുന്നു. ഈ നിപ്പ് കണ്ടാലറിയാം നാളെ നേരത്തെ 10 മണിക്ക് കുരിശേ കയറാൻ പോവുകയാണെന്ന് കണ്ടറിയാം. പെണ്ണുങ്ങൾക്കോ അയ്യോ ചെരിഞ്ഞേക്കുന്നു, മുടിയിടുന്നു, ക്ലിപ്പിടുന്നു. പെണ്ണുങ്ങളോട് എത്ര ഫോട്ടോ അതറിയാം. ആർക്കാ ഒരുക്കം? നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് 10 മണിക്ക് ഈസി ആയിട്ട് നമ്മൾ പന്തൽ ചില പെണ്ണൊന്നും ഇല്ല. പെണ്ണിന് വല്ല പണിയുണ്ടാ? ഒന്നാമത്തെ കല്യാണം ഉറപ്പിച്ചപ്പോഴേ പണിക്ക് പോയിട്ടില്ല. രണ്ടാമത് അന്ന് രാവിലെ 2 മണിക്ക് ബ്യൂട്ടി പാർലറിൽ പോയതാ. 2 വെള്ളരിക്ക കഷ്ണം കിട്ടി ഇരിക്കുക. അതിന് എന്നിട്ട് 8 മണിക്ക് വീട്ടിലോട്ട് വരിക. കയ്യൊരു സാധനമൊക്കെ ഇട്ട് ജനിച്ചപ്പം വാരി കൊടുത്താ. പിന്നെ 25ാമത്തെ വയസ്സ് അമ്മ വാരി കൊടുക്കുന്നത്. കാരണം കയ്യിലല്ല ഇതാ ചോറ് തിന്നുക. ഉണ്ട്. ആർക്കാ ഒരുക്കം? ഇന്നലെ ഞാൻ കല്യാണം നടച്ചല്ലോ കുന്നത്താൽ ട്രിവാൻഡ്രത്ത്. ചെക്കൻ അവിടെ ഇരുന്നുകൊണ്ട് വേർക്കുമ്പം അങ്ങനെ തുടക്കുന്നത്. അവനൊന്നും പോവാനില്ല, മനസ്സിലായോ? പെണ്ണോ വയർത്ത് കുളിച്ച് ഏതൊന്നും തോട്ടത്തനയ്ക്ക് ഒരു നദി പുറപ്പെട്ടു വേർപ്പ് കണം. പീശോൻ ഗീഹോൻ ഹിത്തക്കേൽ ഫറാത്ത് 4 ശാഖയായി പിരിഞ്ഞൊഴുകി, അനങ്ങുകയില്ല. ഇതൊക്കെ വെള്ളിയാഴ്ച ചുണ്ടത്ത് വന്ന് വേർപ്പകണങ്ങൾ മുട്ടുന്ന പോലെ കയ്പ് വന്ന് മുട്ടുമ്പം കർച്ചീഫ് എടുത്ത് 4ആയിട്ട് മടക്കിച്ചതേ തുടക്കുന്നുണ്ടോളണം. എന്താ കാര്യം? അമർത്തി തുടച്ചാൽ ചക്ക വിളിഞ്ഞങ്ങനെ കഴിഞ്ഞ് പോരും. ലാക്ടോ കലാമിൻ, ഇന്ദലേഖ ഗോൾഡ്, കുട്ടിക്കൂറ, പോൺസ് അരയിച്ച് കണത്തിൽ പൊത്തിപ്പിടിപ്പിച്ച് പുട്ടിയിട്ടടിച്ചായി വന്നിരിക്കുന്നത്. മനസ്സിലായോ? നാളെ വരുമ്പോൾ ഒരു പെൺകുച്ച് കാണാൻ വന്നപ്പോൾ ചെക്കൻ പറയാം, ഇത് ഞാൻ കണ്ട പെണ്ണല്ല, എനിക്ക് കല്യാണം വേണ്ടെന്ന്. നടന്ന കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ ഭാഷ ഇടപെട്ട്, മോനെ ഇത് ആ പെണ്ണ് തന്നെയാണ്, ഞാൻ ഇരുന്ന സഭയിലെ പെണ്ണാ,
അപ്പോൾ പറഞ്ഞു, എടി പെങ്കൊച്ചൻ നീ പോയത് ഒരു കാര്യം ചെയ്യും, ഒരു 2800 രൂപയുടെ കഴുകി കളയാൻ പറഞ്ഞു. അവൾ പോയി ഒന്ന് കഴുകിച്ചത് പറയാം, ആ ഞാൻ കണ്ട പെണ്ണാണല്ലോ, എന്നിട്ടാ കല്യാണം നടത്തിയാൽ. മനസ്സിലായോ? അപ്പോൾ ആർക്കാ ഒരുക്കം? മക്കൾ പറ, ആർക്കാ ഒരുക്കം? ആർക്കാ സൗന്ദര്യം? ഇനി ആർക്കാണ് ഒറിജിനൽ സൗന്ദര്യം? ആർക്കാ ആയിരിക്കാനാ സാധ്യത? ഇപ്പോഴും മണവാട്ടി എന്നാന്ന് പറയുന്നത്. സമ്മതിച്ചു കേട്ടോ. ഏതും തോട്ടം മുതലേ പെണ്ണുങ്ങളൊന്നും സമ്മതിച്ചിട്ടില്ല മക്കളെ. അത് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. എന്നാലും ഒന്ന് പറഞ്ഞു വിടാം. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ ആൺ സിംഹത്തിനാണോ പെൺ സിംഹത്തിനാണോ? ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് നോക്ക്. ആർക്കാ സൗന്ദര്യം? ആൺ സിംഹത്തിന്. നിങ്ങൾ നോക്കി. അതുപോലെ കൊമ്പനാനയ്ക്കാണോ പിടിക്കാനയ്ക്കാണോ സൗന്ദര്യം? കൊമ്പനാനയ്ക്ക്. ഇപ്പം കാട്ടിൽ പോയി നോക്കാൻ പറ്റി, വീട്ടിലേക്ക് വരാം. പശുവിനാണോ കാളയ്ക്കാണോ സൗന്ദര്യം? കാളയ്ക്ക്. കാളയെ കാണാത്തോണ്ടോ? കാക്കൂർ കാളാവിലി പൊന്നരം കാണാം. ആൺമയിലാണോ പെൺമയിലാണോ സൗന്ദര്യം? ആൺമയിലായി പീലി എടുത്ത് ആടുന്നത്. അപ്പോൾ ആർക്കാ സൗന്ദര്യം? ആൺമയിലിന്. പോട്ടെ, പൂവൻ കോഴിക്കാണോ പെടക്കോഴിക്കാണോ സൗന്ദര്യം? പിന്നെന്താ? അങ്ങനെയാണെങ്കിൽ ആണുങ്ങൾക്കാണോ? സത്യം പറ, ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ സൗന്ദര്യം? പറ. ആണുങ്ങൾക്ക് എന്നെ പറയട്ടെ, മടിയന്നാ. ഇവരെന്നാ സമ്മതിക്കാത്തറിയാമോ? എന്നാ ഈ പാശമാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവരുടെ ഈ കെട്ടിയവന്മാരുടെ മോന്തെ അവരെ മനസ്സിലിരിക്കുന്നത്. ഇത് അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലത്. നിങ്ങളുടെ കെട്ടിയവന്മാരുടെ മോന്തര കാര്യമല്ല ഈ പറഞ്ഞത്. ഇവിടെ വേറെ ഒരു ആണടുത്ത് വന്നിരിക്കുന്നുണ്ടെന്ന് വല്ല മനസ്സിലായോ? ആയിരങ്ങളിലും 10,000ങ്ങളിലും അതിസുന്ദരൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ. എൻ്റെ പൊന്നച്ചാ, നീ 10 ജന്മം ജനിച്ചാലും അവന്റെ മണവാട്ടിയാകാൻ യാതൊരു യോഗ്യതയും ഇല്ലെന്ന്. പക്ഷെ കൃപയാൽ നമ്മെ തെരഞ്ഞെടുത്ത, യു ആർ സെലക്ടഡ് എന്ന് പറയുന്ന പോലെ നമ്മെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ. ഓ എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ. സർവസുഖ സൗകര്യങ്ങൾ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ. സർവസുഖ സൗകര്യങ്ങൾ നമ്മുടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത യുവമക്കളെ, ആ കർത്താവിന്റെ മണവാട്ടിയാകുവാൻ നമ്മെ തെരഞ്ഞെടുത്തു. മണവാട്ടി ബ്യൂട്ടി പാർലറിൽ കയറണം. ഏതാ ബ്യൂട്ടി പാർലർ? സഭയാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ കേട്ടോ. ബ്യൂട്ടീഷ്യൻ ആരാ? പാസ്റ്റർ അല്ല, പരിശുദ്ധാത്മാവ്. ബ്യൂട്ടീഷ്യന്റെ ഹെൽപ്പർ ആരാ? അതാ പാസ്റ്റർ. ബ്യൂട്ടി പാർലറിൽ കയറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം, കയറിക്കോനി. മുഖത്തെ ഈ മുഖക്കുരൊക്കെ പൊട്ടിച്ചെടുക്കുന്നൊരു പണിയുണ്ട്. അതിനാണ് ഫേഷ്യൽ ചെയ്യുക എന്ന് പറയും. പാവത്തങ്ങൾ ആരും കയറിയിട്ടില്ല കേട്ടോ, കണ്ടിട്ട് പോലും ഇല്ല. ഇതങ്ങനെ മുഞ്ഞക്കി പൊട്ടിക്കുമ്പോൾ അനങ്ങാതിരിക്കുക. എന്നാ വേദനയെന്നറിയാമോ? നമ്മളെങ്ങാനും പറയുന്ന ഒരു നുള്ളിയാൽ ചട്ടകം കൊണ്ട് നമ്മളെ തല്ലും. ആ പാർട്ടി അങ്ങനെ ഇരിക്കുക. എന്നാ കാര്യം? പുരികം മക്കളെ ത്രെഡ് വലിച്ച് പറിച്ചെടുക്കുക. പൗഡർ ഇടുന്ന വലിയ കുഴപ്പമൊന്നുമില്ല. വല്ല മനസ്സിലായോ? ചില ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് പറയും, പറിച്ചെടുക്കടാ ചിലതന്നെ. അപ്പോഴാ ശക്തമായ വചന ശുശ്രൂഷ. വേദനിക്കും. അന്നേരം പാസ്റ്റർ കുത്തി പ്രസംഗിച്ചു. അങ്ങനെയൊന്നും പറയരുത് ഈ മക്കൾ. നമുക്ക് കുത്തുകൊള്ളാനല്ലേ ദൈവവചനം, നമ്മെ ചെത്തിയെടുക്കാനല്ലേ. ചില ആഴ്ചയിലൊക്കെ പറിച്ചെടുക്കൂന്നേ, ചിലപ്പോൾ ഞെക്കി പൊട്ടിക്കൂന്നേ. ചില ആഴ്ചയിൽ പൗഡർ ഇടും. ഇന്ന് വലിയ കുഴപ്പമുണ്ടായില്ല, പൗഡർ ഇട്ടപ്പോഴാ. നീ എത്ര ഇരട്ട ചങ്കനാണെന്ന് പറഞ്ഞാലും സഭയെ വന്നാൽ അനങ്ങാതിരുന്നോളണം. ഞങ്ങൾ വാർഷാപ്പിൽ കയറി അനങ്ങും. ഇവിടെ പഠിക്കാൻ നേരത്ത് പണ്ട് നാരായണൻ ചേട്ടൻ കസേര ചെരിച്ചിട്ട് വെച്ചു ഒരു കത്തിയെടുത്ത ഒരു രാഗലുണ്ട്.
കഴുത്തെ വെക്കാൻ പോവുക. എന്നാൽ നമ്മൾ എന്നാ വിശ്വാസം, കഴുത്തിലൂടെ കത്തി പോകുമ്പം വിശ്വാസം അതല്ലേ. രക്ഷിക്കപ്പെടാത്ത നാരായണ ചേട്ടൻ്റെ രാഗിയെടുത്ത കത്തി കഴുത്തേക്കടെ പോകുമ്പോൾ കൂർക്കം വലിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അതിൻ്റെ 10 തമ്പനാനെ വിശ്വസിച്ചിരുന്നെങ്കിൽ എപ്പോഴേ രക്ഷപ്പെട്ടേനെ. അവ എത്ര ഇരട്ടച്ചങ്കനാന്ന് പറഞ്ഞ സഭയെ വന്നാൽ മിണ്ടരുത്, അനങ്ങാതിരിക്കണം. കാരണം എന്തിനാണെന്നറിയാമോ? ഈ ഒരുക്കം കറയില്ലാതെ, കളങ്കമില്ലാതെ, വാട്ടമില്ലാതെ, മാലിന്യമില്ലാതെ നിന്നെ പന്തലെത്തിക്കുമ്പോൾ മണവാട്ടി സുന്ദരി ആയിരിക്കാനാണ് ഈ ഒരുക്കം. ചെറ്റക്കുടിയിൽ നിന്നും കൊണ്ടുവന്ന എസ്തേറെ 6 മാസത്തേക്ക് സുഗന്ധവർഗം തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? രാജാവിന് ഇഷ്ടപ്പെട്ടവളായി അവിടെ എത്താൻ വേണ്ടിയിട്ടാണെന്ന്. അതുകൊണ്ട് കറയില്ലാതെ, കളങ്കമില്ലാതെ ഒരുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ദൈവസഭയ്ക്കായി ഒരിക്കൽ കൂടെ കരമടിച്ച് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞവൻ പണിതുകൊണ്ടിരിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാൻ അയക്കുമെന്ന് പറഞ്ഞ് അയച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വരുമെന്ന് പറഞ്ഞവൻ വരില്ലേ? അതാണ് അതിൻ്റെ ആശയം. രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുന്നു. അന്ത്യകാലം എന്നൊരു ടോപ്പിക്. എന്താണ് അന്ത്യകാലം? നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോവുകയാണ്. ഇതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. നാളെ പകൽ നമുക്ക് കുറച്ചുകൂടെ പോഷൻ കിടന്നാലേ നമുക്ക് ലക്ഷണിലേക്ക് കയറാൻ പറ്റും. അന്ത്യകാലം എന്താ? അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഇപ്പം ചിന്തിച്ച് എന്തുകൊണ്ട് വരണം? ഉത്തരം വാഗ്ദത്തങ്ങൾ വിശ്വസനായതുകൊണ്ട് വരണം. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്താ? കാലത്തിൻ്റെ അന്ത്യം. കാലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബ്രാക്കറ്റ് പീരീഡ്. യേശുക്രിസ്തു പറഞ്ഞു സകല ന്യായപ്രമാണവും പ്രവാചകന്മാർ യോഹന്നാൻ വരെ ആയിരുന്നു. അതൊരു ബ്രാക്കറ്റ് പീരീഡാണ്. കാലം എവിടെ നിന്നാണ് തുടങ്ങിയെന്നറിയാമോ? കാലം അത് തുടങ്ങിയ ഉൽപ്പത്തിയിൽ നിന്ന്. പകൽ വാഴുവാൻ വലിയ വെളിച്ചം, രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചം. അവൻ നിങ്ങൾക്ക് കാലങ്ങൾ, ദിവസങ്ങൾ, വേനൽ, മഴ, ശീതം, ഉഷ്ണം, വിത, കൊയ്ത്ത് തിരിച്ചറിയാനാണ്. ഏതാ പകൽ വാഴുന്ന വലിയ വെളിച്ചം? സൂര്യൻ. രാത്രി വാഴുന്ന ചന്ദ്രൻ. ഈ രണ്ടിനെയും ദൈവം എവിടെ വെച്ചിരിക്കുന്നു? അമ്പലക്കാള കണക്ക് അഴിച്ചു വിട്ടേക്കല്ല. 104-ാമത്തെ സങ്കീർത്തനം 19-ാമത്തെ വാക്യം, സൂര്യൻ തൻ്റെ അസ്തമാനത്തെ അറിയുന്നു, ചന്ദ്രനെ അവൻ കാല നിർണയത്തിനായി നിയമിച്ചു. ഒരു കലണ്ടറിൻ്റെ കീഴെ, നിയമവ്യവസ്ഥയുടെ കീഴെയാണ് ആരെ ആക്കിയിരിക്കുന്നത്? സൂര്യനെയും ചന്ദ്രനെയും. തോന്നും പോലെ അല്ല അവർ ഓടുന്നതെന്ന്. സൂര്യമാന വർഷം, ഹിജറ വർഷം, ശകവർഷം, മലയാള വർഷം, ജൂലിയൻ കലണ്ടർ, മലയാളം നമ്മുടെ ചിങ്ങങ്കന്യ, തുലാം വൃശ്ചികം ഒക്കെ ഇല്ലേ? യഹൂദൻ്റെ വർഷം ഏതാ? ചന്ദ്രമാന വർഷം. ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ 14 22, പൗർണമാസി, അമാവാസി 28, 2, 30, 12, 360. അതാണ് അവരുടെ വർഷം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന് ഉണ്ടാക്കി, കാലങ്ങൾ ഉണ്ടാക്കി. ബൈബിളിൻ്റെ മധ്യപുസ്തകമായ സങ്കീർത്തനം വന്നപ്പോഴേക്കും ചെയ്തു? കാലഗണനയുടെ കീഴിലാക്കി. ഈ സൂര്യനും ചന്ദ്രൻ്റെ അവസാനം ഉണ്ടാകുന്നൊരു സൂചന പഴയ നിയമത്തിൻ്റെ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. പഴയ നിയമത്തിൻ്റെ വെളിപ്പാട് പുസ്തകം ഏതാ? ദാനിയേൽ പ്രവചനം. ലോകത്തിൻ്റെ പഞ്ചാംഗം എന്നറിയപ്പെടുന്ന ആ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു ദൈവം, ഇപ്പോഴോ ദാനിയേലേ പോയിക്കൊള്ളുക. നമ്മുടെ മരിക്കുമ്പോൾ അല്ലേ പെട്ടി തള്ളി വെക്കുമ്പോൾ പറയുന്ന വാക്കാ പോയിക്കൊള്ളുക. അടുത്ത് പറഞ്ഞ് അത് കേൾക്കാൻ നേരം വേണ്ടേ? അന്നേരമാണ് അവിടെ ബണ്ണും പഴവും പാക്കൽ വിടും. വിശന്ന് കുടൽ കത്തിരിക്കുമ്പോഴാണ് പോയിക്കൊള്ളുക. കാലാവസാനത്തെങ്കിൽ ഇവിടെ ജീവാവസാനം വരും, അന്നേരമാണ് കാലാവസാനം. അപ്പം കാലാവസാനത്തിൻ്റെ ഓഹം ലഭിപ്പാൻ, അപ്പം കാലത്തിന് അവസാനമുണ്ട്. അതൊരു സൂചന പഴയ നിയമത്തിനകത്ത് ഇല്ലേ? ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് വരാം. കാലത്തിൻ്റെ തികവിങ്കൽ യേശു ജനിച്ചില്ലേ? ഉണ്ട്. യോഹന്നാൻ എന്തോ പ്രസംഗിച്ചത്? കാലം തികഞ്ഞു. യോഹന്നാൻ തടവിലായപ്പോൾ യേശു എന്തോ പ്രസംഗിച്ചു? കാലം തികഞ്ഞു. മത്തായി 24:3, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? ഇപ്പം ലോകം അവസാനിക്കില്ലേ? ഉൽപ്പത്തിയിൽ കാലം തുടങ്ങുന്നു, സങ്കീർത്തനത്തിൽ ഗണനയുടെ കീഴിലാക്കിയിരിക്കുന്നു. അവസാനം ഉണ്ടാകുമെന്ന് ദാനിയേൽ പ്രവചനം. കാലത്തികവെങ്കിൽ യേശു ജനിക്കുന്നു, യേശു പ്രസംഗിക്കുന്നു. ലോകം അവസാനിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവസാനിക്കുമെന്ന് പറയുന്നു. മാനവജാതിയോട് സംസാരിക്കുവാനുള്ള ദൈവത്തിൻ്റെ അവസാനത്തെ പുസ്തകമായി വെളിപ്പാട് പുസ്തകത്തിനകത്ത് അബദ്ധത്തിലല്ല, ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇനി കാലങ്ങൾ ഉണ്ടാവുകയില്ല. ഇനി സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ഞാൻ പിന്നെ പറഞ്ഞോളാം എങ്ങനെ സൂര്യനൊക്കെ പോകുന്നു. കുഞ്ഞാടാണ് അവിടുത്തെ വിളക്ക്. സ്തോത്രം. അപ്പം കാലത്തിൻ്റെ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ 2 തിമോത്തിയോസ് 3. എന്നാൽ അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ. എന്താ ദുർഘട സമയം? കടൽ ഇളകി വരുന്ന സമയം, മതം പൊട്ടിയ ആനയുടെ മുമ്പിൽ അകപ്പെട്ടു പോയ സമയം, എതിർച്ചയ കാട്ടുപോത്തിന് മുമ്പിൽ അകപ്പെട്ട സമയം. അതിൻ്റെ പേരാണ് എന്ത് സമയം? ദുർഘട സമയം. ആനയ്ക്ക് മതം പൊട്ടുന്നില്ലേ? പൂരപ്പറമ്പിൽ ആനയ്ക്ക് മതം പൊട്ടുന്നു, പള്ളിപ്പറമ്പിൽ ആനയ്ക്ക് മതം പൊട്ടുന്നു. പോട്ടെ, ആനയുടെ വലിപ്പം ഇല്ലെങ്കിലും ഇനാമിനിസ് കൊതുക് പോലെയുള്ള മനുഷ്യനും എന്ത് ചെയ്യുന്നു? മതം പൊട്ടുന്നു. പൊട്ടുന്നില്ലേ?
ഭ്രാന്തല്ലേ മനുഷ്യർക്ക്? അല്ലേ? അതെ. എതിർച്ചയ കാട്ടുപോത്തിനു മുമ്പിൽ അകപ്പെട്ട സമയമല്ലേ? അതെ. സാക്ഷര സമ്പന്നമാ കേരളം, ഭയങ്കര വിദ്യാഭ്യാസമാ, അക്ഷര തിരുമുറ്റമാ കോട്ടയം. രാത്രി 12 മണിക്ക് ഓതറയിൽ, രാത്രി 2 മണിക്ക് ഓതറയിൽ വന്ന് ഇറങ്ങിയിട്ടൊരു പെണ്ണിനെ ഒറ്റയ്ക്ക് ഇവിടെ വരെ നടന്നു വരാൻ ധൈര്യമുണ്ടോ? ഓതറ സിറ്റിയിൽ 2 മണിക്ക് ഓട്ടോറിക്ഷ ആക്കി ഞാൻ വീട്ടിലേക്ക് പോകോളാന്ന് പറയും. ഇവിടെ വരെ നടന്നു വരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നടന്നു വരും. ഇവിടെ വരേക്കും പല്ലും കാണും, നഖവും കാണും. അപ്പോൾ ഇവിടുത്തെ പകൽ മാന്യന്മാരും ആരല്ല? നല്ലവരല്ല. അതുകൊണ്ടല്ലേ ഓതറയിലെ കട മുഴുവൻ പൂട്ടി വെച്ച് പോകുന്നത്. കട പൂട്ടുമ്പം താക്കോൽ എടുത്ത് ഇങ്ങനെ വലിച്ചു നോക്കും, പൂട്ട് വീണോ എന്നെ കാര്യം, ഇല്ലെങ്കിൽ നേരം വെളുത്തത് എൻ്റെ ജീവിതത്തിൻ്റെ പൂട്ട് വീഴും. അതാ. അപ്പം നമ്മൾ കാണുന്നവരൊന്നും പകൽ കാണുന്നവർ എല്ലാവരും നല്ലവരൊന്നും അല്ലെന്നേ. എല്ലായിടത്തും അങ്ങനെ ഉണ്ടെന്നേ. പൂട്ടില്ലാത്ത രാജ്യം അറിയാമോ? നാടറിയാമോ? പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലം അറിയാമോ? ഇന്ത്യയിൽ അറിയില്ല. ഷിഗ്നാപൂർ പോലീസ് സ്റ്റേഷനില്ല, കേസില്ല, വീടിൻ്റെ വാതിലടയ്ക്കാറില്ല. ഇന്ത്യയിലെ സ്ഥലമാ. സെർച്ച് ചെയ്ത് നോക്കാം, ഞാൻ വായിച്ചറിവാ. സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പം അങ്ങനത്തെ അപ്പം ഇവിടെ പോത്തിനുമ്പിൽ കടൽ ഇളകി വരുന്ന സമയം. കടൽ ഇളകുന്നുണ്ടോ? ഇന്തോനേഷ്യയുടെ സമീപത്തുള്ള സുമാത്ര ദ്വീപിലത്തെ 2461 കിലോമീറ്റർ ദൂരത്തേക്ക് സൂപ്പർസോണിക് വിമാനത്തിൻ്റെ വേഗതയിൽ സമുദ്ര നിരപ്പിൽ നിന്ന് 30 അടി ഉയരത്തിൽ ജാപ്പനീസ് ഭാഷ വിളിക്കുന്ന സുനാമി, വെള്ളിത്തിരമാല. ഓർക്കുന്നുണ്ടോ? കടലിളകുന്നില്ലേ? ഇത് അന്ത്യകാലമല്ലേ? അല്ലേ? അന്ത്യകാലത്തിൻ്റെ 2 ലക്ഷണങ്ങൾ ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് നിർത്താം. അതായത് പുറത്തുള്ള ദൂതല്ല, അകത്ത് രക്ഷിക്കപ്പെട്ടവർ മനസ്സിലാക്കാൻ അന്ത്യകാലത്തിൻ്റെ 2 ലക്ഷണം. 2 അകത്ത്. ഇത് ദിവസങ്ങളിൽ 7-ാം ദിവസമാണ്. 2 തലമുറകളിൽ 7-ാം തലമുറയാണ്. ഇത് 2 മാത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. അന്ത്യകാലം ഇത് ദിവസങ്ങളിൽ പറഞ്ഞേ 7-ാം ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഇന്നിപ്പോൾ ഏത് ദിവസമാണ്? ഇന്ന് ഏത് ദിവസമാണ്? വെള്ളിയാഴ്ച അല്ലേ? ആണെന്ന് പറഞ്ഞാൽ വന്നത്. ഇപ്പം എനിക്ക് സംശയമായി. നിങ്ങളുടെ ഇരിപ്പുണ്ട്. വെള്ളിയാഴ്ച. എന്താ ഈ ദിവസങ്ങൾ 7-ാം ദിവസം എന്ന് പറഞ്ഞാൽ? ബൈബിൾ എത്ര ദിവസം സൃഷ്ടിച്ചിട്ടുണ്ട്? 7 ദിവസം. എത്രാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? 6-ാം ദിവസം. 6 എങ്ങനെ എഴുതുന്നേ? ആ സ്ട്രക്ചർ കണ്ടാൽ അറിയാം, നമ്മുടെ സ്വഭാവം പോലെ ഇരിക്കുന്ന 6. കണ്ടോ? എവിടെയാണ് തുടങ്ങുന്നേ? സ്വർഗത്തിൽ നിന്ന്. എങ്ങനെയാണ് വരുന്നേ? നേരെ ഇങ്ങോട്ട് വരികയാണോ? ആരോ മാർക്ക് കണക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അടങ്ങി ഒതുങ്ങി 285 ദിവസങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പാണ് ഈ ആർച്ച്. വന്ന് ജനിച്ചു വീണു. എവിടെ തന്നെ പോകണം? അങ്ങനെ തന്നെ പോകണം. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് പകുതി എത്തിയപ്പോൾ ഒരു അതിമോഹം, പഴം പറിച്ചു തിന്നാൻ. അപ്പോൾ തിന്നു, മേലോട്ട് പോയില്ല, വളഞ്ഞു കുത്തി. ആ ചിത്രമാണ് 6. അപ്പോൾ 6 എന്ത് സംഖ്യ? മനുഷ്യൻ്റെ സംഖ്യ. ബുദ്ധിയുള്ളവന് മൃഗത്തിൻ്റെ സംഖ്യ കണിക്കില്ല. അത് 603. 6 ചേരുമ്പോൾ എന്തായി? 600. ദുർവ്യാഖ്യാനം ചെയ്യരുത് കേട്ടോ. ഈയിടെ ഒരു പുള്ളി ഒരു ആർട്ടിക്കിൾ എഴുതിയേക്കുക, 3 6 കൂടുന്ന സ്ഥലമാണ് മൂന്നാർ, അവിടെ നിന്ന് അന്തിക്രിസ്തു വരുന്നത്. ദൈവം നമ്പുരാനെ, ഫാസ്റ്റ് വായിച്ചില്ലായിരുന്നു? 3 6 കൂടുന്ന സ്ഥലമാണ് ഏത്? മൂന്നാർ. എൻ്റെ അറിവിൽ 3 6 കൂടുന്ന സ്ഥലമാണ് മൂവാറ്റുപുഴ. അത് പുള്ളി കണ്ടുപിടിച്ചിട്ടില്ല. പുള്ളിയോട് ആരാണ്ട് പറഞ്ഞ 3 6 കൂടുന്ന സ്ഥലം. അതാ ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. ഇതാ ക്രിസ്തു ഇവിടെ ഇറങ്ങി പുറപ്പെടും. ഇത് കീറ്റുനോവിൻ്റെ ആരംഭമാണ്. ലക്ഷണിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് വരും. അപ്പോൾ 6-ാം ദിവസം മനുഷ്യൻ ഇട്ടിച്ചു. 7-ാം ദിവസം വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉൽപ്പത്തി 2:1 അനന്തരം ദൈവം തൻ്റെ പ്രവൃത്തി നിവൃത്തനായി ശുദ്ധീകരിച്ചു. അതാണ് ശബ്ബത്ത്, അതാണ് സ്വസ്ഥത, അതാണ് വിശ്രാമം. പഴയ 4 ശബ്ബത്തുകൾ. ഓക്കെ. അപ്പോൾ 6-ാം ദിവസം ആൾ ചോദിക്കും, എന്തുകൊണ്ട് ദൈവം തമ്പുരാൻ ആദാമിനെ 1-ാം ദിവസം സൃഷ്ടിച്ചില്ല? പ്രയോറിറ്റി മനുഷ്യനല്ലേ? ബുദ്ധി, ചിന്ത, വികാരം, ഇച്ഛ, ചിരിപ്പിക്കുവാൻ ഉള്ള കഴിവ്, ചിരിക്കുവാനുള്ള സ്വതസിദ്ധമായ ശൈലി, ഇതൊക്കെ മൃഗത്തിൽ നിന്ന് മനുഷ്യർക്ക് വ്യത്യാസമില്ലേ? മനുഷ്യൻ ചിരിക്കില്ലേ? കരയില്ലേ? വികാരജീവിയല്ലേ? എന്നാ പറഞ്ഞാലും ചിരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫി എടുത്ത് വീട്ടിൽ ചെന്ന പട്ടിയുടെ മുഖത്തെ നോക്കുകയോ, രണ്ടും ഒരുപോലെ ഇരിക്കും. മൃഗങ്ങളുടെ മുഖവും ചിരിക്കാത്ത മനുഷ്യൻ്റെ മുഖവും ഒരുപോലെ ഇരിക്കും. മനുഷ്യൻ ചിരിക്കും, കരയും, വികാരഭരിതനാണ്. അവൻ ചിലപ്പോൾ കർത്താവിൽ ഓർക്കുമ്പോൾ കരഞ്ഞെന്നൊക്കെ ഇരിക്കും. അതൊക്കെ മനുഷ്യനാണെന്നേ. മനുഷ്യനായതുകൊണ്ടാണ് കരയുന്നേ. വികാരജീവിയാണ്. പാള് ചോദിക്കും, ഇത്രയും സൃഷ്ടിയുടെ മണിമുകുടമായ മനുഷ്യനെ 1-ാം ദിവസം ഉണ്ടാക്കാതെ എന്നതാണാവോ 6-ാം ദിവസം ഉണ്ടാക്കിയത്? പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവസാനം മനുഷ്യനുണ്ടാക്കി. 1-ാം ദിവസം ഉണ്ടാക്കണ്ടായിരുന്നോ മനുഷ്യനെ? ന്യായമായ ചോദ്യമല്ലേ? ഞാൻ ഈ ഉപദേശിമാരെ പുറകെ കിടന്ന ഉപദേശിപ്പണി പഠിച്ചു കേട്ടോ. അതിൻ്റെ ഗുണമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ കിളിയായി നടന്ന ഡ്രൈവറായാൽ വണ്ടി വഴി കിടക്കുകയില്ല.
ബോണറ്റ് പൊക്കി ഏതിലൊക്കെ വയറ് കൂട്ടി മുട്ടിച്ച് നാട്ടുകാരെ വിളിച്ച് ഉന്തി തള്ളി സ്റ്റാർട്ടാക്കി വീട്ടിൽ കൊണ്ടുപോകും. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് ഓടിച്ചാൽ വണ്ടി കേടായാൽ അവിടെ കാണാനും ഈ ബോണറ്റ് പൊക്കുന്ന സ്വിച്ച് എവിടാന്ന് പോലും ഇവൻ്റെ കയ്യിൽ ഈ വളയം ഉണ്ടായിരുന്നില്ല. ക്ലച്ചും ബ്രേക്കെല്ലാം അവൻ്റെ കയ്യിലായിരുന്നു. അതാ കുഴപ്പം. ഞാനൊക്കെ ഉപദേശിമാരുടെ പുറകെ ഉപദേശി പണി പഠിച്ച ഉപദേശിയോട് ചോദിച്ചു, ഉപദേശി 1-ാം ദിവസം മാതാവിനെ ഉണ്ടാക്കാതെ 6-ാം ദിവസം എന്തുകൊണ്ട് ഉണ്ടാക്കി? ഉപദേശിയുടെ മറുപടി പ്രൗഢഗംഭീരം മനോഹര പുള്ളി പറഞ്ഞു, എടാ ജോയി, ഈ മനുഷ്യൻ പൊങ്ങച്ചത്തിന് PhD എടുത്തവനാന്നേ. ഭയങ്കര പൊങ്ങച്ചാ മനുഷ്യൻ, ഭയങ്കര പൊങ്ങച്ചം. 600 പേര് കൂടുന്ന യോഗം പറയും, നാളെ പറയും, ആയിരക്കണക്കിന് ആളുകൾ യോഗത്തെ സംബന്ധിച്ചു എന്നൊക്കെ ബ്ലണ്ടർ അടിച്ചു കളയും. മനുഷ്യൻ്റെ സ്വഭാവം, നമ്മുടെ സ്വഭാവം അതാ. അപ്പോൾ പറയാണ്, ജോയി 1-ാം ദിവസം എങ്ങാനും ആദാമിനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം കട്ടപ്പോക. ഞാൻ പറഞ്ഞു, അതെന്നാ 1-ാം ദിവസം അവന് സൃഷ്ടിച്ചാൽ അവൻ പറയത്തില്ലയോ 1-ാം ദിവസം ദൈവം എന്നെ ഉണ്ടാക്കി, 2-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ഈ കാണുന്നല്ല ഞാനും അങ്ങേരും കൂടെ ഉണ്ടാക്കിയെന്ന് പറയത്തില്ലയോ? അപ്പൊ ആ ഗതികേട് ആർക്കും ഉണ്ടാകരുത്. എൻ്റെ പൊന്നച്ചാ, 90 പ്രാവശ്യം പാപം ചെയ്താലും കർത്താവ് ക്ഷമിക്കും. പക്ഷെ നോ കോംപ്രമൈസ്. തൻ്റെ സ്തുതിയും തൻ്റെ മഹത്വവും അവൻ ആർക്കും വിട്ടുകൊടുക്കാൻ ദൈവം അല്ലെന്ന്. പിന്നെ നമ്മൾ ജനിച്ചതുപോലെ ആണോ ആദാം ജനിച്ചത്? അല്ല. നമ്മൾ ജനിച്ചപ്പം കരഞ്ഞു, പിന്നെ കമിഴ്ന്നു, പിന്നെ പല്ല് വന്നു, പിന്നെ പാല് കൊടുത്തു, പിന്നെ അരി അരച്ചു കൊടുത്തു, അങ്ങനെയൊക്കെ അല്ലേ? ആദാം അങ്ങനെയാണോ? പുള്ളി പശുക്കുട്ടി ജനിക്കുന്ന പോലെ ജനിച്ചപ്പോഴേ ചാടി എഴുതിട്ട് നിന്നു. നല്ല വയസ്സുള്ള ആരോഗ്യം. ഈ പുള്ളി ജനിക്കുമ്പോൾ ചോദിക്കത്തില്ലയോ, എനിക്ക് തിന്നാനവിടെ, കുടിക്കാനവിടെ, പെണ്ണെവിടെ, വീടെവിടെ ഒക്കെ ചോദിക്കത്തില്ലേ? ചോദിച്ച് ദൈവത്തെ ഉത്തരം മുട്ടിക്കത്തില്ലയോ? 4 മണി കഴിഞ്ഞ് വരുന്ന പിള്ളേർ ചോദിക്കുന്നുണ്ടോ 40 ചോദ്യം അല്ലേ? ഇന്ന് പൂട്ടേ ഉള്ളോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? അപ്പം പിന്നെ ഇവനെന്തോ ചോദിക്കും? അപ്പം ഇവനെ സൃഷ്ടിക്കും മുൻപ് തന്നെ ഇവൻ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം 5 ദിവസം കൊണ്ട് കണ്ടുവച്ചിട്ടാണ് അവന് ജന്മം കൊടുത്തത്. ബഹുമാന്യ സുഹൃത്തെ, ഓതറയിൽ താങ്കൾ ജനിക്കും മുൻപ് തന്നെ താങ്കൾ മരിക്കുന്ന വരെയുള്ള എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് കർത്താവ് ജന്മം നൽകിയത് എന്ന് പറയുമ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീ. ജനിച്ചപ്പോൾ തന്നെ ഹവ്വയെ കരുതിയ ദൈവം, ഒരു ദിവസം മുൻപേ ഇല്ലേ കരുതിയ ദൈവം, 4 ദിവസം മുന്നേ പെസഹ കുഞ്ഞാനെ കരുതിയ ദൈവം, 1 കൊല്ലം മുമ്പ് കോലാട്ടും കുറ്റിയെ കരുതിയ ദൈവം. നോക്കിക്കേ, 750-800 വർഷങ്ങൾക്ക് മുമ്പ് ഏലിയാവിന് വേണ്ടി റാവേൽ എന്ന വിഭാഗത്തിൽ നൈജീരിയയിലെ 3 മീറ്റർ നീളമുള്ള 10 കിലോ ഭാരം ചുമക്കാൻ കഴിയുന്ന കാക്കയെ കരുതിയ ദൈവം. 4000 കൊല്ലം മുൻപ് നമുക്ക് വേണ്ടി യേശുവിനെ കരുതിയ ദൈവം. ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ദൈവം കരുതുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവന്റെ മേൽ ചിന്താകുലം ഇട്. സ്തോത്രം. എൻ്റെ വിഷയം അതല്ലല്ലോ. ആദാം ഉണ്ടായിട്ട് ഇതുവരെ 6000 കൊല്ലമായി. ഇതറിയാമോ? അബ്രഹാം നോഹ വരെ 2000 കൊല്ലം, അവിടെ ഉള്ള ക്രിസ്തു വരെ 2000 കൊല്ലം. അപ്പോൾ എത്രയായി? 4000. അവിടെ മുതൽ ഇതുവരെ എത്രയായി? 2024. അപ്പം മൊത്തം എത്രയായി? 6024 കൊല്ലമായി ആദാം ഉണ്ടായിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കായിരിക്കും, എന്നാ പൊട്ടത്തരായി പറയുന്നത്? പുരാതന പട്ടണ അവശിഷ്ടങ്ങൾ, ദിനോസറിലെ ഫോസിലുകൾ, കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളത്. അതിൻ്റെ ഉത്തരം എന്താ? ഉത്തരം ശരിയാ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലും 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിന് 2-ാമത്തെ വാക്യത്തിനിടയിൽ 4 തിയറിയുണ്ട്. യോം തിയറി, ഗ്യാപ് തിയറി, തിരമാല സിദ്ധാന്തം, ദിവസങ്ങളെ 1000 സംവത്സരം കാണുന്ന സിദ്ധാന്തം. അത് പഠിക്കുമ്പോഴാണ് അത് ശരിയാകുന്നത്. ഇന്ന് നാം ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിലെ ആദ്യ മനുഷ്യനാണ് ആദാം. അവിടെ മുതൽ ഇതുവരെ എത്ര കൊല്ലമായി? 6000 കൊല്ലം. ഇത്രയും പിടി കിട്ടിയല്ലോ. ശരി, അടുത്തത് നിങ്ങളുടെ 1000 സംവത്സരങ്ങൾ എൻ്റെ ദൃഷ്ടിയിൽ 1 ദിവസം. അപ്പോൾ ആദാം മുതൽ ഇതുവരെ നമ്മുടെ ദൃഷ്ടിയിൽ എത്ര ദിവസമായി? 6000 കൊല്ലം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എത്ര ദിവസമായി? 6 ദിവസം. ഇത്രയും പിടി കിട്ടിയല്ലോ. ഇനി 7-ാം ദിവസം പഴയമത്തിൽ എന്തോന്നാ? ശബ്ബത്ത്, സ്വസ്ഥത, വിശ്രാമം. പഴയമം നിഴലും പുതിയമും പൊരുളും. അപ്പോൾ AD 2000 മുതൽ 3000 വരെയുള്ള ഈ കൊല്ലം, ഈ 1000 വർഷം എത്രാം ദിവസമാ? 7-ാം ദിവസം. വല്ലതും കത്തുന്നുണ്ടോ? 7-ാം ദിവസം പഴയമത്തിൽ എന്തോന്നാ? സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ഈ 2000 മുതൽ 3000 വരെ ഈ 1000 കൊല്ലം സഭ എവിടേക്ക് കയറണം? എന്നിട്ടും സ്വോത്രം പൊങ്ങുന്നില്ലല്ലോ. എന്നാ പൊങ്ങാത്തതെന്നറിയാമോ? പാസേ 1000 കൊല്ലമല്ലേ ഒരു ദിവസം? അതെ. 6024 അല്ലേ ആയുള്ളൂ. ഇനിയും കിടക്കല്ലേ പാസ്റ്റേ 976 കൊല്ലം. അതെ. അപ്പോഴല്ലേ ദൈവത്തിന് ഒരു ദിവസമാകുള്ളൂ. അതെ. നമ്മളൊരു 70-80 കൊല്ലല്ലേ ഓതറ ജീവിക്കുള്ളൂ. ആന്നു. ഇപ്പം മുതലേ സ്വോത്രം പറയണോ?
പറയണം. എന്താ കാര്യം അറിയാമോ? ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നത് ഉച്ച കഴിഞ്ഞല്ല. രാജ്ഞി രാജാവിൻ്റെ ചെങ്കോൽ തൊട്ടത് 3-ാം ദിവസത്തിൻ്റെ പ്രഭാതത്തിലാണ്. ഈ ഇരിക്കുന്ന മണവാട്ടിക്ക് വേണ്ടി മണവാളം ഉയർത്ത് 3-ാം ദിവസത്തിൻ്റെ അതിരാവിലെ തുടക്കത്തിലാണെന്ന്. ഈ ഇരിക്കുന്ന മണവാട്ടിക്ക് വേണ്ടി മണവാളൻ മണിയറ ഒരുക്കുവാൻ പോയത് 3-ാം ദിവസത്തിൻ്റെ ആരംഭ സമയത്താണെങ്കിൽ മണവാളൻ ഒരുക്കുന്ന ആ മണിയറയിൽ ഈ മണവാട്ടി പ്രവേശിക്കുന്നതും ഈ 1000 വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിലായിരിക്കും എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പിടികിട്ടിയവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ കാലങ്ങളിൽ ഒന്നിൽ കർത്താവിൻ്റെ ഗംഭീരനാഥം മുഴങ്ങുമെന്ന്. മുക്കുവൻ്റെ കുടുംബത്തിൽ ജീവിക്കുന്ന പട്ടിക്കും പന്നിക്കും കമ്പനം വരുന്നതിൻ്റെ സൂചന കിട്ടും, ഓരിയിടാൻ തുടങ്ങും. നമ്മുടെ വീട്ടിലെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘം ഇവിടെ പെയ്യുമോ 5 മൈൽ അപ്പുറത്ത് പെയ്യുമോ അറിയാനുള്ള ശക്തിയുണ്ട്. തെളിവെന്താ? നിങ്ങൾ കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ കോഴിക്കൂട് തുറന്നിട്. കോഴിയും താറാവും കയറില്ല. മഴ ഇവിടെ പെയ്യുന്ന ഉറപ്പായാലേ കയറുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ പമ്മി നിൽക്കും. നമ്മൾ ഓടിച്ചു കയറ്റിയാലേ കയറുള്ളൂ. അർത്ഥം വല്ലതും മനസ്സിലായോ? ചൂരൽമലയിൽ മുണ്ടക്കൈ, വയനാട് ഓർക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും മൃഗങ്ങൾ ചത്തോ? ഇല്ല. കെട്ടിയിട്ട മൃഗം ചത്തു, കെട്ടാത്ത ചത്തില്ല. എന്നാ കാര്യം? ഭൂകമ്പം അറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? അവർക്കുണ്ടെന്ന്. ചെറിയ മണ്ണ് ഉരുണ്ട് വീഴുമ്പോഴേ മനസ്സിലാക്കണം ഭൂമിക്ക് അനക്കം സംഭവിക്കുന്നുണ്ട്. പോസ്റ്റുകൾ ചെരിയുന്നു, മരങ്ങൾ ചെരിയുന്നു, പക്ഷികൾ സ്ഥലം വിട്ടു. എന്താ കാര്യം? ഇവിടെ നിലനിൽപ്പില്ല, മരം ചെരിയുന്നു, ഭൂമിക്ക് അനക്കമുണ്ട്. ഈ വെള്ളം ഭൂമി ആഗിരണം ചെയ്തു, അകത്തിൽ സ്ഥലമില്ല. സമ്മർദ്ദം കൊണ്ട് തിരിച്ചു വെള്ളം വരുമ്പോൾ പാറകൾ കീറും. പൊട്ടിച്ചാൽ പൊട്ടാത്ത പാറ, വെള്ളമാണ് പാറയെ കീറുന്നത്, അല്ലേ? പത്രത്തിൽ വായിച്ചില്ലേ? ആ ശബ്ദം ആര് കേൾക്കും? മണ്ണിൽ കിടന്നുറങ്ങുന്ന ആനയും പുലിയും കടുവയും കുറുക്കനൊക്കെ കേൾക്കും. മണ്ണിൻ്റെ ഇരമ്പൽ കേൾക്കും, ചെവിയിലും ഇരമ്പൽ കേൾക്കും. അതല്ലേ ആന എവിടെ പാമ്പ് ചാവാറുണ്ടോ? ഇല്ല. എന്താ കാര്യം? ആന നടന്നു വരുമ്പോഴേ ആര് കേൾക്കും? ഇതുങ്ങൾക്ക് കേൾക്കുന്ന മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നേ. ഇതിന് ചെവിയില്ലെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ മനസ്സിലാക്കാനുള്ള കഴിവ്, സ്പർശന കഴിവ് നമുക്കെന്നാ ഭൂകമ്പം അറിയാൻ പറ്റാം. നമ്മുടെ ഡ്യൂറോളൊക്കെ മെത്തയ്ക്കാ തലേ കിടക്കുന്നേ. നമ്മളെ കടലിട്ട് കുരിക്കാൻ നമ്മൾ അറിയത്തില്ലല്ലോ. അപ്പം അതുങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടെന്നേ. മനുഷ്യൻ കിടത്തുറങ്ങി അതുങ്ങളൊക്കെ പോവുകയും ചെയ്തു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മുക്കുവൻ്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കമ്പനം വരുമ്പോൾ സൂചന കിട്ടും, ഓരിയിടും. നമ്മുടെ വീട്ടിലെ കോഴിക്കും താറാവിനും കാർമേഘം ഉരുണ്ടുപോയി ഇവിടെ പെയ്യുമോ 5 മൈൽ അപ്പുറത്ത് പോയോ സൂചന കിട്ടും, അവിടെ നിൽക്കും. ചൂരൽമലയും മുണ്ടക്കൈയിലുമുള്ള മൃഗങ്ങൾക്ക് ഈ ഭൂമി പൊട്ടുന്നതിൻ്റെ സൂചന കിട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കാന്തയായ സഭയ്ക്ക് കാന്തൻ വെളിപ്പെടുന്നതിൻ്റെ സൂചന ആകത്തളത്തിൽ കിട്ടത്തില്ലയോ പ്രിയപ്പെട്ടവരെ? കിട്ടത്തില്ലയോ? അതുകൊണ്ട് ആകത്തളത്തിൽ ചിറകടിച്ച് പറന്നുയരുന്ന ദൈവശബ്ദം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദിവസങ്ങൾ ഇത് 7-ാം ദിവസമാണ്. കാലങ്ങൾ അധികമില്ല, നാളുകൾ നീളുകയില്ല. ഒറ്റ കാര്യം കൂടെ, ഇത് തലമുറകൾ 7-ാം തലമുറയാണ്. എവിടെ വാക്കെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം എടുത്ത് വെക്ക. 5 കാണും, 1, 2, 3 കീറിയാലും. 5:1 ആദാമിന്റെ വംശപാരമ്പര്യമാവിത്. ആദാമിന് 130 വയസ്സ്. അവൻ എന്ത് പേരിട്ടു? ഷേത്ത്. ഖണ്ഡിക തീരുന്നു. ആദാമിന് 930 അനേകം പുത്രന്മാർ ജനിപ്പിച്ചു. ആയുഷ്കാലം 930. തീർന്നില്ലേ? ഒരു പാരഗ്രാഫ് തീർന്നപ്പോൾ ഒരു തലമുറയായി. രണ്ടാമത്തെ പാരഗ്രാഫ് 2-ാം തലമുറ. 3, 4, 5, 6. 7-ാമത്തെ പാരഗ്രാഫ് തീർന്നപ്പോൾ 7-ാം തലമുറയായി. 7-ാം തലമുറയിൽപ്പെട്ട പാരഗ്രാഫ് ഏതാ? 21-ാമത്തെ വാക്യം വായിര്. ആ ആ വായിച്ചിട്ടില്ലയോ? അപ്പൊ 7-ാം തലമുറയിൽപ്പെട്ടവനാണ് ആര്? ഇനി അത് എവിടെയുണ്ട് ആ വാക്യം? യൂദാലേഖനത്തിൽ. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും. പഴയ നിയമത്തിൽ 1000 വർഷം ഒരു തലമുറയായി പിതാക്കന്മാർ കണക്കാക്കിയിരുന്നു. കാരണം മനുഷ്യൻ്റെ ആയുസ് അന്ന് 1000. ആദാമിന് എത്ര? 930. മെതുശാലേഖ 900. അതൊക്കെ മത്സരത്തിൽ പോകുമ്പോൾ പറയുന്നതാണല്ലോ അല്ലേ? ഒക്കെ പറയും കേട്ടോ. അവിടെ 2 പേരൊഴികെ ബാക്കിയെല്ലാം 900-ന് അപ്പുറത്തെ ആയുസ്. അപ്പം 1000 കൊല്ലമാണ് ഒരു പുരുഷായുസ്. അതാണൊരു തലമുറയായിട്ട് കണക്കാക്കേണ്ടത് ഒരു തിയോളജിയിൽ. അങ്ങനെ വരുമ്പോൾ 6000 കൊല്ലം കൊണ്ട് ദൈവത്തിൻ്റെ കണക്കിൽ എത്ര തലമുറയെ പോയിട്ടുള്ളൂ? 6. പക്ഷെ അവിടെ തന്നെ ആയിരക്കണക്കിന് വർഷം ആനൊക്കെ 7-ാം തലമുറയിൽപ്പെട്ടവനാ. അതവിടെ 1000 കണക്കാക്കുന്നില്ല. ആദ്യത്തെ 1000 വെച്ച് നമ്മൾ കണക്കാക്കിയാൽ 6000 കൊല്ലം കൊണ്ട് ഒരു പുരുഷായുസ് പണ്ട് 1000 കൊല്ലമായിരുന്നെങ്കിൽ ഇപ്പം എത്ര തലമുറയെ പോയിട്ടുള്ളൂ ദൈവത്തിൻ്റെ കണക്കിൽ?
6. ഇത് എത്രാം തലമുറ ഇപ്പം ജീവിക്കുന്നത്? 7ാം തലമുറ. എല്ലാം പിടികിട്ടിയോ? നമ്മളിപ്പോൾ എത്രാം തലമുറയാ? 7ാം തലമുറ. പഴയ നിയമത്തിലെ 7ാം തലമുറയ്ക്ക് എന്തോ സംഭവിച്ചു? ഹാനോക്കിന് എടുത്തുകൊള്ളപ്പെട്ടതിനാൽ കാണാതെയായി. അങ്ങനെയെങ്കിൽ ഈ 7ാം തലമുറയ്ക്കും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? എന്തുണ്ട് പാസ്റ്ററെ? എടുത്തുകൊള്ളപ്പെടാനൊരു സാധ്യതയുണ്ട്. അതിനെന്തോ ചെയ്യണം? ഹാനോക്ക് ആരുടെ കൂടെ നടന്നു? മക്കളെ, കയ്യിൽ ഇഷ്ടിക വലിപ്പമുള്ള മൊബൈൽ പിടിച്ചോ, കുഴപ്പമില്ല. പക്ഷേ നെഞ്ചിൽ ചേർത്ത് പിടിക്കേണ്ടത് മൊബൈലല്ല, ദൈവത്തോടു കൂടെ നടക്കണം. നിങ്ങളുടെ ചങ്ങനാശ്ശേരി കോളേജിലേക്ക് കാലെടുത്ത് വെക്കുമ്പം ആൻ്റെ തിരുവല്ല സിറ്റി കൂടെ നടക്കും. ഓർത്തോളം നടക്കുന്ന ആരുടെ കൂടെ ആകണം? ദൈവത്തോടു കൂടെ നടന്നോളം. എടുത്തുകൊള്ളപ്പെടുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് 7ാമത്തെ തലമുറ. ഒന്നുകിൽ മരണം, ഇല്ലെങ്കിൽ കാഹളനാദം ഉറപ്പാണ്. നിങ്ങൾ മരണം കണ്ടിട്ടുണ്ടോ? ഈയിടെ മരിക്കുന്ന പണ്ടൊരു പാട്ടുണ്ട്, എപ്പോഴാണ് എൻ്റെ സഹോദര മൃത്യു വരുന്നതോർക്കായി. അതിപ്പോഴാരും പാടാറില്ല. കണ്ടോ? റാന്നിയിൽ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ട്, ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മച്ചി വീണ് മരിച്ചു. കണ്ടായിരുന്നോ? ഈയിടെ ആൻറ്റി ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻറ്റി മരിച്ചു. കണ്ടായിരുന്നോ? വളഞ്ഞമ്പലത്തെ പാസ് കർത്തമേശ നടത്തുന്നു, കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ടായിരുന്നോ? ഇപ്പം എപ്പോഴാണ് മരിക്കുന്നത്? JC പാറക്കടവിൽ റാന്നിയിൽ പ്രസംഗിക്കുന്നു, സ്വന്തം മകൾ ലിഡിയ ട്രാൻസ്ഫർ ചെയ്യുന്നു, കുഴഞ്ഞു വീണ് മരിക്കുന്നു. JC പാറക്കടവ് മനസ്സിലായില്ലേ? പ്രസംഗകൻ. ഞാൻ 14 മൈലിൽ പ്രസംഗിക്കുന്നു. എനിക്ക് മെസ്സേജ് വന്നു, JC ആശുപത്രിയിൽ. പ്രസംഗം കഴിഞ്ഞ് വിളിക്കവരെ ബസ് കയറി നിൽക്കുമ്പോൾ പറഞ്ഞു, JC യാത്രയായി, മരിച്ചു. ഞങ്ങളുടെ പോലെ പ്രസംഗനല്ലയോ? പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചെന്ന്. ഒരു തമാശ അതിനകത്തുണ്ട്. എന്നറിയാമോ? ഈ JC പാറക്കടവിൽ എന്ന് പറഞ്ഞാൽ ജോയി പാറക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്നത്. പേര് രണ്ടും ഒരുപോലെ. ചില ചർച്ച ഞാനാകത്തെയാണ്. എൻ്റെ ഓഫീസിലോട്ട് ആരെ വിളിച്ചു ചോദിച്ചു, ജോയി പാറക്കൽ സാറ് മരിച്ചു പോയില്ലേ, എപ്പോഴാണ് അടക്കുന്നതെന്ന്. അപ്പോൾ ആര് ചോദിച്ചു? ആര്? ജോയി പള്ളി ഇങ്ങനെ മരവിച്ചിരിക്കുക. ദൈവാനം പുള്ളി വീട്ടിലോട്ട് വിളിച്ചില്ല. വീട്ടിലോട്ട് വിളിക്കുന്നതിനേക്കാൾ വലിയ ചതി കേൾക്കണം. പെട്ടെന്ന് ഈ വാർത്ത പരന്നു. ആര് മരിച്ചെന്ന്? ഞാൻ മരിച്ചു. ഞാൻ കോട്ടയത്തെ KSRTC ബസ്സിൽ സ്റ്റാൻഡിൽ നിൽക്കുമ്പം ഓരോരുത്തർ എന്നോട് വിളിച്ചു ചോദിച്ചു, ഞാൻ ചത്തോന്ന്. ആ വിളി കേൾക്കണം. ജോയി പാറക്കൽ സാറാണോ? ആന്നു. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് ആദ്യമായിട്ട് വിളിക്കുക. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനല്ല മരിച്ചത്, JC എൻ്റെ പൊന്ന് പാസ്റ്റേ. ഞാൻ എവിടെ പറയുന്നത്? അടൂർ കടമ്പനാടെന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച അതാ ഞങ്ങൾ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച സാറിവിടെ പ്രസംഗം എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും. ഞങ്ങൾ പറയൂ, പറഞ്ഞതുപോലെ അറം പറ്റിയതുപോലെ ആയിപ്പോയില്ലെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സാറല്ല മരിച്ചതില്ലേ, കേട്ടോ? ഞാൻ JC പാറക്കടവിൽ സാറിൻ്റെ മരണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാനിത് പറയുന്ന അതിനകത്ത് കിടപ്പുണ്ട് ഇപ്പോഴും. അന്ന് നെടുമങ്ങാട് കൺവെൻഷനാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് എത്തതാ, കേട്ടോ? എപ്പോഴാണ് മരിക്കുന്നത് അറിയാൻ പറ്റുമോ മക്കളെ? പറ്റുമോ? മരിക്കാൻ പേടിയുണ്ടോ? ഞാൻ എപ്പോഴാണ് പ്രസംഗം തുടങ്ങിയത്? 7 മണിയാവുന്നതിന് മുമ്പേ തുടങ്ങി. മണി 9 മണി. 2 മണിക്കൂറായി ക്ലാസ് തുടങ്ങിയിട്ട്. 2 മണിക്കൂറായി ഞാൻ ചെറുകൊണ്ട് രാമന് ഷട്ടർ തുറക്കുന്ന പോലെ യേശുവിന് വരവ് പ്രത്യേക ശക്തമായി പ്രസംഗിച്ചിട്ടും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ ഇതുവരെ വാ തുറന്നിട്ടുമില്ല, ഹല്ലേലൂയ പറഞ്ഞിട്ടുമില്ല, കൈ പൊക്കിയിട്ടുമില്ലെങ്കിൽ ഒന്ന് പിച്ചി നോക്കിയാൽ ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് 2 മണിക്കൂറായിട്ടും വാ പൊക്കാത്ത അനക്കാത്ത നിങ്ങളൊക്കെ നിനക്കൊക്കെ ചത്തുകൂടെയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ മെച്ചാവതല്ലേ? ജീവനുള്ളതൊക്കെയും ദൈവത്തെ എപ്പോഴാ മരിക്കേണ്ടത് വെച്ചാ? തൃശ്ശൂർ ഭൂമൽ IPCയിൽ ഒരു അമ്മച്ചി പറഞ്ഞു, പ്രാവിനുള്ളതുപോലെ ചെറുകൊണ്ടായിരുന്നുവെങ്കിൽ. പിന്നെ പറഞ്ഞില്ല. തൊണ്ട കെടുത്തിട്ടാന്ന് കരുതി ആളുകൾ ഒരു പാട്ടുപാടി. അമ്മച്ചി അവിടെ ഇരുന്നു. സിയോൻ സഞ്ചാരി മുഴുവൻ തീർന്നപ്പോൾ പറഞ്ഞു, അമ്മച്ചി എന്നാ ബാക്കി പറയാത്തേ? അമ്മച്ചി മരിച്ചു. സഭാകാലത്ത് മരിച്ചെന്നേ. കാസർഗോഡ് AG ചർച്ചിൽ ഞാൻ അകത്ത് കയറിയപ്പം പ്രിയപ്പെട്ട അമ്മച്ചിക്ക് യാത്രാമംഗളങ്ങൾ. ഞാൻ ചോദിച്ചു, ഈ അമ്മച്ചി അവിടെ പോയി? 13 കൊല്ലം കഴിഞ്ഞ മക്കളുടെ അടുത്തോട്ട് പോയോ? അല്ല, സ്വർഗത്തിലേക്ക് പോയി. ഞാൻ പറഞ്ഞു, വയസ്സായ അമ്മച്ചി അത്തോണിന് ആരെങ്കിലും പടം വെച്ചോ സഭാകളിൽ വയ്ക്കും. എൻ്റെ പാസേ ഇതൊരു സാധാരണ അമ്മച്ചിയാണ്. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? ഒരു ഞായറാഴ്ച അമ്മച്ചി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചട്ടയം കൊണ്ടിട്ട് മുന്നോട്ടൊന്ന് ഈ പിള്ളേർ മൊബൈൽ നോക്കിയാൽ പാടുന്നേ. ഏത് പാട്ടാ? ഇവൻ ജനിച്ചപ്പോൾ പാട്ടാ. അതും എവിടെ നോക്കിയാൽ പാടുന്നേ? അമ്മച്ചി പറഞ്ഞു, എടി ഈ പാട്ടൊക്കെ മൊബൈൽ താഴെ വെക്കടി. ഒറ്റ ഇടി അങ്ങ് ഇടിച്ചു. പിള്ളേർ താഴെ വെച്ചു, കൈ അടിച്ച് പാടാൻ തുടങ്ങി. അമ്മച്ചി തിരിച്ചു വന്നപ്പോൾ ആ സഹോദരന്മാർ പറഞ്ഞു, ആ ആമ്പിള്ളേരെയും പോയി ഇടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി എന്ന് ആമ്പിള്ളേർ ഇടിച്ചു. ആ ചെരുവശി നടന്നിരിക്കുന്ന പോലെ മൊബൈൽ താഴെ വെക്കടാ, ആത്മാവിൽ ആരാധിക്കടാന്ന്. അമ്മച്ചി ആയതുകൊണ്ട് ആരും മിണ്ടിയില്ല. ശക്തമായ ആരാധന വിട്ടു. മൊബൈലൊക്കെ താഴെ വെച്ചെന്ന് ആരാധന കൊണ്ട് വിളിപ്പിട്ടു. പാസ്റ്റൊക്കെ പ്രസംഗം 45 മിനിറ്റാ. സമയം കിട്ടിയില്ല.
10-45 പിള്ളേരങ്ങ് ആരാധിച്ചു. 6 കുട്ടികളെന്ന് അഭിഷേകം പ്രാപിച്ചു. ആ ഭാഷ വന്നിട്ട് പല തമ്പേറ് പൊട്ടിച്ചിട്ട് ഇതുവരെ കാത്തിരിപ്പില്ല, അഭിഷേകം പ്രാപിക്കാത്തവൾ അന്ന് അഭിഷേകം പ്രാപിച്ചു. 45 മിനിറ്റ് ഭാഷവും എനിക്ക് പ്രസംഗിക്കാൻ സമയമല്ലോ, പക്ഷേ സാരമില്ല. അമ്മച്ചിക്ക് സന്തോഷം. ആ അച്ചായന്മാരെ അമ്മച്ചിയോട് അമ്മച്ചി നന്നായി എന്ന് പറയാൻ ചെന്നതാ. 42 മിനിറ്റായി അമ്മച്ചി മരിച്ചിട്ട്. കട്ടിലേൽ അല്ല കസേര ഇരിക്കുന്ന, കൈയുള്ള കസേര ഇരിക്കുന്ന, മനസ്സിലായോ? ആ പാസയോട് പറയാ, പാസേ മരിക്കാൻ നേരത്ത് 6 കുട്ടികൾക്ക് ആത്മാവിൻ്റെ അഗ്നി പകർന്നു കൊടുത്തിട്ട് ഞങ്ങളുടെ അമ്മച്ചി പോയത്. ആ 6 പിള്ളേർ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിക്ക് യാത്രാമംഗളങ്ങൾ. വല്ലതും മനസ്സിലായോ? എങ്ങനെ മരിക്കണോ നിങ്ങൾ പറ, എങ്ങനെ മരിക്കണം? പിള്ളേരെല്ലാം വിദേശത്ത്. 20,000 രൂപ 5 മക്കൾ അയച്ചു തരും. 1,00,000 രൂപ ആർക്കാ? നിങ്ങൾക്കാന്ന് പറഞ്ഞിരിക്കുകയാണോ? നിങ്ങൾക്കല്ല, ഹോം നേഴ്സിനാ. നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന കാശ് പിള്ളേർക്കും നിങ്ങൾക്കല്ല. നിങ്ങൾക്ക് പിന്നെ 3 നേരം 6 ദോശയും ചില ചമ്മന്തിയും മതിയല്ലോ. ഒരു 10-20 ഗുളികയും പോരെ, ഒരു സത്രയൊക്കെ പോരെ വൈകുന്നേരം ആകുമ്പം മതി. അപ്പോൾ ഈ കാശൊക്കെ ആർക്കുണ്ടാക്കുക? ഹോം നേഴ്സിന് കൊടുക്കുന്ന. അവർക്ക് ജീവിക്കണ്ടായോ? അവർക്കൊരു 25,000 രൂപ മാസം കൊടുക്കണ്ടായോ? അപ്പോൾ അവർ വരുന്നു, നമ്മളെ കുളിപ്പിക്കുന്നു, എഴുതുന്നു, JCB കൊണ്ട് മറിച്ചിടുന്നല്ലോ, വാട്ടർ ബെഡിനകത്ത് മറിച്ചിടുന്നു, ഒരു പൊട്ടുന്നു, മണക്കാതിരിക്കാൻ സ്പ്രേ അല്ല, പിള്ളേർ വരുന്ന കുറേ സ്പ്രേ അതെല്ലാം കൂടെ ഭിത്തിയിൽ അടിച്ചു വെക്കുന്നു. എൻ്റെ പൊന്നാച്ചാ ഏറ്റവും വലിയ സമ്പത്ത് എന്നതാ? 5 പിള്ളേരൊന്നും അല്ലെന്നേ സമ്പത്ത്, അല്ലെന്നേ. നിങ്ങൾ സ്വത്രം പറയില്ലെങ്കിലും നേരം വെളുത്ത പരസഹായം കൂടാതെ ഒന്ന് എഴുന്നേക്കുക, ടോയ്ലറ്റിൽ ഒന്ന് പോകുക, വളരെ സന്തോഷത്തോടെ പോയി തിരിച്ചൊന്നൊരു കാപ്പി കുടിക്കുക, അതങ്ങ് ഇറങ്ങിപ്പോയാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയ ആരോഗ്യമില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. മക്കൾ നോക്കും, മരുമക്കൾ നോക്കും, ലക്ഷക്കണക്കിന് ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട അവനവൻ്റെ കാര്യങ്ങളിൽ അവരവർക്ക് പരസഹായം കൂടാതെ ചെയ്യാൻ കഴിയുന്ന ആ ആരോഗ്യത്തൊക്കെ വലിയ സമ്പത്തില്ലച്ച. അതിന് ഒന്നുകൂടെ ഓർപ്പിച്ച് പറയുകയാണ്, ഇങ്ങനെ കിടന്ന് മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാൻ ഭാഗ്യമുണ്ടാകേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. എന്തിന്? രാജ്യം ഒരുക്കിതാൻ വേഗം വരും നല്ലോ പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. രാജ്യമൊരുക്കിതാൻ വേഗം വരും നല്ലോ പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ജയ ഗീതം പാടിടാം. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ജയ ഗീതം പാടിടാം.
കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. രാജ്യമൊരുക്കി വേഗം വരുന്നല്ലോ. അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ ഒരല്പസമയം ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനനാദം അവൻ വാതിൽ തന്നെ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ യേശു തുറന്നു വരാൻ സമയമായി. വേഗം വരുന്നല്ലോ പ്രിയൻ മണിനാഥൻ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. സമയം ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്. തലമുറയിൽ 7ാമത്തെ തലമുറയാണിത്. യേശു വരാറായി. ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞവൻ പണിതു, ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞവൻ അയച്ചു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഞാൻ വരാമെന്ന് പറയുവാൻ വരികയില്ല? ദിവസങ്ങൾ 7ാം ദിവസം, തലമുറ 7ാം തലമുറ, ദൈവത്തോട് കൂടെ നടക്കുന്നവരെ ചേർത്ത് കൊള്ളപ്പെടുവാൻ യേശു വരുന്നു.